അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യും. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥം, രോഗികൾ, പീഡിതരെ, മാനസിക സംഘർഷം അനുഭവിക്കുന്നവരെ, ഡിപ്രഷൻ അനുഭവിക്കുന്നവരെ, മരുന്ന് കഴിച്ചിട്ട് ഉറക്കം മൂടുകയും ശരീരം തൂക്കം വെക്കുകയും ചെയ്യുന്നതല്ലാതെ പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ലാതെ ഡിപ്രഷൻ കൊണ്ട് വേദനിച്ച് ജീവിക്കുന്ന ആൾക്കാരെ കർത്താവേ, നീ അവരെ തൊടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓട്ടിസം കുഞ്ഞുങ്ങളെ, ഹൈപ്പർ ആക്ടിവിറ്റി കുഞ്ഞുങ്ങൾ, അവിടെ മാതാപിതാക്കന്മാരെ മനസ്സ് കെട്ടുപോയവരെ, തകർച്ച സങ്കടം കൊണ്ട് അവർക്ക് ജീവിക്കാൻ പറ്റാത്തവർ, ജീവിക്കാൻ വേണ്ടി ജീവിതത്തോട് മൽപ്പിടുത്തം നടത്തുന്നവർ, മരുന്ന് കഴിച്ചിട്ടും രോഗം സുഖമാക്കാതെയും രോഗം പൊറുക്കാതെയും ഇരിക്കുന്നവർ, എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ എനിക്ക് ദൈവസന്ധിപ്പ സൗഖ്യം ലഭിക്കട്ടെ. പിതാപുത്രനും പരിശുദ്ധാത്മാവായ സർവ്വേശ്വര എന്നേക്കും ആമേൻ. മക്കളെ, പിന്നെ ഉണ്ടല്ലോ
നമ്മളെ ഒരു സ്ഥലത്ത് ഒരു ഏടാകൂടൊക്കെ ഉണ്ടായെന്ന് വിചാരിച്ചു. ഇപ്പം നീ ഒരു കൂട്ടുകച്ചവടക്കാരൻ കൂടി ഒരു ബിസിനസ് തുടങ്ങാൻ പോവുകയാണ്. തുടങ്ങി 50,000 രൂപ വെച്ചാൽ മറ്റേ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവച്ചവടത്തിന് അഡ്വാൻസ് ചെയ്തപ്പോൾ തന്നെ പ്രശ്നങ്ങളായി. അപ്പം നീ എന്ത് ചെയ്യുന്നറിയാമോ? അയ്യോ, ഇതുപോലെ കുഴപ്പമുണ്ടാകുക മുടിവാണാ. പക്ഷേ ഇനി പറഞ്ഞൊരു കാര്യമുണ്ട്, 50,000 രൂപ പോയില്ലേ, 50,000 രൂപ പോയില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് പോയതങ്ങോട്ട് പൊട്ടെന്ന് വിചാരിക്കണം. കലഹം ഉണ്ടായി എന്ന് വിചാരിച്ച് അസ്വസ്ഥ ഉണ്ടായി. അപ്പം തന്നെ എന്താണ് വേറെ വഴി പിടിക്കാനാണ് ഈശോ പറയണത്. ഇപ്പം 50,000 പോയുള്ളൂ, ഇനി 50 ലക്ഷം പോകാതിരിക്കേണ്ടത്. അതുകൊണ്ട് എന്തെങ്കിലും ഇങ്ങനെ നക്കാപ്പിച്ച കാശ് കയ്യിൽ നിന്ന് പോയെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്ത് ആ ബിസിനസ് വിട്ടേക്കണം. കാര്യം ബിസിനസ് എന്ന് പറഞ്ഞൊരു വിശ്വാസമാണ് ആൾക്കാർ തമ്മിൽ. തുടക്കത്തിൽ തന്നെ കല്ല് കടിച്ചാൽ അത് കല്ല് മൊത്തം കടിക്കാൻ സാധ്യതയുണ്ട്. കർത്താവ് അങ്ങനെയല്ലേ? ആ ചെബുതി പുത്രന്മാരൊക്കെ ചെന്നപ്പോൾ എന്താണ് അവർ അവിടുത്തെ പ്രശ്നമായി. അപ്പോൾ ഇവരെന്താ പറയണത്? യാക്കോബും യോഹന്നാനും ആ വഴി തന്നെ പോകത്തുള്ളൂ, അവന്മാരുടെ നേരെ തീങ്ക് എന്തൊക്കെ വിട്ടാലും ശരി ഞങ്ങൾ ആ വഴി പോകുന്നതാണ്. എന്താണ് കർത്താവ് പറഞ്ഞത്? എന്താ രൂപയാണൊക്കെ ഉള്ളത്, ആടെ കൂടെ വർക്ക് ചെയ്യണമെന്ന് ചോദിക്കും. കർത്താവ് എന്താ പറയണത്? മറ്റൊരു വഴിയെ പോയി, അത്രേ ഉള്ളൂ കാര്യം. വേറെ ഒരു കാര്യം ഫ്ലോപ്പാണെന്ന് കണ്ടാൽ അടുത്ത റൂട്ട് എടുത്തേക്കണം. ആ വചനം എടുത്തേ മക്കളെ, ലൂക്ക 9:56. അവർ മറ്റൊരു ഗ്രാമത്തിലേക്ക് പോയി. സമറിയായി പോയാലേ പ്രശ്നമുള്ളൂ. സമറിയായി പോയാൽ എല്ലാവർക്കും പ്രശ്നമാണ്. അവർ നമ്മളെ വടിവാൾ കൊണ്ട് നമ്മുടെ കൈ കാലും വെട്ടിയെടുക്കും. ഇവരാണെങ്കിൽ തീ ഗന്ധം അങ്ങോട്ട് ഇടണം. ഇതൊന്നും ഒരു വർക്കൗട്ട് ചെയ്യത്തില്ല. കർത്താവ് ചെയ്ത് ആ സാധനം അങ്ങോട്ട് മാറ്റി, ആ വഴി അങ്ങോട്ട് മാറ്റി മറ്റൊരു വഴിയെ പോയി. ഇപ്പം നമുക്ക് എവിടെയെങ്കിലും ഒരു ബ്ലോക്ക് വന്നാൽ നിങ്ങളൊരു മറ്റൊരു വഴിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് എൻ്റെ അർത്ഥമല്ല. ബ്ലോക്ക് മാറാനാണ് ചില ആൾക്കാർ പ്രാർത്ഥിക്കുന്നത്. തുടക്കത്തിലൊക്കെ ഒരു ബ്ലോക്ക് വന്നാണല്ല, നിങ്ങൾ ബ്ലോക്ക് മാറാനല്ല പ്രാർത്ഥിക്കേണ്ടത്, വേറെ വഴി തരാൻ വേണ്ടി ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവിടെ അത് നാളെ കാലം നിനക്ക് പുലിവാല് വരാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് അവിടെ ഇഷ്യൂ ഉണ്ടാക്കിയിരിക്കുന്നത് കർത്താവ്. അപ്പം നീ കർത്താവിനെ പോലെ വേറെ വഴി എടുത്തേക്കണം, അല്ലെങ്കിൽ ആ സമയം പോലെ വേറെ വഴിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വേറെ വഴികളെന്ന് പറഞ്ഞതേ, ഉദാഹരണത്തിന് ഞാൻ പറയട്ടെ, ഇപ്പം വേറെ വചനം എടുത്തേ, മത്തായി 2:12. ഹെരോദേസിന്റെ അടുക്കിലേക്ക് മടങ്ങി പോകരുതെന്ന് സ്വപ്നത്തിൽ മുന്നറിയിപ്പ് ലഭിച്ചതനുസരിച്ച് അവർ മറ്റൊരു വഴിയെ സ്വദേശത്തേക്ക് പോയി. അപ്പോൾ ഒരു വഴിയെ ഉള്ളതുമ്പോൾ ഞാൻ സ്റ്റിക്ക് ഓൺ ചെയ്യരുത്, ഒരു വ്യക്തിയെ ഉള്ളതുമ്പോൾ സ്റ്റിക്ക് ഓൺ ചെയ്യരുത്. അതിപ്പോൾ ഒരു കാര്യത്തിന് നമ്മൾ ഇപ്പം നിൻ്റെ കർത്താവ് ദൈവം ഞാനാകുന്നു, ഞാൻ അല്ലാതെ മറ്റൊരു ദൈവം ഉണ്ടാകണം, ദൈവത്തിന് വേണ്ടി അല്ലാതെ ബാക്കി എല്ലാവരെയും ദൈവങ്ങളാക്കരുത്. ഇപ്പം നീ ഒരു ചെറുക്കനെ കണ്ട് ഇഷ്ടപ്പെട്ടു, അവനെ കെട്ടില്ല എനിക്ക് വേണ്ടെന്ന് പറയരുത്. അവനെ കെട്ടില്ല എനിക്ക് വേണ്ടെന്ന് പറയുമ്പോൾ അപ്പം നിൻ്റെ കർത്താവ് ദൈവം അവനാവും. അത് വിഗ്രഹാരാധനയില്ലേ? അപ്പം നീ അവിടെ അടിമയാണെന്നില്ലേ അർത്ഥം? വിഗ്രഹത്തിന് അടിമയായില്ലേ നീ? അപ്പം ദൈവത്തിന് വല്ല ബന്ധമുണ്ടോ എൻ്റെ ജീവിതത്തിൽ? എന്താ ബോധമില്ല ദൈവത്തിൻ്റെ നിങ്ങൾ ഓർക്കണം, നിങ്ങൾ കാണിക്കുന്ന എല്ലാവിധ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അതിനെ നാളെ പാമ്പ് പോലെ കഴുത്ത ചുറ്റാൻ സാധ്യതയുള്ള സംഭവങ്ങളൊക്കെ ദൈവം എടുത്ത് കളയാൻ വേണ്ടി വന്നാലും എടുത്ത് കളയിപ്പിക്കുക. അവിടെ ഇരിക്കട്ടെ അത് ഞാൻ കഴുത്തോട്ട് കൊത്തുമ്പോഴായിരിക്കും അറിയണത്. പല ആൾക്കാരുടെയും പ്രശ്നങ്ങൾ അവരുണ്ടാക്കിയെടുക്കുന്നതാണ്. അതാണ് ബൈബിൾ പറയണത്. ബൈബിൾ എന്താ പറയണത്? ദൈവം മനുഷ്യനെ സരളഹൃദയമായിട്ട് സൃഷ്ടിച്ചു, സങ്കീർണങ്ങളായ പ്രശ്നങ്ങൾ അവൻ്റെ സ്വന്തം സൃഷ്ടിയാണ്. അതിനടുത്ത് സഭാപ്രസംഗം 7:29 നല്ല രസമുള്ള വചനമാണ് ഇത്. ദൈവം മനുഷ്യനെ സിമ്പിൾ ഹാർട്ട്, അതാണ് ലളിത ഹൃദയനായിട്ട് സൃഷ്ടിച്ചു. എന്നാൽ അവന്റെ സങ്കീർണ പ്രശ്നങ്ങൾ അവന്റെ തന്നെ സൃഷ്ടിയാണ്. ഹിസ് ഓൺ ക്രിയേഷൻസ്, എല്ലാം ഉണ്ടാക്കി വിട്ടത് നീ തന്നെ. വിഷയം കുളവാക്കിയത് നിങ്ങളാണെന്ന് തന്നെ ബൈബിൾ പറയണത്. നമ്മുടെ നാട്ടുഭാഷയെ പറഞ്ഞാൽ ദൈവം സരളഹൃദയനായിട്ട് സൃഷ്ടിച്ചു, ഈ വിഷയം കുളവാക്കിയത് നിങ്ങൾ തന്നെയാണെന്ന്. അവൻ്റെ സങ്കീർണങ്ങളായ പ്രശ്നങ്ങൾ അവൻ്റെ തന്നെ. കുമാരനും കൃപാസന മാതാവിനും പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാവാൻ സാധിച്ചതിന് ഞാൻ ആദ്യമേ നന്ദി പറയുന്നു. എൻ്റെ പേര് മേരി ജോസഫൈൻ.
ഇതെൻ്റെ ഹസ്ബൻഡ് ആൻ്റണി സെബാസ്റ്റ്യൻ. എൻ്റെ മാരേജ് 2025 ജാനുവരി 5 കൃപാസനത്തിൽ ആദ്യമേ ഞാൻ അറിഞ്ഞത് എൻ്റെ ചേച്ചി ഓൾറെഡി ഉടമ്പടിയിൽ ജീവിക്കുന്ന ഒരാളായിരുന്നു. 2023 സ്റ്റാർട്ട് ചെയ്തതായിരുന്നു ചേച്ചിയുടെ ഉടമ്പടി. അങ്ങനെ ഇരിക്കെ 2025 മാരേജ് കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഹസ്ബൻഡ് പോളണ്ടിൽ വർക്ക് ചെയ്യുമായിരുന്നു. അങ്ങനെ മാരേജ് കഴിഞ്ഞിട്ട് റിട്ടേൺ ഫെബ്രുവരിയിൽ പോകാനിരിക്കെ അവിടുത്തെ കമ്പനിയിൽ നിന്ന് കോസ്റ്റ് കട്ടിങ് കാരണം കുറച്ച് പേരെ പിരിച്ചു വിടുകയുണ്ടായി. അപ്പോൾ അതിൽ ഒരാൾ എൻ്റെ ഹസ്ബൻഡായിരുന്നു. അങ്ങനെ ജോലി നഷ്ടപ്പെട്ടു. അങ്ങനെ ഇരിക്കുകയാണ് ചേച്ചിയുടെ നിർദ്ദേശപ്രകാരം ഞാൻ ഉടമ്പടിയിലേക്ക് വരുന്നത്, ഉടമ്പടി എടുക്കുന്നത്. ഞാൻ ആദ്യമേ ഉടമ്പടി എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ പ്രാർത്ഥിക്കുമെങ്കിലും അങ്ങനെ ഡെയിലി കുർബാനകളിലൊന്നും പങ്കെടുക്കുകയില്ലായിരുന്നു. പക്ഷേ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തോടുകൂടി ഞാൻ ഡെയിലി ബ്രെഡ്, ഉടമ്പടി ധ്യാനം, ഡെയിലി കുർബാനയ്ക്ക് പോവും, അങ്ങനെയൊക്കെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഫസ്റ്റ് ഉടമ്പടി ഞാൻ ജൂലൈ 10 എടുത്തു. അങ്ങനെ ഹസ്ബൻഡ് ഡിസംബറിൽ വന്നതായിരുന്നു നാട്ടിൽ. അപ്പോൾ ഓൾറെഡി പുള്ളിക്കാരന് TRC കാർഡ് എടുത്തിട്ടുണ്ടായിരുന്നു. TRC കാർഡ് 9 months കഴിയുമ്പോൾ അവിടെ നിയമങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ 6 മാസം കഴിഞ്ഞിട്ടും പുള്ളിക്കാരന് ജോലി അവിടെ നഷ്ടപ്പെട്ടുകൊണ്ട് തിരിച്ച് റിട്ടേൺ പോകാൻ പറ്റാതെ നിൽക്കുമായിരുന്നു. അങ്ങനെ സെപ്റ്റംബറിൽ ഞങ്ങൾ ടിക്കറ്റ് എടുത്തു പോളണ്ടിലോട്ട് റിട്ടേൺ പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ എമിഗ്രേഷൻ ടൈമിൽ TRC കാർഡ് സ്കാൻ ചെയ്യുമ്പോൾ അത് അവർ റിജക്റ്റ് ചെയ്യുമോ എന്നുള്ള പേടിയായിരുന്നു. പക്ഷേ കൃപാസന മാതാവിൻ്റെ ഞാനും എൻ്റെ അമ്മച്ചിയും ഉടമ്പടി ജീവിതത്തിലായിരുന്നു ഞങ്ങൾ ആ സമയത്ത്. അപ്പോൾ അങ്ങനെ ഇമിഗ്രേഷൻ സമയത്ത് കയറുന്ന സമയത്ത് പുള്ളിക്കാരൻ ഞങ്ങളെ വിളിച്ച് പറഞ്ഞു, ഞാനിങ്ങനെ ഇമിഗ്രേഷൻ കയറാൻ പോവാണ്, അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കണം. അങ്ങനെ പുള്ളിക്കാരൻ പോയപ്പോൾ തന്നെ കാശ് രൂപവും ഉപ്പും നേർച്ച വസ്തുക്കളും കൊടുത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇമിഗ്രേഷൻ ടൈമിൽ കയറുന്ന സമയത്ത് പുള്ളിക്കാരൻ കാശ് രൂപം കയ്യിൽ പിടിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടേയിരുന്നു. അപ്പോൾ അവിടെ ചെന്നിട്ട് അന്ന് സെപ്റ്റംബറിലെന്ന് പറയുമ്പോൾ 9 months ആവുന്നു. അപ്പോൾ അവർ റിജക്റ്റ് ചെയ്യുമോ ഇല്ലേ എന്നാൽ ഞങ്ങൾക്ക് നല്ല പേടിയുണ്ടായിരുന്നു. പക്ഷേ മാതാവിൻ്റെ ഉടമ്പടിയിൽ പ്രാർത്ഥിച്ചത് കൊണ്ട് മാത്രമാണ് പുള്ളിക്കാരന് ഹസ്ബൻഡിന് ആ സമയത്ത് പോളണ്ടിലേക്ക് എൻ്റർ ചെയ്യാൻ സാധിച്ചത്. ഞാൻ ആ സമയത്ത് പുള്ളിക്കാരന് വിളിച്ച സമയത്ത് ഞങ്ങൾ പള്ളിയിലായിരുന്നു, കുർബാനയ്ക്ക് വേണ്ടി പോകാൻ വേണ്ടി നിൽക്കുമായിരുന്നു. അപ്പോഴാണ് വിളിച്ചു പറഞ്ഞത് ഇമിഗ്രേഷനിൽ നിൽക്കുവാണ്. അപ്പോൾ അത് ഇമിഗ്രേഷൻ സമയത്തെ കാര്യങ്ങൾ പുള്ളിക്കാരൻ പറയും. എൻ്റെ പേര് ആൻ്റണി സെബാസ്റ്റ്യൻ. ഈശോയ്ക്കും മാതാവിന് ഒരുപാട് നന്ദിയായിരുന്നു. എമിഗ്രേഷൻ്റെ സമയത്ത് എനിക്ക് ആകെ ടെൻഷൻ ഉണ്ടായത് ഈ കാർഡ് കട്ടാവുമോ എന്നൊരു പേടി. കാർഡിന് വാലിഡിറ്റി കാർഡ് കട്ടാവുമോ എന്നൊരു പേടി എനിക്കുണ്ടായിരുന്നു. പലരും പറഞ്ഞ് എന്നെ പേടിപ്പിച്ചായിരുന്നു, 6 മാസം കഴിഞ്ഞാൽ കാർഡ് കട്ടായി പോകും, എനിക്ക് വരാൻ പറ്റില്ല എന്ന് പലരും എന്നെ പേടിപ്പിച്ചായിരുന്നു. പക്ഷേ ഞാൻ ഫ്ലൈറ്റിലിരുന്ന സമയത്തും വിശ്വാസപ്രമാണം ചൊല്ലിയായിരുന്നു പിന്നെ ഫ്ലൈറ്റ് ഇറങ്ങിയ സമയത്ത് എമിഗ്രേഷനിൽ കയറിയ സമയത്ത് കാശരൂപവും കൊന്തയും വിശ്വാസപ്രമാണമൊക്കെ ചൊല്ലിയാണ് ഇരുന്നത്. എനിക്ക് ആകെ ടെൻഷനിലായിരുന്നു ഞാൻ. മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് കാർഡ് സ്കാൻ ചെയ്തപ്പോൾ അത് വർക്കായി. ആ ഇമിഗ്രേഷൻ ഓഫീസറായിട്ട് മാതാവാണ് അവിടെ ഉണ്ടായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരുപാട് നന്ദി പറയുന്നു. അതുപോലെ വീട്ടുകാരും കുറേ പ്രാർത്ഥിച്ചു തന്നു എനിക്ക് വേണ്ടി. അത് കാർഡ് കട്ടായില്ല, പക്ഷേ അത് മാതാവിൻ്റെ മധ്യസ്ഥയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രം, ഉടമ്പടിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രമാണ് അത് കിട്ടിയതെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. അതുപോലെ തന്നെ നിയോഗങ്ങളിലൊന്നായിരുന്നു എൻ്റെ ഡ്രൈവിംഗ് ടെസ്റ്റ്. 2022 മുതൽ ഞാൻ അതിനു വേണ്ടി പ്രാക്ടീസിലായിരുന്നു. പക്ഷേ എന്തോ എനിക്ക് ആ കോൺഫിഡൻസ് ആ സമയത്തൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ നേർച്ച വസ്തുവായ ഉപ്പ് സെപ്റ്റംബർ 15 തീയതി ആയിരുന്നു എൻ്റെ ടെസ്റ്റ് 2025. അങ്ങനെ ടെസ്റ്റിന് ഞാൻ പോയപ്പോൾ ഉപ്പ് വിതറിയിട്ടാണ് ഞാൻ ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ മാതാവിൻ്റെ കാരുണ്യത്വം കൊണ്ട് മാത്രം എനിക്ക് ആ ടെസ്റ്റ് അങ്ങനെ പാസ്സാവാൻ സാധിച്ചു. തിരുക്കുമാരനും കൃപാസന മാതാവിനും 1000 ഞാൻ നന്ദി പറയുന്നു. ഹസ്ബൻഡ് പോളണ്ടിൽ ചെന്നിട്ടും ജോലിയൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ
രണ്ടാഴ്ചയോളം ജോലിയില്ലാതെ സ്വന്തം കയ്യിലെ പൈസ കുറേ ചിലവായി. അങ്ങനെ ഇരിക്കെ എൻ്റെ ഉടമ്പടി ജൂലൈ 10-നായിരുന്നു ഞാൻ ഫസ്റ്റ് ഉടമ്പടി എടുത്തത്. അങ്ങനെ ഇരിക്കെ എൻ്റെ ഫസ്റ്റ് ഉടമ്പടിയുടെ 90ാമത്തെ ദിവസം പുള്ളിക്കാരന് ജോലി കിട്ടി. 90ാമത്തെ ദിവസം ഉച്ചയ്ക്ക് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാനന്ന് വെള്ളിയാഴ്ച ആയിരുന്നു, അന്ന് ഞാൻ ഫാസ്റ്റിങ്ങിലായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ജോലി കിട്ടി, എന്നോട് ജോയിൻ ചെയ്യാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ കൃപാസന മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ആ ജോലി കിട്ടി ഞങ്ങളെ അനുഗ്രഹിച്ചത്. നോട്ട് ബൈ മാരിറ്റ് ബട്ട് ബൈ ഗ്രേസ്. മാതാവിൻ്റെ കൃപയാൽ കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ആ ജോലി കിട്ടിയത്. കാരുണ്യ പ്രവൃത്തികൾ എന്താണെന്ന് വെച്ചാൽ പത്രങ്ങളെല്ലാം പള്ളികളിലറിഞ്ഞ് ഞാൻ ഫസ്റ്റ് വിതരണം ചെയ്തുകൊണ്ടിരുന്ന വെച്ചത്. അങ്ങനെ അവിടെ കൊടുത്ത് പിന്നെ അതിനുശേഷം ഞാൻ ഓരോ ഫങ്ഷൻസിന് പോകുമ്പോൾ അവിടെയും ഉള്ളവർക്കൊക്കെ ഞാൻ എല്ലാവർക്കും കൊടുക്കും. അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ പൊതിച്ചോറ് കൊടുക്കാറുണ്ടായിരുന്നു. പിന്നെ എന്നോട് സഹായം ചോദിക്കുന്നവർ ആർക്കായാലും നേരത്തെ ഞാൻ വീട്ടിലാരെങ്കിലും സഹായിക്കാം വന്നാലും എൻ്റെ കയ്യിലൊന്നുമില്ല എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു വിടുമായിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്നത് ഞാൻ അവർക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യാറുണ്ട്. കൃപാസന മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. ഇനിയുള്ള ജീവിതം ഉടമ്പടിയിലൂടെ തന്നെ ആയിരിക്കുമെന്ന്. ആത്മീയ ജീവിതം എന്ന് പറയുന്നത് ഡെയിലി ഞാൻ കുർബാനക്ക് പോകാറുണ്ട്, കുർബാന സ്വീകരിക്കാറുണ്ട്, അതുപോലെ തന്നെ കുമ്പസാരിക്കാറുണ്ട്. ഡെയിലി മോർണിംഗ് ബ്രെഡ് ഡെയിലി കൂടാറുണ്ട്. അതുപോലെ തന്നെ ചൊവ്വാഴ്ചകൾ ഉടമ്പടി ദാനമൊന്നും മുടക്കാറില്ല. ആ സമയത്ത് ഞാൻ ജോലിയിലായിരിക്കുമെങ്കിലും ഞാൻ ഈവനിങ്ങളിൽ വന്ന് ഫോണിൽ വെച്ച് കേൾക്കാറുണ്ട്. അത് ഇതുവരെ മുടക്കിയിട്ടില്ല ചൊവ്വാഴ്ചയിലെ ഉടമ്പടി ധ്യാനം. ഇനിയുള്ള ജീവിതവും ഉടമ്പടിയിൽ തന്നെ ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തിരുക്കുമാരനും കൃപാസന മാതാവിനും ഞാൻ നന്ദി പറയുന്നു. അവരുടെ കഷ്ടതകളിൽ ദൂതനെ അയച്ചില്ല, അവിടുന്ന് തന്നെയാണ് അവരെ രക്ഷിച്ചത്. തൻ്റെ കരുണയിലും സ്നേഹത്തിലും അവിടുന്ന് അവരെ കരങ്ങളിൽ വഹിച്ചു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 63-ാം അധ്യായം 9-ാം വചനമാണ്. നമ്മുടെ കഷ്ടതയിൽ, വേദനകളിൽ ദൈവം കൂടെയുണ്ട്. ഉടമ്പടി വഴി ആ ദൈവ സാന്നിധ്യമാണ് കൂടുതൽ അനുഭവിക്കാൻ നമുക്ക് സാധിക്കുന്നത്. ഉടമ്പടി ഒരു വെറും ബന്ധമല്ല, ഒരു സ്നേഹബന്ധം, സ്നേഹത്തിലേക്കുള്ള ഒരു വീണ്ടെടുപ്പ്, ഒരു തിരിച്ചു വരവാകാം. നാം ഒറ്റയ്ക്കല്ല, നമ്മുടെ കൂടെ ഒരു ദൈവമുണ്ട് എന്നുള്ളൊരു ഉറച്ച ഉറപ്പാണ് ഉടമ്പടി. എന്നെ രക്ഷിക്കുന്ന ദൈവം, എന്നോട് കരുണയുള്ള സ്നേഹമുള്ള ദൈവം, എന്നെ കരങ്ങളിൽ വഹിക്കുന്ന ഒരു ദൈവം കൂടെയുണ്ട് എന്ന ഒരു യാഥാർത്ഥ്യമാണ്. മേരി ജോസ്ഫിൻ എന്ന മകളുടെ സാക്ഷ്യത്തിൽ ഹസ്ബൻഡ് പോളണ്ടിലേക്ക് പോകുവാനായിട്ട് TRC കാർഡ് റിജക്റ്റ് ചെയ്യുമോ എന്നൊരു വളരെ ഭയപ്പെട്ടാണ് പോയത്. പോകുന്ന വഴിക്ക് മുഴുവനും പ്രാർത്ഥിക്കുകയായിരുന്നു. ഇമിഗ്രേഷൻ ടൈമിൽ വളരെ ഭയപ്പെട്ട് ഉടമ്പടി കാശുരൂപം പിടിച്ചാണ് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് പോയപ്പോൾ കാർഡ് സ്കാൻ ചെയ്തപ്പോൾ എല്ലാം ഒരു കുഴപ്പവുമില്ലാതെ പെട്ടെന്ന് ക്ലിയർ ആവാൻ സാധിച്ചു. ഇവിടെ പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെയും ഒരു ഇടപെടൽ, ഒരു സാന്നിധ്യമാണ് ഇവരുടെ ജീവിതത്തിൽ ഇവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ആ ഭയപ്പെട്ട നിമിഷത്തിൽ എങ്ങനെയാവും എന്താവും എന്നുള്ളൊരു ഭയത്തിലിരിക്കുമ്പോൾ നമ്മെ രക്ഷിക്കുന്ന ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് ഇവരുടെ കൂടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഒരു കുഴപ്പവുമില്ലാതെയാണ് പോളണ്ടിലേക്ക് എത്താൻ സാധിച്ചത്. പിന്നീടുണ്ടായിരുന്ന ഒരു ജോലിക്കാര്യമായിരുന്നു. അവിടെ ചെന്ന് 2 ആഴ്ചത്തോളം ജോലിക്ക് വേണ്ടി ശ്രമിച്ചു. നാട്ടിലിരുന്ന് ഭാര്യയും അമ്മയും ഒക്കെ പ്രാർത്ഥിക്കുമായിരുന്നു. ഉടമ്പടിയിലാണ്. ഉടമ്പടി എടുത്ത് 90-ാം ദിവസം തന്നെയാണ് പോളണ്ടിൽ ഒരു ജോലി നൽകി ഈശോയും അമ്മയും ഈ കുടുംബത്തെ അനുഗ്രഹിച്ചത്. ഉടമ്പടി ഉടനടി പരിഹാരം എന്ന് പറഞ്ഞ പോലെ ആദ്യത്തെ ഉടമ്പടിയിൽ 90 ദിവസം തികയുന്ന ലാസ്റ്റ് ഡേ 90-ാമത്തെ ദിവസമാണ് പോളണ്ടിൽ നിന്ന് ഫോൺ വരുന്നത്, ജോലി ശരിയായെന്നും പറഞ്ഞ്. അതുതന്നെയല്ല, മകളുടെ ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ സമയത്തും കോൺഫിഡൻസ് കുറവായിരുന്നു. ഭയത്തോടെയാണ് ടെസ്റ്റിന് പോയത്. ഹസ്ബൻഡും അമ്മയും ഒക്കെ ഇരുന്ന് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാകാൻ സാധിച്ചു. ഉടമ്പടി വസ്തുക്കളായ ഉടമ്പടി ഉപ്പും കാശുരൂപവും
ഉടമ്പടി തൈലം തേച്ച് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചിട്ടാണ് ഈ മകൾ ഡ്രൈവിംഗ് ടെസ്റ്റിന് പോയത്. അവിടെയും ഈശോയുടെ ഒരു സാന്നിധ്യം, ദൈവ സാന്നിധ്യമാണ് ഈ മകൾക്ക് മനസ്സിലാക്കാൻ, അനുഭവിക്കാൻ സാധിച്ചത്. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ എല്ലാ ഭയങ്ങളിലും നമ്മുടെ കൂടെയുള്ളൊരു ദൈവം ഉണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാം. ആ കരങ്ങളിലേക്ക് നമ്മുടെ എല്ലാ ഭയങ്ങളും ഭാരങ്ങളുമെല്ലാം ഇറക്കി വെച്ച് കൊടുക്കാം. പരിശുദ്ധ അമ്മ കൃപാസനം അമ്മയുടെ മധ്യസ്ഥതയിൽ നമ്മെ അമ്മയുടെ പുത്രനിലേക്ക് നയിക്കട്ടെ. നമ്മുടെ ഭാരങ്ങളെല്ലാം ചുമക്കുന്ന ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് പരിശുദ്ധ അമ്മ കൃപാസനം അമ്മയാണ് നമ്മെ കരം പിടിച്ച് നയിക്കുന്നത്. ആ കരങ്ങളിലേക്ക് നമ്മുടെ ഓരോ ഭയങ്ങളും ഭാരങ്ങളും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും എല്ലാം നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ കഷ്ടതകളിൽ കൂടെയുള്ള ആ ദൈവത്തിൻ്റെ സ്നേഹം കൃപാസനം ഉടമ്പടി വഴി നമുക്കും അനുഭവിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. കൂടുതൽ തീഷ്ണതയോടെ, ആത്മാർത്ഥതയോടെ, കൂടുതൽ വിശ്വസ്തയോടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൂതനെ അവിടുന്ന് അയച്ചില്ല, അവിടുന്ന് തന്നെയാണ് അവരെ രക്ഷിച്ചത്. തൻ്റെ കരുണയിലും സ്നേഹത്തിലും അവിടുന്ന് അവരെ കരങ്ങളിൽ വഹിച്ചു എന്നാണ് സങ്കീർത്തനം പറഞ്ഞത്. നമ്മളെ കരങ്ങളിൽ വഹിക്കുന്ന, അവിടുത്തെ കരുണയിലും സ്നേഹത്തിലും നമ്മൾ നിലനിർത്തുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. ആ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ വിട്ടുകൊടുക്കാം. മേരി ജോസഫിന് കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ അമ്മ മാതാവിനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് സ്റ്റെഫി സോബി. ഞാൻ വെള്ളയാങ്കുടി, ഇടുക്കി ജില്ലയിൽ വെള്ളയാങ്കുടി എന്ന സ്ഥലത്ത് സെൻറ്റ് ജെറോംസ് ഇടവക അംഗമാണ്. ഞാൻ 2021 ഡിസംബർ 4-നാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത്. ഈ കൃപാസനത്തെ പറ്റി പലരും പറയുന്ന പോലെ തന്നെ ഞാനും കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ കണ്ടേക്കുന്നത്. 2016-17 സമയത്ത് കൃപാസനത്തെ പറ്റി ഞാൻ അറിയാനിടയായതാണ്. പക്ഷേ അന്ന് എന്നോട് പരിചയപ്പെടുത്തിയ വ്യക്തി 1 വർഷത്തെ ഉടമ്പടി എന്നൊക്കെ പറഞ്ഞാണ് പരിചയപ്പെടുത്തിയത്. അപ്പോൾ എന്നെക്കൊണ്ട് സാധിക്കുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം അന്ന് ഞാൻ ഉപേക്ഷിച്ചതാണ്. പിന്നീട് 2021-ലാണ് ഞാൻ ഉടമ്പടി എടുക്കാൻ വേണ്ടി കൃപാസനത്തിൽ വരുന്നത്. അന്നും എൻ്റെ അമ്മയുടെ ഒരു ആഗ്രഹപ്രകാരമാണ്, എൻ്റെ സ്വന്തം താല്പര്യത്തോടു കൂടിയല്ല ഞാൻ വരുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യത്തെയും രണ്ടാമത്തെയും ഉടമ്പടിയൊന്നും അത്ര പെർഫെക്റ്റായിട്ടാണ് ഞാൻ ചെയ്തതെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. തുടക്കത്തിൽ എനിക്ക് പത്രം കൊടുക്കാൻ മടിയുണ്ടായിരുന്നു. അതുപോലെ കാരുണ്യ പ്രവർത്തികളൊക്കെ ആണെങ്കിലും ഒരുപാടൊന്നും ഞാൻ ചെയ്തിരുന്നില്ല. പിന്നീട് എൻ്റെ രണ്ടാമത്തെ കുഞ്ഞ് ജനിക്കുന്നതിനോടനുബന്ധിച്ച് കുറച്ച് പ്രശ്നങ്ങൾ വരുമ്പോഴാണ് ഉടമ്പടിയുമായിട്ട് ഞാൻ കൂടുതൽ അടുക്കാൻ തുടങ്ങിയത്. 2023-ലാണ് ഞാൻ രണ്ടാമത്തെ കുഞ്ഞിനെ പ്രഗ്നൻ്റ് ആകുന്നത്. അപ്പോൾ 3-ാമത്തെ മാസത്തെ പരിശോധനയിൽ എനിക്ക് റിസ്ക് ഫാക്ടറുള്ള ഒരു അമ്മയായിട്ട് അവർ എൻ്റെ സ്കാനിങ് റിപ്പോർട്ടിൽ എഴുതി തന്നു. റിസ്ക് ഫാക്ടർ എന്ന് പറഞ്ഞാൽ കുഞ്ഞിന് ഡൗൺ സിൻഡ്രോമിൻ്റെ സാധ്യത ഉള്ള ഒരു കുഞ്ഞായിട്ടാണ് അവർ അവരുടെ സ്കാനിങ് റിപ്പോർട്ടിൽ രേഖപ്പെടുത്തി തന്നത്. അപ്പോൾ അന്നത്തെ എൻ്റെ ഒരു സാധ്യത എന്ന് പറയുന്നത് 800-ൽ ഒരാളെന്നുള്ള രീതിയിലാണ് അന്ന് അവർ പറഞ്ഞത്. അതിനുശേഷം അവർ പറഞ്ഞു 5-ാമത്തെ മാസത്തെ സ്കാനിങ്ങിലാണ് നമുക്ക് കൂടുതൽ ഇതിനൊരു ക്ലാരിറ്റി കിട്ടത്തുള്ളൂ. അങ്ങനെ 5-ാമത്തെ മാസത്തിലെ സ്കാനിങ്ങിൽ എനിക്ക് ആ 800-ൽ 1 എന്നുള്ളത് 250-ൽ 1 എന്നുള്ള ഒരു സാധ്യതയിലോട്ടായി മാറി. അപ്പോഴും ഞാൻ ഉടമ്പടിയിൽ നിൽക്കുന്ന ഒരാളായിരുന്നു. ഞങ്ങൾ പ്രാർത്ഥിച്ചുണ്ടായ ഞങ്ങളുടെ കുഞ്ഞായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിൽ ഡോക്ടർമാരെന്തു പറഞ്ഞാലും നമുക്കൊരു അവർ അബോർഷനൊക്കെ സജസ്റ്റ് ചെയ്തായിരുന്നു. എന്നാലും അങ്ങനെ ഒരു കാര്യത്തെപ്പറ്റി ഞങ്ങൾ ആലോചിച്ചിട്ട് പോലുമില്ല. അബോർഷൻ പറഞ്ഞാലും ഞങ്ങൾ ഒരുമിച്ചൊരു തീരുമാനമെടുത്തു. എന്ത് കുഴപ്പമുള്ള കുഞ്ഞാണേലും ഞങ്ങൾ മുന്നോട്ട് തന്നെയാണ്. അതുകൊണ്ട് അബോർഷനെ പറ്റി ഞങ്ങൾ ചിന്തിച്ചിട്ട് പോലുമില്ല. അങ്ങനെ 5-ാമത്തെ മാസത്തിലെ സ്കാനിങ്ങിൽ ഹൈ റിസ്ക് എന്നുള്ള ഒരു കാര്യത്തിലോട്ട് ഞാൻ എത്തി. അപ്പം ഞാൻ കാണിച്ചുകൊണ്ടിരുന്ന ആശുപത്രിയിലെ ഡോക്ടർ പറഞ്ഞു, ഇനി നമുക്ക് ഇവിടെ തുടരാൻ പറ്റത്തില്ല, നിങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിലോട്ട് പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ കോട്ടയം മെഡിക്കൽ കോളേജിലോട്ട് വരികയാണ്. അപ്പോൾ 1 മാസത്തോളം നമ്മൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ ആഴ്ചയിൽ 1 വെച്ച് അല്ലെങ്കിൽ 2 വെച്ച് നമ്മൾ വരണമായിരുന്നു ഇടുക്കിയിൽ നിന്ന്. അപ്പം ഞങ്ങൾ ഓരോ തവണ വരുമ്പോഴും മാതാവിൻ്റെ അടുത്ത് വന്ന് നമ്മുടെ റിപ്പോർട്ടുകളൊക്കെ വെച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ഞങ്ങൾ ആശുപത്രിയിൽ പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പം ഗൈനക്കോളജിസ്റ്റിനെ കണ്ടപ്പം കോട്ടയം മെഡിക്കൽ കോളേജിൽ ഗൈനക്കോളജിസ്റ്റിനെ കണ്ടപ്പോൾ അവർ പറഞ്ഞു, നമ്മുടെ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എടുത്ത ഒരു പരിശോധനയുണ്ട്, അതും കൂടെ ചെയ്താലേ നമുക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു.
അങ്ങനെ അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ കോടതിയുടെ ഒരു പുതിയതല്ല കുറച്ച് നാളായിട്ടുള്ളൊരു വിധി എന്ന് പറയുന്നത് 24 ആഴ്ചയ്ക്കുള്ളിൽ കുഞ്ഞിന് എന്തെങ്കിലും വൈകല്യം അങ്ങനെ റിപ്പോർട്ട് ചെയ്യുവാണെങ്കിൽ കുഞ്ഞിനെ അബോർട്ട് ചെയ്യാനുള്ള ഒരു പെർമിഷൻ പേരൻസിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയാണ് അവർ ഈ ഒരു പരിശോധനയ്ക്ക് പറഞ്ഞത്. അങ്ങനെ 22ാമത്തെ ആഴ്ചയിലാണ് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എടുത്തുള്ള പരിശോധന നടത്തുന്നത്. അതിലും റിസ്ക് ഉണ്ടായിരുന്നു. കുഞ്ഞിന് ചിലപ്പം എന്തെങ്കിലും അണുബാധ ഉണ്ടാകാം, അമ്മയ്ക്ക് പ്രോബ്ലംസ് ഉണ്ടാകാം, എല്ലാം പറഞ്ഞ് നമ്മളെക്കൊണ്ട് സൈൻ ഇടിപ്പിച്ചിട്ടാണ് അവർ ഈ ഒരു പരിശോധനയിലോട്ട് കിടക്കുന്നത്. അപ്പോൾ ഓരോ തവണ ഇങ്ങനെയുള്ള പരിശോധനയ്ക്ക് പോകുമ്പോഴും എൻ്റെ വയറിലും നെറ്റിയിലും ഉടമ്പടി തൈലം പൂശുകയും അതുപോലെ വിശുദ്ധ ഉപ്പിട്ട വെള്ളം കുടിക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എടുത്തുള്ള പരിശോധനയിൽ അവർ 10 ദിവസത്തിനുള്ളിലാണ് റിസൾട്ട് പറഞ്ഞത്. അപ്പോഴേക്കും അവർ പറഞ്ഞതനുസരിച്ച് ഈ 24 വീക്സ് എന്നുള്ള സമയം കടന്നു പോകുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവരത് ആ റിസൾട്ട് നേരത്തെ ആക്കി തന്നു. 5 ദിവസം കൊണ്ട് ആ റിസൾട്ട് വരുന്നു. അപ്പോൾ ആ റിസൾട്ടിൽ എൻ്റെ കുഞ്ഞിന് ഒരു കുഴപ്പവുമില്ല, ഡൗൺ സിൻഡ്രോമിൻ്റെ സാധ്യതകൾ ഒന്നും തന്നെ ഇല്ല, പൂർണ്ണ ആരോഗ്യമുള്ളൊരു കുഞ്ഞാണെന്നുള്ള ഒരു റിപ്പോർട്ടാണ് എനിക്ക് ലഭിച്ചത്. അത് കഴിഞ്ഞ് മുന്നോട്ടും അവർ മെഡിക്കൽ കോളേജിൽ തന്നെയാണ് സജസ്റ്റ് ചെയ്തത്. നമ്മുടെ അടുത്തുള്ള ഇടുക്കി മെഡിക്കൽ കോളേജിലോട്ട് അവർ റെഫർ ചെയ്തു. അങ്ങനെ അവിടെ കാണാൻ പോകാൻ തുടങ്ങി. അപ്പോൾ മെഡിക്കൽ കോളേജിൽ പോകുന്നവർക്കറിയാം, അവിടെ ചെന്നാലുള്ള ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ആഴ്ച കാണുന്ന ഡോക്ടർ നമുക്ക് അടുത്ത ആഴ്ച കാണാൻ പറ്റത്തില്ല. അത് നമ്മളെ സംബന്ധിച്ച് വലിയൊരു ബുദ്ധിമുട്ടായിരുന്നു. ഞങ്ങൾ അവിടെയും 1 മാസം പോയി. അപ്പം ഓരോ തവണ ചെല്ലുമ്പോൾ ഓരോ ഡോക്ടർമാരെ കാണുന്നു, നമ്മുടെ കാര്യങ്ങളെല്ലാം ഒന്നേന്ന് പറയുന്നു, അവരുടേതായ ഡിസിഷൻ പറയുന്നു. അത് നമ്മളെ സംബന്ധിച്ച് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ എനിക്ക് സ്ഥിരമായിട്ടൊരു ആശുപത്രിയിൽ പോകണം, സമാധാനപരമായിട്ട് ഡോക്ടറെ കണ്ട് തിരിച്ചു വരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് ഒരു ഈ റിസ്ക് ഫാക്ടറും വെച്ച് ഒരുപാട് ഫെസിലിറ്റി ഉള്ള ഒരു ആശുപത്രി വേണം കാണിക്കാൻ. പക്ഷെ ഞങ്ങൾ പോയത് കാര്യമായ ഒരു ഫെസിലിറ്റിയും ഇല്ലാത്ത ഒരു സാധാരണ ആശുപത്രിയിൽ ഞങ്ങൾ 7ാം മാസം തൊട്ട് കാണിക്കാൻ തുടങ്ങി. അപ്പം അവിടുത്തെ ഡോക്ടർ നമുക്ക് ഭയങ്കര നമ്മൾ പരിശോധനയ്ക്കൊക്കെ ചെല്ലുമ്പോൾ ഒരുപാട് മനസ്സിന് സമാധാനം തരുന്ന രീതിയിൽ സംസാരിക്കുന്ന ഒരു ഡോക്ടറായിരുന്നു. അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു ഇവിടെ തന്നെ പോകാം, എന്നാ ഫെസിലിറ്റി ഇല്ലെങ്കിലും ഇവിടെ തന്നെ പോകാം, മുന്നോട്ട് പോകാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ഡോക്ടറും കാര്യങ്ങൾ പറയാൻ തുടങ്ങി. സ്റ്റെഫി, പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല, ഇന്നതൊക്കെയാണ് കാര്യങ്ങൾ, ഇവിടെ ഇന്ന കുറവുകളൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ വേണേൽ മാറാം, പക്ഷെ ഞങ്ങൾ തീരുമാനിച്ചു ഇവിടെ തന്നെ ഉള്ളൂ, എന്നാ കുറവുകളുണ്ടെങ്കിലും ഞങ്ങൾ ഇവിടെ തന്നെ ഉള്ളൂ, ഞങ്ങൾ പ്രാർത്ഥിച്ചുണ്ടായ ഞങ്ങളുടെ കുഞ്ഞാ, അവിടെ ഒരു കുഴപ്പവും വരത്തില്ലെന്ന് ഞങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചു. എന്നിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഇവിടെ തന്നെ എൻ്റെ കുഞ്ഞുണ്ടാകാൻ വേണ്ടി എനിക്കൊരു അടയാളം തരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു തവണ ഞാൻ പരിശോധനയ്ക്ക് ചെല്ലുമ്പോൾ അവിടെ ഡോക്ടറുടെ കൂടെ നിൽക്കുന്ന നേഴ്സിൻ്റെ ഒരു കൃപാസന പത്രം കണ്ടു. അപ്പം തന്നെ ഒത്തിരി സമാധാനവും സന്തോഷമായി. അവിടെ തന്നെ ഒരു കുഴപ്പമില്ല, എന്നാ കുറവുകളുണ്ടെങ്കിലും എന്നാ ഫെസിലിറ്റി കുറവുണ്ടെങ്കിലും എൻ്റെ കുഞ്ഞ് അവിടെ സുരക്ഷിതയായിരിക്കുമെന്ന് 100% ഉറപ്പിച്ചു. അങ്ങനെ നവംബർ 4-നാണ് സിസേറിയൻ ഡേറ്റ് പറഞ്ഞിരുന്നത്. നവംബർ 4-ന് ചെല്ലുമ്പോൾ 3-ാം തീയതി നമ്മൾ സ്കാനിങ് ചെയ്തിട്ട് വേണം 4-ാം തീയതി ചെല്ലാൻ. അപ്പോൾ ഇതിനകത്ത് എനിക്ക് മെയിൻ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഈ റേഡിയോളജിസ്റ്റ് തരുന്ന സ്കാനിങ് റിപ്പോർട്ട് കറക്റ്റ് അല്ലെങ്കിൽ അത് വെച്ചിട്ടായിരിക്കും നമ്മുടെ ഗൈനക്കോളജിസ്റ്റ് വാല്യൂ ചെയ്യുന്നത്. അപ്പം നല്ല ഒരു റേഡിയോളജിസ്റ്റിനെ കിട്ടുക, എനിക്ക് ആ ഒരു 7-ാം മാസം വരെ എനിക്കൊരു നല്ല റേഡിയോളജിസ്റ്റിൻ്റെ റിപ്പോർട്ടുകളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം ഞങ്ങൾ പുറത്ത് പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു സ്കാനിങ് സെൻറ്റർ ഞങ്ങൾ എത്തുകയും നല്ലൊരു ഡോക്ടറെ നമ്മളെ ഒരുപാട് സമാധാനത്തോടെ ഇന്ന കാര്യങ്ങളാണ്, ടെൻഷൻ അടിക്കേണ്ട, അങ്ങനെ വളരെ നമ്മളെ കൂളാക്കി വിടുന്ന നമുക്ക് നല്ലൊരു റേഡിയോളജിസ്റ്റിനെ കിട്ടി. അങ്ങനെ 3-ാം തീയതി നമ്മളെ റേഡിയോളജിസ്റ്റിനെ കാണാൻ ചെന്നപ്പോൾ ആ ഡോക്ടർ അവിടെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ 4-ാം തീയതി സ്കാനിങ് റിപ്പോർട്ടുമായിട്ട് ആശുപത്രിയിൽ പോയി. മോളുണ്ടാകുന്നത് 6-ാം തീയതിയാണ്. ഒരുപാട് പ്രശ്നങ്ങൾ സ്കാനിങ് റിപ്പോർട്ടിലുണ്ടായിരുന്നു. കുഞ്ഞിന് വെയിറ്റ് കുറവാണ്, കുഞ്ഞിന് ബ്രീത്തിങ് ഇഷ്യൂ വരും, അതുപോലെ ഫീഡ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കുഞ്ഞിൻ്റെ തുടക്കത്തിലുണ്ടായിരിക്കും. അപ്പോൾ NIC ഉള്ള ആശുപത്രി വേണം നമ്മൾ അഡ്മിറ്റ് ആകാമെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ഞങ്ങൾ ആ ആശുപത്രി തന്നെ പോയി. അപ്പോൾ ഡോക്ടറും പറഞ്ഞു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പം നമുക്ക് ആംബുലൻസൊക്കെ റെഡിയാക്കി വെക്കാം, എന്തെങ്കിലും എമർജൻസി വന്നാൽ പെട്ടെന്ന് തന്നെ നമുക്ക് പോകണം എന്നുള്ള രീതിയിലാണ് ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കയറുന്നത്. ഇപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറി കുഞ്ഞുണ്ടായ ഉടനെ ഡോക്ടർ എൻ്റെ മുഖത്ത് നോക്കിയിട്ട് കുഞ്ഞിനെ കാണിച്ചിട്ട് പറഞ്ഞു, സ്റ്റെഫി, ഒരു മോളാണ് ഉണ്ടായേക്കുന്നത്, 1,700 ഉള്ളൂ കുഞ്ഞിൻ്റെ വെയിറ്റ്, ഒരു കുഴപ്പമില്ല, നല്ല ആരോഗ്യമുള്ള കുഞ്ഞാ. നോക്കിക്കുക, അവളുടെ കയ്യിൽ നമ്മുടെ ഡെലിവറി സമയത്ത് അവരുപയോഗിക്കുന്ന ഒരു ടൂള് അവളിങ്ങനെ കയ്യിൽ മുറുക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അവൾക്ക് ഒരു ആരോഗ്യക്കുറവുമില്ല, മിടുക്കിയാണ്,
ഇനി ഫീഡ് ചെയ്യുന്നതിൻ്റെ കാര്യങ്ങളും കൂടെ നോക്കിയാൽ മതി. അപ്പോൾ ഫീഡിങ്ങിലും അവൾക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു. ഒരു കുഞ്ഞ് പാടുകൊണ്ട് പോലും ഒരു കുറവില്ലാത്തൊരു കുഞ്ഞിനെയാണ് അമ്മ മാതാവ് ഈശോയും കൂടെ ഞങ്ങൾക്ക് തന്നത്. ഞങ്ങളുടെ മോളുടെ പേര് റബേക്ക മറിയം എന്നാണ്. അമ്മയുടെ പേര് കൂട്ടി തന്നെ അവൾ അറിയപ്പെടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. റബേക്ക മറിയം എന്നാണ് ഞങ്ങളുടെ മോളുടെ പേര്. നവംബർ 6 ഞങ്ങളുടെ മോളുണ്ടായത്. 6 പറയുന്ന നമ്മുടെ ഉടമ്പടിയുമായിട്ട് ബന്ധമുള്ള ഒരു നമ്പറാണ്. അങ്ങനെ മാതാവിൻ്റെ കുഞ്ഞ് തന്നെയാണെന്ന് വീണ്ടും ഉറപ്പിച്ചുകൊണ്ട് തന്നെ നവംബർ 6 ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞിനെ കിട്ടുന്നത്. രണ്ടാമത്തെ സാക്ഷ്യം ഞങ്ങൾക്കൊരു വീടിന് വേണ്ടിയായിരുന്നു. അപ്പം ഞങ്ങൾ കഴിഞ്ഞ 5 വർഷമായിട്ട് ഞങ്ങൾ വാടക വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പം 2025 ഒക്ടോബറിൽ ഞാൻ ഉടമ്പടി പുതുക്കിയപ്പോൾ എൻ്റെ ഒരു നിയോഗമായിട്ട് ഞങ്ങൾക്കൊരു വീട് എന്നുള്ള കാര്യത്തെപ്പറ്റി വെച്ചു. അപ്പോൾ ഞങ്ങൾക്ക് ഉടനെ ഒരു വീടെന്നല്ല ഞാൻ വെച്ചത്. മോൻ്റെ ഒരു ആദ്യ കുർബാന സമയം ആകുമ്പോഴേക്കും, അതിന് ഇനിയും ഉണ്ട് ഒരു 3 വർഷവും കൂടെ. അപ്പോൾ ആ ഒരു സമയം ആകുമ്പോഴേക്കും ഞങ്ങൾക്കൊരു ഭവനം വേണമെന്ന് ഞാൻ ഉടമ്പടിയിൽ വെച്ചു. അപ്പം ആ ഉടമ്പടി പൂർത്തിയാകാൻ 3 മാസം പൂർത്തിയാകുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾക്കൊരു വീടെന്നുള്ള ആഗ്രഹത്തിലോട്ട് ഞങ്ങൾ എത്തിപ്പെട്ടു. ഞാൻ അപ്പോൾ പ്രാർത്ഥിച്ചിരുന്നത്, വീടിന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്ന സമയത്ത് പ്രാർത്ഥിച്ചിരുന്നത് പള്ളിയോട് അത്യാവശ്യം അടുത്ത ഉള്ള ഒരു വീട്, അതുപോലെ ആരും ഒന്നെങ്കിലും ഞങ്ങൾക്ക് സ്വന്തമായി പണിയാൻ എന്തായാലും ഉടനെ സാധിക്കത്തില്ല. അപ്പം പണിത വീടാണെങ്കിലും ആരും താമസിക്കാത്ത ഒരു വീടായിരിക്കണം, അങ്ങനെയൊക്കെയാണ് ഞാൻ പ്രാർത്ഥിച്ചത്. അതുപോലെ തന്നെ നമുക്ക് പള്ളിയിലോട്ട് പോകാനായിട്ട് 1 കിലോമീറ്റർ താഴെയുള്ളൂ. നമ്മുടെ വീട്ടിൽ നിന്നാൽ പള്ളി കാണാൻ പറ്റും. ആരും താമസിക്കാത്ത പുതിയൊരു വീടാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. ഇത് കിട്ടാൻ കാര്യമെന്ന് പറഞ്ഞാൽ, ഈ ഉടമ്പടി എടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഹസ്ബൻഡിൻ്റെ പേരൻസ് ഞങ്ങളുടെ അടുത്ത് പറയുകയാണ്, നിങ്ങളൊരു വീട് നോക്കി തുടങ്ങിക്കോ. അപ്പം ഞങ്ങൾക്ക് ഭയങ്കര, ഞങ്ങളതിനെപ്പറ്റി ആരുടെ അടുത്തും ഞങ്ങൾ സൂചിപ്പിച്ചിട്ട് പോലുമില്ല. അപ്പം ഞങ്ങൾക്ക് ഭയങ്കര അത്ഭുതമായിപ്പോയി, എന്താ ഇങ്ങനെ പറയുന്നത്. അപ്പം ഞങ്ങൾ തട്ടി മാറ്റി വിട്ടു. ഞങ്ങൾക്കിപ്പം വേണ്ട, ഞങ്ങൾക്ക് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് മതി, ഇതിപ്പം ആലോചിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം ഹസ്ബൻഡിൻ്റെ പേരൻസിൻ്റെ ഭാഗത്തു നിന്ന് നല്ല പ്രഷറായിരുന്നു, നിങ്ങൾ വീട് നോക്കി തുടങ്ങണം, പിന്നെ വെച്ച് നടക്കത്തില്ല. അപ്പം ഞങ്ങൾക്ക് ഫിനാൻഷ്യലായിട്ട് ഞങ്ങൾക്ക് അത്രയും മുടക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ അതിനെപ്പറ്റി ഒന്നും ടെൻഷൻ അടിക്കേണ്ട, അതൊക്കെ നമുക്ക് ശരിയായിക്കോളും. അപ്പം ഹസ്ബൻഡ് ഫാദർ എപ്പോഴും പറയായിരുന്നു, മാതാവിനോട് നിങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കണം കേട്ടോ, നിങ്ങൾക്കൊരു വീട് കിട്ടാൻ വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കണം. അങ്ങനെ ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വീട് ഞങ്ങൾ ആഗ്രഹിച്ചതിൻ്റെ ഇരട്ടി സൗകര്യത്തിലും എല്ലാ രീതിയിലും ഇപ്പോഴും നമുക്കൊരു അത് കാണുമ്പോൾ ഒരു അത്ഭുതമാണ്. നമുക്ക് ആ വീട് കാണുമ്പോൾ ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ഭയങ്കര അത്ഭുതമാണ്. അങ്ങനെ ഞങ്ങൾക്കൊരു വീട് ലഭിച്ചു. പിന്നെ കാരുണ്യപ്രവർത്തികളായിട്ട് നമുക്ക് തുടക്കത്തിൽ എനിക്ക് പത്രം കൊടുക്കാൻ കുറച്ച് മടിയുള്ള ആളായിരുന്നു. പിന്നെ ഒരു 3ാമത്തെ ഉടമ്പടി പുതുക്കലൊക്കെ ആയപ്പോഴേക്കും എനിക്ക് പത്രം കൊടുക്കാൻ ഏറ്റവും വലിയൊരു സന്തോഷം തോന്നിയ കാര്യം എന്ന് പറഞ്ഞാൽ, ആരും ഇതുവരെ പത്രം വേണ്ട എന്ന് പറഞ്ഞ് വളരെ കുറച്ച് ആളുകളെ, എന്നാലും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ആരും നിരസിച്ചിട്ടില്ല. പത്രം കൊടുക്കാൻ ചെല്ലുമ്പോൾ നമുക്ക് അക്രൈസ്തവരുടെ വീട്ടിൽ ചെല്ലുമ്പോഴാണ് ഏറ്റവും സന്തോഷം. അവിടെ ചെല്ലുമ്പം അവരെന്തേലും, ഞാൻ ഒരു 10 മണി 11 മണി ആ ഒരു സമയത്തായിരിക്കും ഞാൻ പോകുന്നത്. അവിടെ ചെല്ലുമ്പോഴുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ചേച്ചിമാരും അല്ല അനിയത്തിമാരും അങ്ങനെയുള്ള സ്ത്രീകളായിരിക്കും അവിടെ കൂടുതലും ആ ഒരു സമയത്ത് കാണുന്നത്. അവരെന്തെങ്കിലും അടുക്കളയിൽ എന്തെങ്കിലും പണിയൊക്കെ ആണെങ്കിൽ അവർ ബെല്ലടിക്കുമ്പോൾ നമ്മളാണെന്ന് അറിയത്തില്ലല്ലോ. നമ്മളെ കാണുന്നു, കൃപാസന പത്രമായിട്ട് വന്നതെന്ന് പറയുമ്പം അവരോടി അകത്തു പോയി കൈയൊക്കെ കഴുകി ചെരുപ്പൊക്കെ ഊരിയിട്ട് അവർ പത്രം മേടിക്കാൻ വരുന്ന കാണുമ്പം ഞാനൊക്കെ അങ്ങ് ചെറുതായി പോകാറുടെ മുന്നിൽ ഭയങ്കര സന്തോഷം. അവരുടെ ആ ഒരു വിശ്വാസം കാണുമ്പോൾ, ഞാനൊരു ഈ വിശ്വാസത്തിൽ വളർന്നു വന്ന ആളായിട്ട് പോലും അവർ ചെയ്യുന്ന പോലെ ഒന്നും ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല. അപ്പം അതൊരു ഭയങ്കര സന്തോഷമാണ് പത്രം കൊടുക്കുമ്പോൾ. പിന്നെ അതുപോലെ കാശുരൂപം ചോദിക്കുന്നവരുണ്ട്, കാശുരൂപം കൊടുക്കും. പിന്നെ നമ്മൾ കാരുണ്യ പ്രവർത്തികളെന്ന് പറഞ്ഞാൽ കൂടുതൽ ഈ സോഷ്യൽ മീഡിയ വഴി കാണുന്ന ജെന്യുവിനായിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മൾ സഹായങ്ങൾ നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്യാറുണ്ട്. അതുപോലെ ഓൾഡ് ഏജ് ഹോമിൽ നമ്മുടെ സന്തോഷ അവസരങ്ങളിൽ അവരോടൊപ്പം ആക്കാൻ ശ്രമിക്കാറുണ്ട്. അവർക്ക് ഒരു നേരത്തെ ഫുഡും കാര്യങ്ങളും അവരോടൊപ്പം ഇരിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രമിക്കാറുണ്ട്. പിന്നെ പള്ളിയിൽ പോക്ക്, കുമ്പസാരം. പള്ളിയിൽ പോക്ക് എനിക്ക് 2 മക്കളാണുള്ളത്. നമ്മൾ ഒറ്റയ്ക്ക് താമസിക്കുന്നതുകൊണ്ട് എല്ലാ ദിവസമൊന്നും പറ്റത്തില്ല, പക്ഷേ മാക്സിമം പോകാൻ ശ്രമിക്കാറുണ്ട്. കുമ്പസാരമാണെങ്കിലും നമ്മളൊരു തെറ്റ് ചെയ്തു നമ്മളെ മനസ്സിനെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്ന അവസരങ്ങളെല്ലാം പോയി കുമ്പസാരിക്കാറുണ്ട്, ക്ഷമ പറയാറുണ്ട്. ഇതാണ് എൻ്റെ സാക്ഷ്യം. സങ്കീർത്തനങ്ങൾ 91:10 മുതലുള്ള വാക്യങ്ങൾ. നിനക്ക് ഒരു തിന്മയും ഭവിക്കുകയില്ല, ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല.
നിന്റെ വഴികളിൽ നിന്നെ കാത്തു പാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. പരിശുദ്ധ അമ്മയുടെയും പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് സ്റ്റെഫി സോബി വെള്ളയാംകുടി തൻ്റെ അനുഭവ സാക്ഷ്യം നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. ഈ മകളുടെ വാക്കുകൾ തന്നെ വ്യക്തമായിരുന്നു. ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുമ്പോൾ വലിയ താല്പര്യമൊന്നുമില്ലാതെ കൊണ്ടാണ് ഈ മകളെടുക്കുക. എന്നാൽ തുടർന്ന് ഉടമ്പടിയോട് ജീവിച്ചു തുടങ്ങുമ്പോഴും അതോടൊപ്പം തന്നെ തൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്ന ഒരു വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് പരിശുദ്ധ അമ്മയിലേക്ക് തന്നെ കൂടുതലായിട്ട് അടുപ്പിക്കുക. കാരണം രണ്ടാമത്തെ കുഞ്ഞിന് ജന്മം നൽകുമ്പോൾ ഒരു വലിയ റിസ്ക് ഫാക്ടറുള്ള ഒരു അമ്മയായിട്ടാണ് നിൽക്കുക. കാരണം കുഞ്ഞിന് ഉണ്ടാകാൻ സാധ്യതയുള്ള ഡൗൺ സിൻഡ്രോം എന്ന പോരായ്മകൾ, അതോടൊപ്പം തന്നെ 800-ൽ 1 എന്നുള്ള രീതിയിലും, അതുപോലെ തന്നെ ഉടമ്പടിയോട് ചേർന്ന് കൊണ്ട് കടന്നു പോകുമ്പോൾ അത് 250-ൽ 1 മാറ്റുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനെ തുടർന്ന് ഈ ഒരു പ്രഗ്നൻ്റ് സമയത്ത് കടന്നു പോകുമ്പോൾ പരിശുദ്ധ അമ്മയുടെ നിരവധിയായ വലിയൊരു അടയാളവും സംരക്ഷണവും. കാരണം കോട്ടയത്തേക്ക് ചെല്ലുമ്പോൾ അനുദിനം വ്യത്യസ്തങ്ങളായ ഡോക്ടർമാരെയാണ് കണ്ടുമുട്ടുക. എന്നാൽ ഇവിടെയൊക്കെ വ്യക്തിപരമായ പ്രാർത്ഥനയോടും അമ്മയോടും ചേർന്നുകൊണ്ട് ഒരു സാധാരണ ഹോസ്പിറ്റലിൽ തന്നെ ഈ അമ്മയെ കാണിക്കുവാനും, അതുപോലെ തന്നെ പരിശുദ്ധ അമ്മയുടെ ഒരടയാളത്തിലൂടെ തന്നെ ഈ മകൾക്ക് ഒരു കൃപാസന പദ്ധതിയിലൂടെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമൊക്കെ കാട്ടിക്കൊണ്ട് ഈ കുഞ്ഞിന് ജന്മം നൽകാനൊക്കെ ആയിട്ട് സാധിക്കുന്നുണ്ട്. വളരെ കൃപാമറിയമെന്ന പേര് നൽകിക്കൊണ്ട് ഈ മകൾക്ക് പേര് കൊടുക്കുകയും അതോടൊപ്പം തന്നെ പരിശുദ്ധ അമ്മയുടെ സംരക്ഷണയിൽ കുഞ്ഞിനെ ഒരു കുഴപ്പവും യാതൊരുവിധ ബുദ്ധിമുട്ടും കൂടാതെ കണ്ട് കുഞ്ഞിനെ പരിശുദ്ധ അമ്മ മാതാവ് നൽകി അനുഗ്രഹിക്കുകയും ചെയ്തു. കാരണം പല ഡോക്ടർമാരും പറയുന്നുണ്ടായി അബോർഷൻ ചെയ്യണമെന്ന്. കാരണം ഇപ്രകാരം പരിശുദ്ധ അമ്മയിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ വിശ്വസിച്ച് നിന്നുകൊണ്ട് തന്നെയാണ് അമ്മയോട് ഈ കുടുംബം ചേർന്ന് നിന്നത്. അത് പരിശുദ്ധ അമ്മ ഒരനുഗ്രഹമായിട്ട് ഈ കുഞ്ഞുമകളെ തിരിച്ചു നൽകുകയും പൂർണ്ണ ആരോഗ്യവതിയായിട്ട് തന്നെയാണ് പരിശുദ്ധ അമ്മ ഈ കുടുംബത്തെ അനുഗ്രഹിക്കുക ചെയ്തത്. അതോടൊപ്പം തന്നെ തനിക്ക് ഒരു ഭവനം വേണമെന്നുള്ളൊരാഗ്രഹം അത് പരിശുദ്ധ അമ്മയുടെ ഇടപെടലിലൂടെ അത് ദൈവിക സാന്നിധ്യമുള്ള ഒരു ഭവനമായിട്ടും ദേവാലയത്തിൽ അടുത്ത് തന്നെയാണെങ്കിലും ഒരു ദൈവിക അനുഭവത്തോടുകൂടി ജീവിക്കുവാനുള്ള ഒരു നല്ല ഭവനത്തെ അമ്മ മാതാവ് നൽകി അനുഗ്രഹിക്കുകയും ചെയ്തു. കൂടുതൽ വിശ്വാസത്തോട് വളരുവാനും അതോടൊപ്പം തന്നെ പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ഇനിയും ഈ കുടുംബത്തെ മാറ്റട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഒപ്പം ഇത് കേൾക്കുന്ന നമ്മൾ ഓരോരുത്തരുടെയും നിയോഗങ്ങളിലും ആവശ്യങ്ങളിലും പരിശുദ്ധ അമ്മ നമ്മളെയും പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ഉയർത്തട്ടെ എന്ന്. മെയിനായിട്ട് ഞാൻ സർവീസിലായിരുന്നു. അവിടുന്ന് റിട്ടയർഡ് ആയി കഴിഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത് എൻ്റെ പേരിന് വ്യത്യാസമുണ്ട്, എൻ്റെ ഭാര്യയുടെയും പേരിന് വ്യത്യാസമുണ്ടെന്ന്. അപ്പോൾ ഞാൻ ഒരുപാട് പരിശ്രമിച്ചു, ഒന്നും ശരിയായില്ല. പിന്നെ അവിടുന്ന് ഞാൻ ഇവിടെ വന്ന് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഉടമ്പടി എടുത്ത് ഞാൻ 3-4 മാസം വെയിറ്റ് ചെയ്തപ്പോൾ എനിക്ക് ആ പേരിൻ്റെ ക്ലിയറൻസ് മാറിക്കിട്ടി. അത് ഡിഫൻസ് സർവീസ് ആയതുകൊണ്ട് ഏറെ ബുദ്ധിമുട്ടായിരുന്നു. ഇവിടുന്ന് റെക്കോർഡ് സെക്ഷനിലെല്ലാം പോയി അത് അലഹബാദിൽ പോയി ക്ലിയർ ചെയ്ത് വരണം. അതിന് ഒരുപാട് താമസം എടുക്കേണ്ട ഒരു സംഗതിയായിരുന്നു. അത് എത്രയും പെട്ടെന്ന് ഒരു 3 മാസത്തിനുള്ളിൽ ക്ലിയറാക്കി കിട്ടുവാൻ സാധിച്ചു. ഒന്നാമത് അത്. രണ്ടാമത് എനിക്ക് സ്ട്രോക്ക് വന്നു. അതിൻ്റെ ഇടയ്ക്ക് സ്ട്രോക്ക് വന്നപ്പോൾ എനിക്ക് അമ്മയുടെ തൈലം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അമ്മയുടെ തൈലം പുരട്ടി ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചൊല്ലി എല്ലാം ജപമാല ചൊല്ലുകയും വേദപുസ്തകം വായിക്കുകയും എല്ലാം ചെയ്തു. അങ്ങനെ എനിക്ക് 3-4 ദിവസത്തിന് മുമ്പേ അത് റിക്കവറിയായി. ഞാൻ എങ്ങും പോയില്ല. ഞാൻ സ്വയമേ ദൈവത്തിൽ അർപ്പിച്ചു, മാതാവിൽ അർപ്പിച്ച് അങ്ങനെ മാതാവ് എനിക്ക് സൗഖ്യം തന്നു. കൂടാതെ ഞാൻ ഒരു 2 നിലയുടെ മുകളിൽ ടെറസിൽ നിന്നും ലൈറ്റ് റിപ്പയർ ചെയ്തുകൊണ്ട് ഇരുന്ന ആ സമയത്ത് ഞാൻ താഴെ വീണു. എൻ്റെ കാലിൻ്റെ പാദം മൊത്തം തവിട്ടുപൊടിയായി. ആ ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ വേണമെന്ന്. എനിക്ക് ശരിയായ ബോധമില്ല. 2ാമത്തെ ദിവസം എന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ട് കിടത്തുന്നു. ഡോക്ടർ പറയുന്നു, ഞാൻ ചോദിച്ചു എന്തിനാണ് ഇവിടെ കൊണ്ട് കിടത്തി? ഞാൻ ആദ്യം കരുതി എക്സ്റേ എടുക്കാനായിരിക്കുമെന്ന്.
പിന്നെ പറയുന്നില്ല നിങ്ങൾക്ക് ഓപ്പറേഷനാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് ഓപ്പറേഷനൊന്നും വേണ്ട, എനിക്ക് എൻ്റെ മാതാവ് കൂടെയുണ്ട്, അതുകൊണ്ട് എനിക്ക് ഓപ്പറേഷൻ്റെ ആവശ്യമില്ല, എന്നെ ഡിസ്ചാർജ് ചെയ്ത് വിടാമെന്ന് പറഞ്ഞു. അങ്ങനെ അവരെന്നെ ഡിസ്ചാർജ് ചെയ്ത് വിട്ടു. എഴുതി കൊടുക്കണമെന്ന് പറഞ്ഞു, എഴുതി കൊടുത്തു. ഞാനിവിടെ വന്നു കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥനയും എല്ലാമായിട്ട് കഴിഞ്ഞു. ബെഡിലിരുന്നു, ബെഡിൽ തന്നെ കിടപ്പാണ്. അപ്പോൾ തന്നെ ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ജപമാലയും വേദപുസ്തകവും എല്ലാം ഡിപ്പെൻഡ് ചെയ്ത് എനിക്ക് തൈലം പുരട്ടി എല്ലാം കഴിഞ്ഞപ്പോൾ എനിക്ക് കാലിന് നടക്കാൻ ചെറിയ ആശ്വാസമായി. അങ്ങനെ ഞാൻ ഒരു പ്ലാസ്റ്റർ ഇടണമെന്ന് ഡോക്ടർ പറഞ്ഞു, അതെങ്കിലും ഇടുമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു പ്ലാസ്റ്റർ ഇട്ടു കാലിന്. ഇട്ട് ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ ഞാനിവിടെ വന്നു, നടന്നിവിടെ വന്നു. അന്ന് എനിക്ക് സാക്ഷ്യം പറയാൻ ചാൻസ് കിട്ടിയില്ല, അന്ന് കൂടുതൽ തിരക്കായിരുന്നു. അത് കാരണം കൊണ്ട് എനിക്ക് ഇതിൻ്റെ സാക്ഷ്യം പറയുവാൻ ചാൻസ് കിട്ടിയില്ല. ഞാൻ അങ്ങനെ വിട്ടുപോയി. ഇപ്പോഴാണ് എനിക്ക് അവസരം കിട്ടിയത്. ഞാൻ വന്ന് അമ്മയുടെ നാമത്തിൽ സാക്ഷ്യം പറയുന്നത്. പ്രേക്ഷിത പ്രവർത്തനത്തിന് ഞാൻ പത്രങ്ങൾ കൊടുക്കാറുണ്ടായിരുന്നു. അത് റോഡുകളിലും എൻ്റെ ഒരു വൃദ്ധസദനമുണ്ട്, ആ വൃദ്ധസദനത്തിലുമൊക്കെ ആയിട്ട് ഞാൻ വരുന്ന ആൾക്കാർക്കെല്ലാം കൊടുത്ത് ഇത് അമ്മയുടെ വിവരങ്ങളെല്ലാം കാര്യങ്ങളെല്ലാം പറയുമായിരുന്നു. ആളുകൾ കൂടുതൽ ഞാൻ അമ്മയിലേക്ക് ആകർഷിക്കുവാൻ ഞാൻ പ്രേരിപ്പിക്കുമായിരുന്നു. കൂടാതെ എനിക്ക് സ്വന്തമായിട്ട് ഒരു വൃദ്ധസദനമുണ്ട്. ആ വൃദ്ധസദനത്തിൽ ഒരു 10-12 പ്രായമായ അച്ഛന്മാർ ഉണ്ട്. അവരെ ഞാൻ മക്കളില്ലാത്തവരാണ്. അവരെ ഞാൻ എൻ്റെ പെൻഷനിൽ നിന്ന് കിട്ടുന്ന ആദായവും അല്ലാത്ത മറ്റാൾക്കാർ ചെയ്ത് സഹായിക്കുന്ന ആദായവും എല്ലാം കൂടെ വെച്ചിട്ട് ഞാൻ അവരെ പോറ്റുന്നുണ്ട്. ആത്മീയമായിട്ട് ഞാൻ എന്നും വേദപുസ്തകം വായിക്കും. പിന്നെ എല്ലാ പള്ളിയിലും പോവും, എല്ലാ സഭയിലും പോയി പ്രാർത്ഥിക്കും, എല്ലാം ചെയ്യും. എല്ലാം അമ്മേനി സഹായത്തിനായി കൂടെയുണ്ട്. ജപമാല ചൊല്ലും, പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഡെയിലി രാവിലെയും വൈകിട്ടും എല്ലാം ചൊല്ലുന്നുണ്ട്. വേദപുസ്തകം വായിക്കുന്നുണ്ട്. പിന്നെ കൂടാതെ ഞാൻ സങ്കീർത്തനം 1, 23, 51, 91, 121 ഡെയിലി വായിക്കാറുണ്ട്. അത് 2 നേരം വായിച്ചിട്ടാണ് കിടക്കുന്നത്. അമ്മയുടെ സംരക്ഷണത്താൽ ഞങ്ങൾ 2 പേരും, ഞങ്ങൾക്ക് മക്കൾ ഒന്നും കൂടെ ഇല്ല, മക്കൾ എല്ലാം ദൂരെയാണ്. ഇപ്പം ഞങ്ങൾക്ക് സാക്ഷ്യം അതിൻ്റെ പിന്നെ പറയുന്നതാണ്. എൻ്റെ പേര് ഗീത എന്നാണ്. 2025 എൻ്റെ ഭർത്താവിന് വീണ്ടും കാലിന് വയ്യാതെ വന്നു നേരത്ത് ഞങ്ങൾക്ക് പരസഹായം ആരുമില്ല. എൻ്റെ അമ്മയും തിരുവുമാരനുമല്ലാതെ ഞങ്ങൾക്ക് ആരുമില്ലായിരുന്നു. ഞാൻ എവിടെയെങ്കിലും ആശുപത്രിയിൽ പോകണമെങ്കിൽ തന്നെ ഈ വണ്ടി കൊണ്ടുവന്ന് റോഡെ നിർത്തിയിട്ട് വേണം ഓട്ടോടകത്ത് കൊണ്ടുപോകാൻ. അങ്ങനെ ആരുമില്ലാതെ ഇരുന്ന സമയത്തും എൻ്റെ ദൈവം ഞങ്ങൾക്ക് എൻ്റെ അമ്മ ഒരു ദൂതനെ അയച്ചു. അങ്ങനെ എൻ്റെ ഭർത്താവിനെയും കൊണ്ട് ആശുപത്രി ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇനി അവർക്ക് രോഗമൊന്നും അറിയാൻ വയ്യ, വെരിക്കോസിൻ്റെതാണ്, എന്തൊക്കെയാണെന്നൊക്കെ കുറേയൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണം കാലിൻ്റെ ഭാഗത്തെ. അപ്പോൾ പിന്നെ നടക്കുവാന്ന് തന്നെ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, ഓപ്പറേഷൻ ചെയ്യേണ്ട, എൻ്റെ അമ്മ ഞങ്ങൾക്ക് സൗഖ്യം തരും, ഇത്രയൊക്കെ അമ്മ കാത്തു പരിപാലിക്കാമെങ്കിൽ ഇനിയും അന്ത്യത്തോളം ഞങ്ങളെ ചേർത്ത് പിടിക്കുവാൻ അമ്മ ഞങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഡോക്ടർ ചോദിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഞാൻ കൃപാസനത്തിലേക്ക് പോകുന്നതാണ്, അതുകൊണ്ട് എൻ്റെ അമ്മ ഞങ്ങളുടെ കൂടെ ഉണ്ട്. അങ്ങനെ സൈൻ ചെയ്ത് കൊടുക്കണം, എഴുതി കൊടുക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഡിസ്ചാർജായി ഞങ്ങൾ വീട്ടിൽ വന്നു. 2-3 ആഴ്ച എൻ്റെ ഭർത്താവ് കട്ടിലെ തന്നെ കിടപ്പായിരുന്നു. പരസഹായത്തിന് എൻ്റെ അമ്മയല്ലാതെ ഞങ്ങൾക്ക് ആരുമില്ലായിരുന്നു. പിന്നെ ഞാൻ തന്നെ ചെയ്യണം, എല്ലാം പൊക്കിയെടുക്കാനും ബാത്റൂമിൽ കൊണ്ടുപോകാനും എല്ലാത്തിനും ഞാൻ തന്നെ ഉള്ളു. എൻ്റെ അമ്മ എനിക്ക് ബലം തന്നു. എൻ്റെ ഭർത്താവ് അവിടെയും ഓപ്പറേഷൻ ഇല്ലാതെ എൻ്റെ ഭർത്താവിനെ സൗഖ്യമാക്കി. ഇനിയും ഞങ്ങൾ തുടർന്നുള്ള കാലങ്ങളിൽ അമ്മയുടെ സന്നിധിയിൽ വരുവാനും പ്രാർത്ഥിക്കുവാനും അമ്മ ഞങ്ങൾക്ക് ബലം തരണമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യം നിർത്തുന്നു.
ദൈവമേ, എൻ്റെ നിലവിളി കേൾക്കണമേ, എൻ്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. ഹൃദയം തകർന്ന ഞാൻ ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് അവിടുത്തോട് വിളിച്ചപേക്ഷിക്കുന്നു. എനിക്ക് അപ്രാപ്യമായ പാറയിൽ എന്നെ കയറ്റി നിർത്തണമേ. സങ്കീർത്തനം 61:1-2 വചനങ്ങളാണ്. ഉടമ്പടിയിലായിരിക്കുമ്പോൾ നമ്മുടെ നിലവിളി കേൾക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ഉറച്ച വിശ്വാസമാണ്. ഹൃദയം തകർന്ന ഞാൻ ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് അവിടുത്തോട് വിളിച്ചപേക്ഷിച്ചു. എനിക്ക് അപ്രാപ്യമായ പാറയിൽ എന്നെ കയറ്റി നിർത്തണമേ എന്ന് ഈ സങ്കീർത്തനത്തിൽ കേട്ട പോലെയാണ്. ഈ സഹോദരങ്ങളെ പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ പ്രാർത്ഥന കേൾക്കുകയും അപ്രാപ്യമായ പാറയിൽ കയറ്റി നിർത്തിയ ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യവും അനുഭവിച്ചറിഞ്ഞ സ്നേഹവുമാണ് ഇന്ന് നമ്മളോട് പങ്കുവെക്കുന്നത്. പാറ എന്നത് ദൈവത്തിൻ്റെ ഉറച്ച സംരക്ഷണമാണ്, ശക്തിയാണ്, ദൈവത്തിൻ്റെ ആ കൂടെയുള്ള ധൈര്യമാണ് സൂചിപ്പിക്കുന്നത്. സ്വന്തം ശക്തി കൊണ്ട് പ്രശ്നങ്ങളെ അതിജീവിക്കാൻ കഴിയാത്തപ്പോൾ ഉടമ്പടിയിൽ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്, ദൈവത്തിൻ്റെ കൃപയാലാണ് നമ്മുടെ അസാധ്യമായ കാര്യങ്ങൾ സാധ്യമാക്കി തരുന്ന ആ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ചറിയാൻ സാധിക്കുന്നത്. ദൈവം ഉടമ്പടിയിലൂടെ നമ്മെ ഓരോരുത്തരെ സുരക്ഷിതമായ സ്ഥാനത്തേക്കാണ് ഉയർത്തി നയിക്കുന്നത്. നമ്മുടെ ബലഹീനതയിൽ നമ്മുടെ ബലം ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ആ ദൈവ സാന്നിധ്യമാണ് നമുക്ക് ധൈര്യവും ശക്തിയും നൽകുന്നത്. ദൈവത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ പാറമേൽ ഉറച്ചു നിൽക്കാനുള്ള കൃപയ്ക്കായി നമുക്കും പ്രാർത്ഥിക്കാം. രമേശ് ബാബുവിനും കുടുംബത്തിനും ലഭിച്ച ഈ വലിയ രോഗസൗഖ്യങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക്. ഞാൻ ട്രിവാൻഡ്രത്ത് നിന്നാണ് വരുന്നത്. ഇത് എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് സാക്ഷ്യം പറയാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. 2021 കോവിഡിൻ്റെ വാക്സിൻ എടുത്താണ് എൻ്റെ കുഞ്ഞ്. BHMന് പഠിക്കുന്ന സ്റ്റുഡൻ്റ് ആയിരുന്നു അവൾ. വാക്സിൻ എടുത്ത് 2 ദിവസം കഴിഞ്ഞപ്പോൾ അവളുടെ ബ്രെയിനിൽ ഇൻഫെക്ഷൻ ഉണ്ടായി. ആ ഇൻഫെക്ഷൻ്റെ ഫലമായിട്ട് അവളുടെ എക്സാം എഴുതിക്കൊണ്ടിരുന്ന എക്സാം ഹാളിൽ അവൾ തളർന്ന് വീണ് സംസാരശേഷിയും പോയി, ഒരു സൈഡ് പാരലൈസ്ഡും ആയിപ്പോയി. അവിടെ നിന്നിട്ട് നേരെ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയപ്പോൾ അവർ പറഞ്ഞു ഈ ലക്ഷക്കണക്കിന് ആൾക്കാരിൽ വരുന്ന ഒരുതരം ഗ്ലയോബ്ലാസ്റ്റോമ എന്ന് പറയുന്ന ഗ്രേഡ് 4ൽപ്പെട്ട 4th സ്റ്റേജിൽപ്പെട്ട ട്യൂമർ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഡോക്ടേഴ്സ്മാരെല്ലാം പറഞ്ഞു പ്രതീക്ഷിക്കണ്ട, ഇനി കുഞ്ഞിനെക്കുറിച്ച് നിങ്ങൾ പ്രതീക്ഷിക്കുകയൊന്നും വേണ്ട, നിങ്ങൾക്ക് ഈ ഒരു അസുഖത്തിന് 1 വർഷം മാത്രമേ കാലാവധി ഉള്ളൂ, അതിനപ്പുറം ഈ കുഞ്ഞ് ജീവിച്ചിരിക്കത്തില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് അവർ ബയോപ്സി എടുത്തിട്ട് നേരെ ഞങ്ങൾ ആ ഹോസ്പിറ്റലിൽ നിന്ന് ആ സമയത്തൊരു 49,000 രൂപ കൊടുത്ത് മോൾക്കൊരു കീമോ കൊടുത്തായിരുന്നു. ആ കീമോയിൽ അവളുടെ മൊത്തത്തിലുള്ള സംസാരശേഷി നഷ്ടപ്പെട്ടു പോയി. അവിടുന്ന് ഞങ്ങൾ ശ്രീചിത്ര ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിനകത്തുള്ള ശ്രീചിത്രയിൽ ന്യൂറോയിൽ കൊണ്ടുപോയപ്പോഴത്തേക്ക് അവർ പറഞ്ഞു ഈ ബയോപ്സി നോക്കട്ടെ, ഞങ്ങൾ ബയോപ്സി ഒന്ന് ചെക്ക് ചെയ്ത ശേഷം കുഞ്ഞിൻ്റെ കാര്യം പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ ബയോപ്സി നോക്കിയപ്പം പറഞ്ഞു ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, CNSനകത്താണ്, ഫുൾ നെർവ്സിനെയും കൺട്രോൾ ചെയ്യുന്നതിൻ്റെ അകത്താണ്, അപ്പോൾ കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞു. അവിടുന്ന് ഞങ്ങളെ RCCയിലേക്ക് വിട്ടു. RCC പോയപ്പോൾ ഡോക്ടർ എന്നെ വിളിച്ച് അടുത്തിരുത്തിയിട്ട് പറഞ്ഞു അമ്മേ ഈ അസുഖത്തിൻ്റെ സീരിയസ് മനസ്സിലാക്കണം, ഞങ്ങൾ ഈ ഡോക്ടേഴ്സ്മാർക്ക് ഞങ്ങൾക്ക് നേരെ നിങ്ങളോട് ഇത് തുറന്നു പറഞ്ഞേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ പിടിച്ചടുത്തിരുത്തിയിട്ട് ഡോക്ടർ പറഞ്ഞു ഇന്ന കുഴപ്പങ്ങൾ ഈ അസുഖത്തിനുണ്ട്, ഈ അസുഖം വന്നവരാരും അധികം ജീവിച്ചിരുന്നിട്ടില്ല, അപ്പോൾ ഞങ്ങൾ സർജറി ചെയ്യാൻ പറ്റുമെങ്കിൽ ഞങ്ങൾ സർജറി ചെയ്യും, പക്ഷെ നിങ്ങൾ ഗ്യാരണ്ടി ഒന്നും ഈ കാര്യത്തിൽ ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർ വന്ന് ബയോപ്സിയുടെ റിസൾട്ട് എല്ലാം നോക്കിയിട്ട് പറഞ്ഞു സർജറി ചെയ്യാൻ, അവിടെയും അത് തന്നെ പറഞ്ഞ് സർജറി ചെയ്യാൻ പറ്റില്ല, നമുക്ക് റേഡിയേഷനും കീമോയിലും കൂടി നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ 33 റേഡിയേഷനും 95 കീമോ 1 വയലും ബാക്കിയെല്ലാം ടാബ്ലറ്റുമായിട്ടാണ് കുഞ്ഞിന് കൊടുത്തത്. അപ്പം ഏകദേശം അവൾക്ക് ഇത്രയും ഭാഗം തന്നെ മുടിയുണ്ടായിരുന്നു. അപ്പം ഈ കുഞ്ഞിനെ അവിടെ മുട്ടയടിച്ചിട്ടേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അവളെ ഏറ്റവും വലിയൊരു വീക്ക്നെസ് എന്ന് പറയുന്നത് മുടിയായിരുന്നു. അപ്പോൾ ഈ ബാർബർ ഷോപ്പിൽ നിന്ന് ആളെ വിളിച്ചപ്പോൾ അയാൾക്കും വെട്ടാനൊരു സങ്കടം. അയാളിങ്ങനെ മെടഞ്ഞിട്ട മുടിയെ അറുത്ത് ഫുള്ളായിട്ട് എടുത്തിട്ട് പിന്നെ അവൾക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. അവളുടെ മുടി പോയപ്പോൾ അവളുടെ ഏറ്റവും സങ്കടം, അവൾ കരഞ്ഞത് തന്നെ അവളുടെ മുടി പോയതിലായിരുന്നു ഏറ്റവും കൂടുതൽ. ഇത്രയും കീമോയും റേഡിയേഷനും ഒക്കെ എടുത്തെങ്കിലും അവൾക്ക് സഹിക്കാവുന്നതിനപ്പുറമായിരുന്നു ഈ മുടി മുറിച്ച് മാറ്റുക എന്ന് വെച്ചാൽ. അപ്പോൾ ഞാൻ പല സ്ഥലത്തും പോയപ്പം പറഞ്ഞു ഇനി കുഞ്ഞ് ഇരിക്കത്തില്ല, നിങ്ങൾക്ക് കിട്ടത്തില്ല, കോമയിൽ കിടക്കുന്ന ഒരു കുഞ്ഞിനെയാണോ നിങ്ങൾക്ക് ആവശ്യം. എല്ലാവരും മനസ്സ് എത്രത്തോളം നമ്മളെ മരവിപ്പിക്കുന്ന രീതിയിലായിരുന്നു അവരുടെയൊക്കെ സംസാരം. കിട്ടത്തില്ല, കുഞ്ഞിനെ കിട്ടത്തില്ല. ഒരു അമ്മയ്ക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് സ്വന്തം കുഞ്ഞിനെ കിട്ടില്ല എന്ന് ആര് പറഞ്ഞാലും ശരി തന്നെ, ഒരു ഡോക്ടറായാലും ശരി, മറ്റുള്ളവർ പറഞ്ഞാൽ നമ്മൾ ഇത്രയും വളർത്തി പളുങ്കുപോലെ ഇത്രയും വലുതാക്കി കൊണ്ടുവന്നിട്ട് നമ്മുടെ മുന്നിൽ നമ്മുടെ കുഞ്ഞിനെ കിട്ടില്ല എന്ന് പറയുമ്പം ഒരിക്കലും ഒരു അമ്മയ്ക്ക് സഹിക്കാൻ പറ്റാവുന്നതിന് അപ്പുറമായിരുന്നു.
ആ സംസാരത്തിൽ നിന്നിട്ടാണ് എൻ്റെ കുറേ ഫ്രണ്ട്സും, മോള് ഭയങ്കര ക്രിസ്ത്യൻ വിശ്വാസിയായിരുന്നു, അവൾ പഠിച്ചത് ക്രിസ്ത്യൻ കോളേജിലുമായിരുന്നു. അപ്പോൾ അവൾ ഈ മൊബൈൽ എടുത്ത് വെച്ചിട്ട് ഫുൾ ടൈം കർത്താവിനെ ഇങ്ങനെ മനമുരുക്കി പ്രാർത്ഥിക്കുമായിരുന്നു. അമ്മയുടെ അടുത്ത് കൃപാസനത്തിലെ അമ്മയെ ഞങ്ങൾ ഈ യൂട്യൂബിൽ കൂടിയാണ് കണ്ട് മനസ്സിലാക്കുന്നതും പ്രാർത്ഥിക്കുന്നതും മൊത്തവും കർത്താവിനെ വിളിച്ചിട്ടാണ് അവളുടെ പ്രാർത്ഥന ഫുൾ ടൈം. അങ്ങനെ ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, മോളെയും കൊണ്ട് നമുക്ക് പള്ളികളിൽ കൊണ്ടുപോകാം. അങ്ങനെ ഞാൻ മോളെയും ഈ തളർന്നു കിടക്കുന്ന കുഞ്ഞിനെ എടുത്ത് കാറിനുള്ളിൽ ഇരുത്തി ഞങ്ങൾ പള്ളികളിൽ പോയി. പള്ളിയിൽ പോകുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഈ കുഞ്ഞിനെ കാണുമ്പോൾ തന്നെ എല്ലാ അച്ഛന്മാരും വന്നിട്ട് മോളുടെ തലയിൽ തൊട്ട് അനുഗ്രഹിച്ചിട്ട് പറയും, ഒന്നും വരത്തില്ല മോളെ, നിനക്കൊന്നും വരില്ല, നീ പെട്ടെന്ന് റിക്കവറായി വരും. അവരുടെ ആ വാക്കുകളിലാണ് ശരിക്കും ഞാൻ ഏറ്റവും കൂടുതൽ മുറുകി പിടിച്ചിരുന്നത്. പിന്നെ കിട്ടുന്ന സമയം മൊത്തം ഞങ്ങൾ പള്ളിയിൽ പോയി അവിടെ ചെന്നിരുന്ന് പ്രാർത്ഥിക്കാൻ അറിയില്ല, എന്നാലും നമ്മുടെ രീതിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കും, എൻ്റെ കുഞ്ഞിനെ തിരിച്ചു തരണം എന്ന്. അങ്ങനെ കോവിഡ് സമയമായതുകൊണ്ട് ഞങ്ങൾ ഓൺലൈൻ വഴി ഉടമ്പടി എടുത്തായിരുന്നു കുഞ്ഞിന് വേണ്ടിയിട്ട്. അപ്പം എന്നിട്ട് ഞങ്ങൾ കൃപാസനത്തിൽ 2022 നവംബറിൽ ഇവിടെ കൊണ്ടുവന്നായിരുന്നു 12-ന്. കഴിഞ്ഞ നവംബർ മാസം 12-ാം തീയതി ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നു. അതിനു മുമ്പേ മോളുടെ MRI സ്കാൻ എടുത്തായിരുന്നു. ഒന്നാമത്തെ സ്കാനിങ്ങിൽ അവർ പറഞ്ഞു രക്ഷപ്പെടുത്താൻ പറ്റില്ല. രണ്ടാമത്തെ സ്കാനിങ്ങിലും അതേ സ്റ്റേജ് തന്നെയായിരുന്നു. മൂന്നാമത്തെ സ്കാനിങ്ങിന് പോയപ്പോൾ അവർ പറഞ്ഞു തല ഫുള്ള് സ്പ്രെഡായി, ഇനി നിങ്ങളിതിനെ പ്രതീക്ഷിക്കരുതെന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ കുഞ്ഞിന് ഉണ്ടെങ്കിൽ സാധിച്ചു കൊടുത്തേക്കണം. അപ്പോൾ ഒരു രാത്രി ഒരു 2:30 മണിയാകുമ്പോൾ എനിക്ക് ഉറക്കമില്ല, ഏത് നിമിഷവും എൻ്റെ കണ്ണിന് മുന്നിൽ സാധിക്കും. അപ്പോൾ ഞാൻ ഈ ഉണർന്നിരുന്ന് ഇങ്ങനെ കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കും. എന്നിട്ട് അവളുടെ നെഞ്ചിലിങ്ങനെ കൈവയ്ക്കും, ജീവനുണ്ടോ എന്നുള്ളൊരു വെപ്രാളം കാരണം ഞാനിങ്ങനെ ഉണർന്നിരിക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് രാത്രി ഒരു 2:30 മണിയപ്പോൾ എന്നോട് എണീച്ചിട്ട് പറഞ്ഞു, അമ്മ നമുക്ക് ഇവിടുന്ന് ഒന്ന് മാറാമോ, ഈ വീട്ടിൽ നിന്ന് ഒന്ന് മാറാമോ എന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു, മക്കളെ ഇത്ര പെട്ടെന്ന് നീ എന്നോട് ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ എവിടെ പോയി വേറെ പെട്ടെന്ന് മാറും, എന്താണെന്നറിയില്ല. പിറ്റേ ദിവസം തന്നെ ഡോക്ടർ പറഞ്ഞതാണ്, എന്താണോ ആഗ്രഹം, വലിയ ആഗ്രഹങ്ങളല്ല ഡോക്ടർ സാധിച്ചു കൊടുക്കാൻ പറഞ്ഞത്, എങ്കിൽ പോലും ഒരു അമ്മയെ കൊണ്ട് സാധിച്ചു കൊടുക്കാൻ പറ്റുന്ന കുറച്ച് ആഗ്രഹങ്ങളുണ്ടല്ലോ. ഞാൻ ഒന്നും ചിന്തിച്ചില്ല. മാർച്ച് മാസം 3-ാം തീയതി അത് എൻ്റെ വീടിന് സമീപത്ത് തന്നെ ഏകദേശം ഒരു 5-10 മിനിറ്റ് നടന്നു പോകുന്ന സ്ഥലത്ത് പോയി ഞാനൊരു 5.25 സെൻറ്റ് മേടിച്ചു. പക്ഷേ എനിക്കിനി ഭൂമിയിൽ വേറൊന്നുമില്ല, ഞാനീ സമ്പാദിക്കുന്നതൊന്നും എൻ്റെതല്ല, എൻ്റെ പിള്ളേരുടെ ആഗ്രഹം മാത്രം എനിക്ക് സാധിച്ചു കൊടുക്കണം. ഞാനൊരു 5.25 സെൻറ്റ് സ്ഥലം മേടിച്ചു. ഒറ്റ മനുഷ്യൻ പറഞ്ഞില്ല. രാവിലെ RCC പോവും, റേഡിയേഷൻ എടുക്കും, തിരിച്ചു വരും. ഈ വസ്തുവിൽ ഒരു പ്ലാൻ വരച്ചു, ഓൺലൈൻ വഴി ഫ്രണ്ട്സിനോട് പറഞ്ഞു, അവർ സാങ്ഷൻ മേടിച്ചു തന്നു. ഇവളെ കൊണ്ടുവന്ന് വീട്ടിൽ നിന്ന് റേഡിയേഷൻ കഴിഞ്ഞ് കൊണ്ടിരുത്തിയിട്ട് ഞാൻ ആ വസ്തുവിൽ മേസ്ത്രിമാരെ വിളിച്ച് പണിക്കാരെ വെച്ച് ഞാൻ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ ഏത് ദിക്കിൽ ഏത് കോർണറിൽ നിന്നാലും എൻ്റെ കുഞ്ഞിനെ കാണുന്ന രീതിയിൽ ഞാനൊരു വീട് മാർച്ച് 3-ാം തീയതി പണി തുടങ്ങി. ജൂൺ 19-ന് ഞാൻ ആ വീട്ടിനകത്ത് എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് കയറി. ആ വീട് പണിയുന്ന സമയത്ത് മേസ്ത്രിമാർ ക്രിസ്ത്യൻസ് ആയിരുന്നു. അവരോട് പറഞ്ഞു, ആരും കാണണ്ട, ഞാൻ ഈ തരുന്ന കുരിശല്ല എൻ്റെ ഈ വീട്ടിനകത്ത് ഇട്ടേക്കണമെന്ന്. അവരതുപോലെ അനുസരിച്ച് കുഞ്ഞ് എവിടെ ഇരുന്നാലും കാണുന്ന രീതിയിലൊരു പ്ലാൻ ഞാൻ പൂർത്തിയാക്കി. അടുത്ത ഓഗസ്റ്റ് 17-നാണ് എൻ്റെ മോളുടെ സ്കാനിങ്. അതിനു മുമ്പേ എൻ്റെ ഈ കുഞ്ഞിനെ വീട്ടിനകത്ത് കൊണ്ട് കയറ്റണം. എന്ത് ചെയ്യാം? അപ്പോൾ മേസ്ത്രിമാർ എൻ്റെ കൂടെ രാവും പകലും ഇല്ലാതെ നിന്ന് ഒറ്റ മനുഷ്യരറിയാതെ ഞാനൊരു വീട് പൂർത്തിയാച്ചു. എൻ്റെ റിലേറ്റീവ്സോ എൻ്റെ ബ്രദറോ എൻ്റെ ഒറ്റ മനുഷ്യരും അറിയില്ല, എൻ്റെ കൂട്ടുകാരും എൻ്റെ തൊട്ടടുത്തിരിക്കുന്ന നെയ്ബേഴ്സ് പോലും അറിയാതെ ഞാനൊരു വീട് പൂർത്തിയാക്കിയിട്ട് കുഞ്ഞിനെ കൊണ്ട് കയറിയിട്ടാണ് ഞാൻ എല്ലാവരോടും പറഞ്ഞു ഞാനിങ്ങനെ വീട് മാറിയെന്ന്. കാരണം ഞാൻ ആ സമയത്ത് ഒരു വീട് വയ്ക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും എന്നെ സമ്മതിക്കത്തില്ല. കുഞ്ഞിൻ്റെ കാര്യമാണോ നിനക്ക് വലുത്, നിനക്ക് വീടാണോ ആവശ്യമെന്ന് അവരെല്ലാവരും ചോദിക്കത്തുള്ളൂ. പക്ഷേ എൻ്റെ മനസ്സിനകത്ത് എൻ്റെ കുഞ്ഞിൻ്റെ ആഗ്രഹമാണ് എനിക്ക് വലുതായിരുന്നത്. അപ്പം ഞാൻ പൂർത്തിയാക്കി ആ വീട്ടിൽ പോയി. ആ വീട്ടിൽ ചെന്ന് കയറിയ ശേഷം 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ മോൾക്ക് ഭയങ്കരമായിട്ടുള്ളൊരു മാറ്റം. അപ്പം മുന്നത്തെ സ്കാനിൽ ഫുൾ തലയിൽ സ്പ്രെഡായി കഴിഞ്ഞു എന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത്. പിന്നെ അവളുടെ മാറ്റങ്ങൾ എനിക്ക് ഭയങ്കരമായിട്ട് തോന്നി. ഞാൻ പിന്നെ ഡോക്ടേഴ്സ് തന്ന മരുന്നിൽ നിന്ന്, അതിപ്പോൾ ഇവിടെ പറയാമോന്നറിയില്ല, കുറച്ച് ടാബ്ലറ്റ് ഡോസിനെ ഞാൻ മാറ്റി കുറച്ച് കൊടുത്തു. ഞാനൊരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ എനിക്ക് കുറച്ചൊക്കെ മെഡിസിൻസിനെ കുറിച്ചൊക്കെ ചെറുതായിട്ടൊക്കെ കാര്യങ്ങൾ അറിയാമായിരുന്നു. ആ മെഡിസിൻസിൽ നിന്ന് ഡോസ് കുറച്ച് മാറ്റിയിട്ട് ഞാൻ മോളെ ആ വീട്ടിലിരുത്തി തന്നെ ഞങ്ങൾ പ്രാർത്ഥന 24 hours പ്രാർത്ഥനയും കാര്യമായിട്ട് നടന്നു. എൻ്റെ ഫ്രണ്ട്സിനോട് എല്ലാവരോടും പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ ഓഗസ്റ്റ് 17-ാം തീയതിയുടെ MRI എടുക്കാൻ പോയി. MRI എടുക്കാൻ പോയപ്പോൾ ഡോക്ടേഴ്സ്മാർ പറഞ്ഞു MRIയിൽ ആ സ്പ്രെഡായ സ്ഥലത്ത് ഒരു പഴയ ഓപ്പറേഷൻ ചെയ്ത റിപ്പോർട്ട്സ് ഉണ്ടെങ്കിൽ കൊണ്ടുവരണമെന്ന് പറഞ്ഞു. പക്ഷേ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റാത്ത സ്റ്റേജ് ആയിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഡോക്ടർ ഞാൻ മോൾക്ക് സർജറി ഒന്നും കഴിഞ്ഞിട്ടില്ല. പറഞ്ഞു എല്ലാ പഴയ റിപ്പോർട്ട്സുമായിട്ട് ഇപ്പം എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ വരണമെന്ന് പറഞ്ഞു. ഞാൻ ആ ഹോസ്പിറ്റലിൽ റിപ്പോർട്ടുമായി പോയപ്പോൾ റേഡിയോളജിസ്റ്റ് പറഞ്ഞു
പഴയ MRIയും ഈ MRIയും തമ്മിൽ നോക്കിയിട്ട് ഒന്നും ഇതിൽ കാണുന്നില്ല. നിങ്ങൾ ഡോക്ടറെ അടുത്ത് പോവാൻ. ഞാൻ സത്യത്തിൽ ഞാനിങ്ങനെ വണ്ടി ഓടിച്ച് പോകണമെങ്കിൽ എൻ്റെ മനസ്സിൽ വിചാരം ഞാൻ ഏതെങ്കിലും ബസ്സിൻ്റെ അടിയിലാവും. ഈ റിപ്പോർട്ട് അറിയുന്നതുകൊണ്ട് ഞാൻ ഏതെങ്കിലും ബസ്സിൻ്റെ അടിയിലാവും, ഞാൻ മരിക്കും. എനിക്ക് അത് മാത്രം, എനിക്ക് കയ്യോ കാലോ വിറയ്ക്കുന്നു. ആരും കൂടെയില്ല. ഞാൻ ആരോടും പറഞ്ഞില്ല. കൂട്ടിന് എല്ലാവരും വരും, പക്ഷെ ഞാൻ ആരോടും പറഞ്ഞില്ല. റിപ്പോർട്ടിൽ എന്താണെന്ന് ഞാൻ മാത്രം അറിഞ്ഞാൽ മതി, മറ്റുള്ളവരെ വേദനിപ്പിക്കരുത് എന്നൊരു ചിന്ത മാത്രമേ എൻ്റെ മനസ്സിനകത്ത് ഉണ്ടായിരുന്നുള്ളൂ. പോയി റിപ്പോർട്ട് അറിഞ്ഞപ്പോൾ പിന്നെ സന്തോഷമാണോ എനിക്കെന്താണെന്നറിയില്ല. ഞാൻ എൻ്റെ തിരിച്ച് വീട്ടിൽ വന്ന് കർത്താവിനോട് നന്ദി പറഞ്ഞു. നന്ദി പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നതിന്. ഓഗസ്റ്റ് 17 ആയിരുന്നു 4ാമത്തെ സ്കാനിങ്. നവംബർ 12 ഞങ്ങൾ ഇവിടെ വന്നു. അമ്മയോട് കരഞ്ഞു പറഞ്ഞു. ഇവിടെ സത്യത്തിൽ ഞങ്ങൾ ഹിന്ദുക്കളല്ലേ, മാതാവിനെ എൻ്റെ കയ്യിൽ ഇവിടം വരെ കൊണ്ടെത്തിക്കാൻ തന്നെ എൻ്റെ കയ്യിൽ മാതാവിനെ കിട്ടി. പ്രാർത്ഥിച്ചു, അച്ഛനെ കണ്ടു. അച്ഛൻ മോളെ അനുഗ്രഹിച്ചു. മോൾ ഇവിടെ വന്ന് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു. അപ്പം ഞാനിവിടെ 6 നിയോഗം വെച്ചായിരുന്നു. ആ 6 നിയോഗത്തിലും ഇവിടുന്ന് പടി അവിടെ എത്തും മുമ്പേ ഒരു കാര്യം നടന്നു. ഫോണിൽ കൂടി ഒരു കാര്യം നടന്നു. പിന്നെ പോയിട്ട് 5 കാര്യം ഉണ്ടായിരുന്നു. മോളെ തൊഴിച്ച് 4 കാര്യം ഉണ്ടായിരുന്നു. ആ 4 കാര്യവും എന്നെ സംബന്ധിച്ച് പെട്ടെന്ന് തന്നെ നടന്നു. എനിക്കറിയില്ല, ഞാൻ ഇന്നും വിശ്വസിക്കുന്നത് എൻ്റെ അമ്മ എനിക്ക് തന്നൊരു എന്താ പറയണ്ട ഒരു ഭാഗ്യമാണ്. വലിയ വലിയ കാര്യങ്ങളൊന്നുമല്ല, എങ്കിൽ പോലും ആ വച്ച നിയോഗങ്ങളെല്ലാം നടന്നു. ലാസ്റ്റ് ഉള്ളതായിരുന്നു ഈ 8-ാം തീയതിയുള്ള MRI സ്കാൻ. ഈ MRI സ്കാനിങ്ങിന് ഡോക്ടറെ അടുത്ത് പോയി. റിസൾട്ട് 4 ദിവസം കഴിഞ്ഞാലേ MRIയുടെ റിപ്പോർട്ട് കിട്ടത്തുള്ളൂ. 3 ദിവസം ഇപ്പം ഞാൻ എല്ലാ സ്ഥലത്തു നിന്ന് റെക്കമെൻഡ് ചെയ്തു എൻ്റെ കുഞ്ഞിൻ്റെ റിപ്പോർട്ട് ഒന്ന് പെട്ടെന്ന് കിട്ടണേ, എനിക്കങ്ങ് ഇരിക്കാൻ വയ്യ, നിൽക്കാൻ വയ്യ, രാത്രിയിൽ ഉറക്കമില്ല, എനിക്ക് റിപ്പോർട്ട് കാണണം, എന്നെ എന്തായാലും മാതാവ് സഹായിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. എന്നാലും ഒരു അമ്മയുടെ വെപ്രാളം എല്ലാവർക്കും നിങ്ങൾക്കൊക്കെ മനസ്സിലാവില്ല, ഒരു അമ്മയുടെ വേദന എന്തായിരിക്കുന്നു. ആ റിപ്പോർട്ട് വെച്ച് ഡോക്ടറെ വിളിച്ചിട്ട് ഡോക്ടർ പറയാ റിപ്പോർട്ടിനുള്ളിൽ ഒന്നുമില്ല, ഇത്രയും വലിയൊരു ട്യൂമർ ഫുള്ള് സ്പ്രെഡായി എന്ന് പറഞ്ഞാൽ ആ ട്യൂമറിൻ്റെ സ്ഥാനത്ത് ഒരു വകയില്ല എന്ന് പറയുമ്പോൾ ആ നിമിഷം നമ്മൾ എന്താവും. എനിക്ക് അമ്മയോട് എത്ര പറഞ്ഞിട്ടും തീരുന്നില്ല. നിങ്ങളോട് ഞാൻ ഈ സാക്ഷ്യം, ഞങ്ങൾ ഹിന്ദുക്കളാണ്, സാക്ഷ്യം പറയാൻ പോകരുത്, യൂട്യൂബിൽ ഇത് കാണും, ഇത് കണ്ടാൽ വലിയ പ്രശ്നമാവും, അങ്ങനെ എല്ലാവരും എന്നോട് പറഞ്ഞു സാക്ഷ്യം പറയാമെന്ന് പോലും. പക്ഷെ ഞാൻ എൻ്റെ അമ്മയ്ക്ക് ഇവിടെ ഒരു വാക്ക് കൊടുത്തിട്ടാണ് ഇറങ്ങിപ്പോയത്. ഞാൻ ഈ കുഞ്ഞിനെ ഈ നടയിൽ കൊണ്ടിരുത്തി സാക്ഷ്യം പറയിപ്പിക്കും. ഏത് ജാതിയോ മതമോ അതിനപ്പുറം ദൈവം എന്ന് പറയുന്ന ഒരാൾ നമ്മുടെ കൂടെ ഉണ്ട്. അങ്ങനെ ഡോക്ടർ പറഞ്ഞു ഇനി മോൾക്ക് മരുന്ന് കഴിക്കണ്ട, മരുന്ന് നിങ്ങൾ കൊടുക്കണ്ട, ഒന്നും ചെയ്യേണ്ട, മോളെ കോളേജിൽ പഴയപടി വിട്ടോളാൻ. അപ്പം ഒരു സൈഡ് തളർന്ന്, സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കും, ഞാനായതുകൊണ്ടാണ് ഇന്നിവിടെ ജീവിച്ചിരിക്കുന്നത്. ഒരു ഡയപ്പർ മാത്രം, കുഞ്ഞിനാരെയും തിരിച്ചറിയാൻ അറിയത്തില്ലായിരുന്നു. ഒരു അമ്മയ്ക്ക് ഇത്രയും പ്രായമുള്ളൊരു കുഞ്ഞിനെ തൂക്കിയെടുത്ത് ബാത്റൂമിൽ കൊണ്ട്, ഒരു പെൺകുഞ്ഞല്ലേ, നമുക്ക് മാത്രം, സ്ത്രീകൾക്ക് മാത്രമല്ലേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ, ബാക്കി എല്ലാ കാര്യവും ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഞാൻ ഈ മോളെയും വെച്ചിട്ട് രാവും പകലും ഇല്ലാതെ ഞങ്ങൾ പ്രാർത്ഥന. മോള് പിന്നെ 24 hours അച്ഛൻ്റെ പ്രാർത്ഥന ഫുൾ ടൈം. അവൾക്ക് സംസാരിക്കാൻ പറ്റത്തില്ല, സംസാരം അന്നത്തോടെ പോയെങ്കിലും ഇപ്പം കുറേ അധികം സംസാരിക്കാൻ തുടങ്ങി. നടക്കാൻ അവൾ 5 പടിയൊക്കെ സുഖമായിട്ട് നടന്നു തുടങ്ങി. ഇനി മാതാവ് എൻ്റെ കുഞ്ഞിൻ്റെ സംസാരം തിരിച്ചു തരും. എൻ്റെ കുഞ്ഞ് കോളേജിൽ ഞാൻ ചേർക്കാൻ അഡ്മിഷൻ പോയി എടുത്ത് 2 വർഷം പോയി, 3ാമത്തെ വർഷമാണ് പഠിക്കാൻ പറ്റാത്ത. അപ്പോൾ 1 വർഷം പോയി. വീണ്ടും അവളെ തിരിച്ച് പഴയപടി കോളേജിലാക്കണം. അതിന് മുന്നേ ഞാൻ അവിടെ ഞങ്ങളുടെ ട്രിവാൻഡ്രത്തുള്ള പള്ളിയിൽ പോയി കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവേ എൻ്റെ കുഞ്ഞിൻ്റെ ഈ പേര് നിന്നിലാൽ ഞാൻ ഇവളെ അറിയിക്കപ്പെടും ലോകത്തെ. ഈശോയും മറിയവും ചേർന്ന് എൻ്റെ മോളുടെ ഇപ്പം ഇരിക്കുന്ന പേര് മാറ്റിയിട്ട് ഞാൻ ഇമ എന്ന രീതിയിൽ ഞാൻ സാക്ഷ്യം പറഞ്ഞ് നിന്നെ അറിയിക്കും, ലോകം മൊത്തം അവളെ ഇമ എന്ന പേരിൽ അറിയപ്പെടണം എന്ന് പറഞ്ഞ് ഞാൻ അഫിഡവിറ്റ് വക്കീലിൻ്റെ കയ്യിൽ കൊടുത്ത് അഫിഡവിറ്റും കൊടുത്തിട്ടാണ് ഞാൻ ഈ നിങ്ങളുടെ മുന്നിലിരുന്ന് ഈ സാക്ഷ്യം പറയുന്നത്. എനിക്ക് അത്രയും എൻ്റെ മാതാവ് തന്നു. ഞാൻ പ്രാർത്ഥിച്ച എല്ലാ കാര്യവും എൻ്റെ മാതാവ് നടത്തി തന്നു. അപ്പോൾ എനിക്ക് അതാ ഞാൻ ഇന്ന് എൻ്റെ കുഞ്ഞിൻ്റെ പിറന്നാളാണ്, ഇന്ന് എൻ്റെ മോളുടെ പിറന്നാൾ. ആ ഒരു സമയത്തിന് എനിക്ക് ഇവിടെ എത്താൻ സാധിച്ചതുപോലും എൻ്റെ മാതാവായിട്ടാണ് എന്നെ ഇവിടെ എത്തിച്ചത്. അപ്പം നിങ്ങളുടെ എല്ലാവരുടെ പ്രാർത്ഥനയും അനുഗ്രഹവും ഇനിയും എൻ്റെ കുഞ്ഞിന് നിങ്ങളും കൂടി പ്രാർത്ഥിക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എല്ലാവരും എൻ്റെ വിശ്വാസം പോലെയാണ് നിങ്ങളുടെയും വിശ്വാസം. നമ്മുടെ അനുഭവങ്ങളിൽ കൂടിയാണ് നമ്മൾ മറ്റുള്ളവരോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ അനുഗ്രഹവും ആശംസകൾ എൻ്റെ കുഞ്ഞിനോട് എന്നും നിങ്ങളും കൂടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ, ഇനി എന്തായാലും ഞാൻ ഡോക്ടറോട് എന്നിട്ട് ചോദിച്ചു, ഡോക്ടർ ഇനി എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും വരുമോ? ദൈവത്തിന്, ഞാനും ഡോക്ടറാണ്, എനിക്ക് മേൽ ദൈവം ഉണ്ടെന്നുള്ളതാണ് ഈ കുഞ്ഞാണ് അതിന് സാക്ഷി. അതുകൊണ്ട് ഇനി ദൈവത്തിൽ മാത്രം നിങ്ങളങ്ങ് വിശ്വസിച്ചാൽ മതി എന്നാണ് ആ ഡോക്ടർ എന്നോട് പറഞ്ഞത്. അപ്പം അങ്ങ് ഞങ്ങളോടൊത്ത് യാത്ര ചെയ്യുമെങ്കിൽ ഞാനും അങ്ങയുടെ ജനവും
ഭൂമുഖത്തുള്ള മറ്റെല്ലാ ജനതകളിൽ നിന്ന് വ്യത്യസ്തരായിരിക്കും. മോശ കർത്താവിനോട് പറയുന്ന വചനമാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ പുറപ്പാടിൻ്റെ പുസ്തകം 33-ാം അധ്യായം 16-ാം തിരുവചനം. ഉടമ്പടി വഴി ലഭിക്കുന്ന ദൈവ സാന്നിധ്യം നമ്മെ എല്ലാറ്റിൽ നിന്നും എല്ലാവരിൽ നിന്നും വ്യത്യസ്തരാക്കുകയാണ്. അതിൻ്റെ ജീവിക്കുന്ന സാക്ഷ്യമായിട്ടാണ് നേഖ എന്ന പേര് പറഞ്ഞ് ഇപ്പോൾ നേഖയുടെ അമ്മ തന്നെ പറഞ്ഞു, അത് നോട്ടറിയുടെ കയ്യിൽ അഫിഡാവിറ്റൊക്കെ കൊടുത്തിട്ടാണ് വന്നത്. മോളുടെ പേര് ഇമ, ഈശോയും മറിയവും, ആ പേരിലാണ് ഇനി മോൾ അറിയപ്പെടുക എന്ന് പറഞ്ഞു. അപ്പോൾ ഈ മകള് ഇന്നിവിടെ ഇങ്ങനെ ഒരു സാക്ഷ്യമായി നിൽക്കുകയാണ്. അതായത്, അങ്ങ് ഞങ്ങളുടെ കൂടെ യാത്ര ചെയ്യുമെങ്കിൽ ഞാനും അങ്ങയുടെ ജനവും ഭൂമുഖത്തുള്ള മറ്റെല്ലാ ജനതകളിൽ നിന്നും വ്യത്യസ്തരായിരിക്കും. വ്യത്യസ്തമായ ഒരു സാഹചര്യത്തിലൂടെയാണ് ഉടമ്പടി എടുക്കുന്ന മക്കൾ യാത്ര ചെയ്യുക. ആദ്യമേ ഓൺലൈൻ ഉടമ്പടിയാണ് എടുത്തത്. ഈ കുഞ്ഞിൻ്റെ സാക്ഷ്യം, രോഗം അതെന്താണെന്ന്, അതായത് 1,00,000 ഒരാൾക്ക് വരുന്ന അസുഖമാണ്. ആണോ? അങ്ങനെയാണോ? അങ്ങനെയാണ് ഡോക്ടർ പറഞ്ഞത്. ഈ അസുഖത്തിൻ്റെ പേര് ഗ്ലയോബ്ലാസ്റ്റോമ എന്നാണ് പറയുന്നത്. ഗ്രേഡ് 4-ൽ പെട്ടൊരു ട്യൂമറാണ്. അതായത് നിപ്പിൽ തല ഫുള്ള് സ്പ്രെഡ് ആകുന്നൊരു ട്യൂമറാണ്. അതിങ്ങനെ ലക്ഷക്കണക്കിന് ആൾക്കാരിൽ ഒരാൾക്കേ വരുള്ളൂ. ഇത് പക്ഷേ ഞാൻ കോവിഡ് എടുത്തതിൻ്റെ 2nd ഡേ ആണ്. മോൾ അതുവരെ ഓടിച്ചാടി കോളേജിലും പറന്ന് നടക്കുന്ന ഒരു കൊച്ചായിരുന്നു. അപ്പോൾ ഈ കോവിഡ് എടുത്ത് കോവിഡിൻ്റെ വാക്സിൻ എടുത്ത് 2nd ഡേ തൊട്ട് മൂക്കിന്ന് ഫസ്റ്റ് ജലദോഷം പോലെ വന്നു. ആദ്യം ഒരു കർച്ചീഫായി, പിന്നെ ഒരു ടവലായി, പിന്നെ ഒരു ബെഡ്ഷീറ്റായി. അവളുടെ മൂക്കിൽ നിന്ന് വരുന്ന വെള്ളം പിഴിഞ്ഞെടുക്കാൻ മാത്രം. പിന്നെ കയ്യിൽ നിന്ന് പേന റെക്കോർഡ്സ് എഴുതിക്കൊണ്ടിരിക്കുമ്പം പേന തൊഴിഞ്ഞു പോയി. കാല് നമ്മൾ പൂച്ചയെ അടിച്ചാൽ എങ്ങനെ അടിച്ചിട്ട പോലെ വലിച്ചിഴച്ചാണ് കുഞ്ഞ് കോളേജിൽ വരുന്നത്. അവിടെ നിന്നാണ് ഞങ്ങൾ ട്രിവാൻഡ്രത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതും ഈ ബയോപ്സി എടുക്കുന്നതും ഈ അസുഖം കണ്ടുപിടിക്കുന്നതും എല്ലാം. പക്ഷെ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല എൻ്റെ കുഞ്ഞിനൊരു അസുഖമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു അമ്മയാണ് ഞാൻ. കാരണം എൻ്റെ കുഞ്ഞിന് അങ്ങനെ വരണമെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു സിംറ്റം, ആ അസുഖത്തിന് മുന്നേ കുഞ്ഞിന് തലവേദനയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സിംറ്റം അറിയണം. അവൾക്ക് തലവേദനയോ അങ്ങനെ ഒരു അസുഖം പൊതുവേ അവൾക്കില്ല. പിന്നെ ഇതെങ്ങനെ വന്നു എന്ന് എനിക്കറിയില്ല. ചിലപ്പം ദൈവം എന്നെ പരീക്ഷിക്കാൻ വേണ്ടി വിട്ടു തന്നതായിരിക്കും. എൻ്റെ കുഞ്ഞിനെ എങ്ങനെ ലോകം അറിയാൻ വേണ്ടിയിട്ട് വിട്ടു തന്നതായിരിക്കും. അങ്ങനെ 3ാമത്തെ MRIയിൽ എല്ലായിടത്തും സ്പ്രെഡായി എന്നാണ് ഡോക്ടർ പറയുക. അങ്ങനെ സ്പ്രെഡായതാണ് ഇപ്പോൾ വീണ്ടും സ്കാനിങ് ഒക്കെ നടത്തി ഇവിടെ വരുമ്പോൾ കുഞ്ഞിന് അങ്ങനെ ഒരു അസുഖമേ ഇല്ല, അതിൻ്റെ ഒരു സ്കാർ പോലും കുഞ്ഞിനില്ല എന്നാണ് ഇപ്പോൾ സ്കാനിങ് റിപ്പോർട്ടിൽ പറഞ്ഞ് ആ മകളെയും കൊണ്ടാണ് ഇവിടെ വന്ന് ഈ അമ്മ സാക്ഷ്യപ്പെടുത്തുക. അപ്പോൾ നമുക്കിവിടെ കാണുവാൻ കഴിയുക സമയ ചുരുക്കത്തിൻ്റെ അമ്മ, ടൈം ഷോർട്ടനിങ്. അതായത് ഇത് ഡോക്ടേഴ്സ് പറഞ്ഞത് ഈ കുഞ്ഞ് കുറച്ച് നാളുകളെ ജീവിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. ഇവിടെ അതുപോലെ തന്നെ ഒരു വലിയ ട്രീറ്റ്മെൻറ്റ് എടുത്താലും അതിൽ പ്രത്യേകിച്ചൊന്നും ഉണ്ടാകാൻ വഴിയില്ല എന്നുള്ള രീതിയിലൊക്കെ ഡോക്ടേഴ്സ് അഭിപ്രായപ്പെട്ട കുഞ്ഞാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുക. അമ്മയുടെ മാധ്യസ്ഥം, അതിലൂടെ ഈശോ വർഷിക്കുന്ന കൃപകൾ, അതിൻ്റെ ഒരു സാക്ഷിയാണ് ഈ മകള്. അപ്പോൾ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുക, ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അതായത് നമ്മുടെ യോഗ്യതയല്ല, കർത്താവിൻ്റെ കൃപകളാണ്. ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക്, അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് കൃപയ്ക്കുമേൽ കൃപ എന്നാണ് വിശുദ്ധ ഗ്രന്ഥം പറയുക. ജ്ഞാനസ്നാനത്തിലൂടെ അല്ലാതെ ഈശോയെ അറിഞ്ഞ് ഈശോയാണ് സത്യദൈവമെന്ന് ലോകത്തോട് മൊത്തം പ്രഘോഷിക്കുന്ന ഈ അമ്മയും മകളും, ഇവരെ പ്രതി നമുക്കും കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം, അത്യുന്നതനായ ദൈവത്തെ സ്തുതിക്കാം. ഈശോയെ. എൻ്റെ പേര് ശ്രീരഞ്ജിനി ഹരിദേവ്. ഞാൻ കരുനാഗപ്പള്ളിയിൽ നിന്നാണ് വരുന്നത്. എൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നത്, ഞാൻ ടീച്ചറായിരുന്നു. തെലങ്കാനയിലാണ് ഒരു 7 വർഷം അവിടെ ജോലി ചെയ്യുമായിരുന്നു. അന്നേരം എൻ്റെ ഹസ്ബൻഡിനും എനിക്കും പെട്ടെന്ന് വിചാരിച്ചു, എല്ലാവരും പുറത്തോട്ടൊക്കെ പോവല്ലേ, അപ്പോൾ എന്നാൽ ഞങ്ങളും ഒന്ന് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ കാനഡയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് IELTS എഴുതി. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, പ്രാർത്ഥിച്ചു. അങ്ങനെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് പിന്നെ ഞാൻ തെലങ്കാനയിൽ പോയിട്ട് പ്രാക്ടീസ് ഒന്നും ചെയ്യാൻ സമയം കിട്ടിയില്ല.
കാരണം ഞാൻ ഹൈസ്കൂളിനായിരുന്നു പഠിപ്പിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് 10th എക്സാമും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് അവർക്ക് നൈറ്റ് ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ എടുക്കണമായിരുന്നു. അപ്പോൾ 9 മണി 9:30 ആവുമായിരുന്നു വീട്ടിൽ ചെല്ലാൻ. പിന്നെ തിരിച്ചതുപോലെ തന്നെ രാവിലെ ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ സ്കൂളിൽ എത്തണമായിരുന്നു. അങ്ങനെയായിരുന്നു. അപ്പോൾ പ്രിപ്പയർ ചെയ്യാൻ ഒട്ടും സമയം കിട്ടിയിരുന്നില്ല. മോൾക്ക് ആ സമയത്ത് 1 വയസ്സായിരുന്നു. അപ്പോൾ ഒട്ടും പഠിക്കാൻ വേണ്ടിയിട്ട് സമയം കിട്ടിയിരുന്നില്ല. പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചു. പിന്നെ ഒരു 10 ദിവസം ഓൺലൈനിലും യൂട്യൂബിലും ഒക്കെ കണ്ട് കൂടുതലും ഞാൻ സാക്ഷ്യങ്ങളാണ് കണ്ടിരുന്നത്. ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, പഠിക്കുമായിരുന്നില്ല. ഞാൻ എക്സാം എഴുതി, എനിക്ക് നല്ല സ്കോർ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് നല്ല സ്കോർ ഉണ്ടല്ലോ, അപ്പം ഞാൻ ഇനി അടുത്ത മാസം തന്നെ കാനഡയിലേക്ക് എത്തും എന്നുള്ളൊരു വിശ്വാസത്തിൽ ആയിരുന്നു. പക്ഷെ ഒന്നും നടന്നില്ല, എങ്ങും എത്തിയില്ല. അങ്ങനെ 1 വർഷം പോയി, 2 വർഷം പോയി. എൻ്റെ IELTS എക്സ്പയർ ആയി. ഞാൻ വീണ്ടും IELTS എഴുതി. പക്ഷേ അപ്പോഴൊക്കെ തടസ്സങ്ങളാണ്. എനിക്കറിയില്ല എന്തുകൊണ്ടാണ് പോകാൻ പറ്റാത്തതെന്ന് എനിക്കറിയില്ല. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, നിനക്ക് ആഗ്രഹം ഇല്ലയെന്നുണ്ടെങ്കിൽ എന്നെ വിടണ്ട, എനിക്ക് കാനഡയിൽ പോകണ്ട, താല്പര്യമില്ല എന്ന് വിചാരിച്ചിട്ട് ഞാനത് ഉപേക്ഷിച്ചു. അപ്പം ഞാൻ വീണ്ടും 2ാമത് പ്രഗ്നൻ്റായി. പിന്നെ പ്രഗ്നൻസി കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാനത് കംപ്ലീറ്റ്ലി വിട്ടു. അങ്ങനെ ഇരിക്കെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ സ്റ്റാറ്റസ് ഞാൻ കണ്ടു. ഞാൻ സ്റ്റാറ്റസ് ഇടുന്ന ഒരാളാണ്, ട്രെയിൻ പോലെയാണ് എൻ്റെ സ്റ്റാറ്റസ്. അത് ഇവിടുത്തെ സാക്ഷ്യങ്ങളായാലും അല്ലാതെ എനിക്കിഷ്ടപ്പെടുന്ന എന്ത് കാര്യങ്ങളാണെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടാൽ മതി എന്നുള്ള രീതിയിലാണ് ഞാൻ എൻ്റെ സ്റ്റാറ്റസ്. അപ്പോൾ ഞാൻ ആരുടെയും സ്റ്റാറ്റസ് അങ്ങനെ കാണാറില്ല. പക്ഷേ അപ്രതീക്ഷിതമായിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ സ്റ്റാറ്റസ് കണ്ടു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഏതോ പുറം രാജ്യമാണെന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ അതിനെ മെസ്സേജ് അയച്ചു, എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാൻ UK പറഞ്ഞു. എങ്ങനെ എത്തിയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാൻ സ്റ്റുഡൻറ്റ് വിസയിലാണ് വന്നത്, നിനക്കും എന്തുകൊണ്ട് അങ്ങനെ ശ്രമിച്ചുകൂടാന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഓൾറെഡി 32 വയസ്സായി, ഞാൻ ഇനി സ്റ്റുഡൻ്റായിട്ടൊക്കെ ഇവിടെ ഹൈസ്കൂളിനും ഹയർ സെക്കൻഡറിയൊക്കെ പഠിപ്പിച്ചിട്ട് എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അപ്പം ഞാനും നിന്നെ പോലെ ടീച്ചറല്ലേ, ഞാൻ വന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്കൊരു ധൈര്യമായി, പ്രോസസ്സിങ്ങും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അപ്പം ഞാൻ പെട്ടെന്ന് മുട്ടുകുത്തിയിട്ട് മാതാവിനോട് പറഞ്ഞു, UK എന്ന് പറഞ്ഞൊരു സ്ഥലം എൻ്റെ സ്വപ്നത്തിലോ അല്ലെങ്കിൽ എൻ്റെ എക്സ്പെക്റ്റേഷനിലോ ഒന്നും ഉണ്ടാകാത്ത ഒരു സ്ഥലമാണ്. ഞാൻ അവിടെ പോയി എന്താ ചെയ്യേണ്ടതെന്നും എനിക്കറിയില്ല. ശരി, ഇത് നീയായിട്ട് എനിക്ക് കാണിച്ചു തന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശരി, ഞാൻ ഹസ്ബൻഡിനോട് പറയാമെന്ന് വിചാരിച്ചു. അടുത്ത ദിവസം എൻ്റെ ഹസ്ബൻഡ് കർണാടകയിലാണ് ജോലി ചെയ്യുന്നത്, ഞാൻ തെലങ്കാനയിലും. അദ്ദേഹം മന്ത്ലി വൺസ് ആണ് വരുന്നത്. അപ്പോൾ അന്ന് അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു അതായത് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫ് UK പോയി, ഫ്രണ്ടിൻ്റെ വൈഫ് UK പോയി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഫ്രണ്ടും പോയി. അപ്പോൾ അങ്ങനെ ഭയങ്കര ഒരു കോയിൻസിഡൻ്റ് ആയി. അവിടെ തുടങ്ങി ഞങ്ങളുടെ പ്രോസസ്സിങ്ങും കാര്യങ്ങളുമൊക്കെ. പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങി, മുട്ടുകുത്തി തുടങ്ങി, പ്രത്യക്ഷീകരണ പ്രാർത്ഥന കണ്ടിന്യൂസ് ചൊല്ലാൻ തുടങ്ങി. എത്ര വട്ടം എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പ്രത്യക്ഷീകരണ പ്രാർത്ഥന എത്രയോ ചൊല്ലി. അതിനൊന്നും കണക്കില്ല, സത്യം പറഞ്ഞാൽ കണക്കില്ലാത്ത പ്രാർത്ഥനയായിരുന്നു, മുട്ടുകുത്തി. അപ്പോൾ എനിക്ക് 2 മക്കളാണ്. എൻ്റെ മോന് 1 വയസ്സായിട്ടില്ല ആ സമയത്ത്, അവന് 4 മാസം 5 മാസം ആ പ്രായമാണ്. അവനെ കയ്യിൽ വെച്ചുകൊണ്ട് അവനെ ഫീഡ് ചെയ്തുകൊണ്ട് പ്രാർത്ഥിച്ചു. പിള്ളേരുടെ പേപ്പർ കറക്റ്റ് ചെയ്തുകൊണ്ട് പ്രാർത്ഥിച്ചു. എപ്പോഴും മുറിയിലൊക്കെ എനിക്ക് എവിടെയൊക്കെ വചനങ്ങൾ ഒട്ടിക്കാമോ അതെല്ലാം വചനങ്ങൾ ഒട്ടിച്ച്, കാണുന്നിടത്തെല്ലാം അടുക്കളയിലും എവിടെയാണെങ്കിലും ഞാൻ ഈവൻ എൻ്റെ സ്കൂളിൽ കബോർഡ് തുറക്കുമ്പോൾ എന്തെങ്കിലും ഒരു വചനം കാണാൻ വേണ്ടിയിട്ട് അവിടെ എല്ലാം വചനം ഒട്ടിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ സ്കൂളിലെ ടീച്ചേഴ്സിനൊക്കെ ബ്രേക്ക് കിട്ടുന്ന സമയത്ത് ഞാൻ എവിടെയെങ്കിലും മാറിയിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവർക്കൊക്കെ അത്ഭുതമായിരുന്നു, നീ എന്താ ചെയ്യുന്നത്? അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുവാണെന്ന് പറഞ്ഞു. തെലങ്കാനയാണ്, അവിടെ എല്ലാം കൂടുതലും ഹിന്ദുസും മുസ്ലിംസുമാണ്. അപ്പോൾ ഇങ്ങനെ മുട്ടുകുത്തിയിരുന്ന് പ്രാർത്ഥിക്കുക, അവർക്ക് നമ്മളോട് ബഹുമാനമാണ്, പക്ഷേ അത് നമ്മൾ അത്രയ്ക്ക് പ്രോത്സാഹിപ്പിക്കാത്തൊരു ഇതാണ്. എന്നിട്ടും എനിക്ക് അവിടെ എല്ലാം മാതാവ് പ്രാർത്ഥിക്കാനുള്ള ഒരു സ്ഥലവും കാര്യങ്ങളും ഒരുക്കി തന്നു. ഞാൻ വീണ്ടും IELTS എഴുതി, വീണ്ടും നല്ല മാർക്കുണ്ടായിരുന്നു. എന്താ പറ്റിയെന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫ് പോയ ഏജൻസി വഴി കണക്റ്റായി, എല്ലാ കാര്യങ്ങളും സ്മൂത്തായി, എല്ലാ കാര്യങ്ങളും വളരെ പെട്ടെന്നായിരുന്നു, എല്ലാം പ്രാർത്ഥിച്ചിട്ടാണ്. അപ്പോൾ എനിക്ക് മാതാവ് ഇങ്ങനെ സ്വപ്നത്തിൽ വരും. ഞാനപ്പോൾ ഹസ്ബൻഡിനോട് പറയുമ്പോൾ ഇങ്ങനെ ആദ്യം ഇങ്ങനെ വിശ്വസിക്കത്തില്ല. നിനക്ക് തോന്നായിരിക്കും, നിൻ്റെ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ നീ ഇത് തന്നെ ചിന്തിച്ചുകൊണ്ട് നടക്കുന്നതുകൊണ്ട് നിനക്ക് മാതാവ് വരുന്നതായിട്ട് തോന്നായിരിക്കും. പക്ഷെ അല്ല, എനിക്ക് എൻ്റെ അടുത്ത് മാതാവ് വന്ന് എന്തൊക്കെയോ സംസാരിക്കും. അതൊക്കെ ഒരാഴ്ച കഴിയുമ്പോൾ 2 ആഴ്ച കഴിയുമ്പോൾ അത് അതുപോലെ തന്നെ നടക്കും. അങ്ങനെ എല്ലാം കഴിഞ്ഞു. അപ്പോൾ എൻ്റെ ആദ്യത്തെ നിയോഗം എന്ന് പറയുന്നത് 2021 ഡിസംബർ 25 ക്രിസ്മസ് എനിക്ക് UK ആഘോഷിക്കണം, എനിക്കവിടെ കാലുകുത്തണം. എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ എനിക്കവിടെ ക്രിസ്മസ് ആഘോഷിക്കണം, എനിക്കവിടെ മാസ് കൂടണം, അവിടുത്തെ പള്ളിയിൽ പോകണം.
ഇംഗ്ലീഷ് മാസവും മലയാളം മാസവും എനിക്കറിയില്ല. അങ്ങനെ പ്രാർത്ഥിച്ചു. അത്ഭുതമെന്ന് അല്ല, അതിനപ്പുറം എന്തെങ്കിലും ഒരു വാക്കുണ്ടെങ്കിൽ പറയട്ടെ. എൻ്റെ ടിക്കറ്റും കാര്യങ്ങളും ഒക്കെ പറയുകയാണെങ്കിൽ ഡിസംബർ 24 എന്നുള്ള ഡേറ്റിനാണ് വന്നത്. ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചതാണ്. അപ്പോൾ കറക്റ്റ് ഡിസംബർ 23-ാം തീയതി ഞാൻ വണ്ടി കയറി. 24-ാം തീയതി UK എൻ്റെ ഇമിഗ്രേഷൻ ക്ലിയർ ചെയ്തിട്ട് ഞാൻ സമയം നോക്കുമ്പോൾ ഡിസംബർ 25-ാം തീയതി 12:02 കാണിക്കുന്നത്. അപ്പോൾ ക്രിസ്മസ് ആണ്. ഞാൻ അവിടെ കാലുകുത്തി. അപ്പോൾ ഞാൻ അവിടെ മുട്ടുകുത്തിയിട്ട് ആ ഇമിഗ്രേഷൻ എൻ്റെ ആ പെട്ടിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, അത് ക്ലിയർ ചെയ്തിട്ട് ഞാൻ അവിടെ മുട്ടുകുത്തിയിട്ട് ഞാൻ കരയുവാണോ ചിരിക്കുവാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ UK ഞാൻ ഒറ്റയ്ക്കാണ്. ഞാൻ ഫ്ലൈറ്റിൽ ഓടി നടന്ന് ഛർദ്ദിക്കുമായിരുന്നു. ഞാൻ ബസ്സിൽ ഒക്കെ പോയാലേ എനിക്ക് കൂടുതൽ ഛർദ്ദിക്കുന്ന ഒരാളാണ്. ഞാൻ ഒറ്റയ്ക്ക് ഭയങ്കര പേടിയാണ്. അങ്ങനെയുള്ള ഞാൻ ഓടി നടന്ന് ഫ്ലൈറ്റിൽ ഛർദ്ദിക്കുവാണ്. ആൾക്കാരൊക്കെ നോക്കുവാണ്. അത്രയും ധൈര്യം എനിക്ക് തന്നു. ഞാൻ ഒറ്റയ്ക്ക് അവിടെ എത്തി. എന്നെ മാതാവ് എത്തിച്ചു എന്ന് വേണം പറയാൻ. പിന്നെ എനിക്ക് അവിടെ തൊട്ട് മാതാവ് കണക്ട് ചെയ്ത് തരുന്ന ആൾക്കാരെല്ലാം യേശുവിൽ മാതാവിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ്. എനിക്ക് താമസിക്കാൻ കിട്ടിയ ഒരു ഫാമിലി അധികം മാതാവിനെ അത്രയധികം സ്നേഹിക്കുന്ന, വിശ്വസിക്കുന്ന, ഡെയിലി മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബത്തോടൊപ്പമാണ് കിട്ടിയത്. അവർ നേഴ്സാണ്. അതിൻ്റെ ഹസ്ബൻഡും ഒരു കുഞ്ഞുമാണുള്ളത്. അപ്പോൾ അവിടെയും എനിക്ക് ചെന്ന് കയറുന്നതും ഞാൻ കാണുന്നത് അവർ ഉറങ്ങി, പക്ഷേ അവിടെ മെഴുകുതിരി കത്തിച്ച് വെച്ചിരിക്കുന്നു. അപ്പോൾ എനിക്ക് അവിടെ മുട്ടുകുത്താൻ പറ്റി. ഞാൻ പ്രാർത്ഥിക്കുന്നതിനൊന്നും അവർക്ക് പ്രശ്നമില്ല. അപ്പോൾ ഇനി അടുത്ത ഹെഡൽ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് എനിക്കൊരു ജോലി വേണം. എനിക്ക് ടീച്ചിങ് അല്ലാതെ ഒരു ജോലിയും അറിയത്തില്ല. എന്തായാലും UK ചെന്നിട്ട് നമ്മുടെ ഈ ഇംഗ്ലീഷൊക്കെ കൊണ്ട് അവിടുത്തുകാരെ ഇംഗ്ലീഷ് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്ത് ജോലിയും എനിക്ക് ചെയ്യണം. അപ്പോൾ അവിടെ ചെന്നിട്ട് സാധാരണ ആൾക്കാർക്ക് 3, 4, 5 മാസം കഴിഞ്ഞാലും ജോലി കിട്ടത്തില്ല. അങ്ങനെ ഒരാഴ്ച വീട്ടിലിരുന്നപ്പോൾ ഞാനിങ്ങനെ പല ആൾക്കാരോടും ചോദിക്കാൻ തുടങ്ങി. ആ വീട്ടിൽ താമസിക്കുന്ന ആൾക്കാരും, അതായത് പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടും ഒക്കെ കൂടെ ചേർന്ന് എല്ലാവരും തരുന്ന ഒരാളുടെ നമ്പറാണ്, ജിജോ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ നമ്പറാണ്. അദ്ദേഹത്തിനെ കോണ്ടാക്ട് ചെയ്തു. അപ്പോൾ ശരി, ഇത് കെയർ ഹോമിലേക്ക് ആൾക്കാരെ വിടുന്ന ഏജൻസിയാണെന്ന് പറഞ്ഞു. എനിക്ക് ഒരു ഐഡിയ ഇല്ല. പക്ഷെ ഞാൻ പോയി. 1-2 കെയർ ഹോമിൽ ആദ്യത്തെ 1-2 ഷാഡോ ഷിഫ്റ്റ് കഴിഞ്ഞു. എനിക്കൊന്നും മനസ്സിലായില്ല. അപ്പോൾ എന്നോട് അദ്ദേഹം ചോദിച്ചു, നീ എല്ലാം പഠിച്ചോ? ഞാൻ എല്ലാം പഠിച്ചു എന്ന് പറഞ്ഞു. പക്ഷെ എനിക്കൊന്നും അറിയത്തില്ല. എന്തോ ഒരു വിശ്വാസത്തിൽ എല്ലാം ഓക്കെ എന്ന് പറഞ്ഞു. അടുത്ത ദിവസം തൊട്ട് ഷിഫ്റ്റിന് വിടാൻ തുടങ്ങി. ഞാൻ പെട്ടു. എനിക്ക് ഒന്നും അറിയത്തില്ല. പിന്നെ അവിടെ നിൽക്കുന്ന ആൾക്കാരുടെ സഹായത്തോടു കൂടി ചോദിച്ച് പഠിക്കാൻ തുടങ്ങി. 2 ദിവസം കഴിഞ്ഞപ്പോൾ കംപ്ലൈൻ്റായി, ഇവൾക്കൊന്നും അറിയില്ല, ഇവൾക്കിത് ചെയ്യാൻ പറ്റില്ല എന്ന് എൻ്റെ മാനേജറോട് ഞാൻ പോയ 2 കെയർ ഹോമിലെ ആൾക്കാർ പറഞ്ഞപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഇങ്ങനെയാണെങ്കിൽ പറ്റില്ല കേട്ടോ, നീ പഠിച്ചു എന്ന് പറഞ്ഞിട്ടല്ലേ നിന്നെ വിട്ടേ. ഞാൻ പറഞ്ഞു, ഇനി ഞാൻ പഠിച്ചോളാം എന്ന് പറഞ്ഞു. വീണ്ടും ഇങ്ങനെ കെയർ ഹോമിൽ പോയി. എനിക്ക് അറിയില്ല, ആരെങ്കിലും ഒരാൾ നമ്മളെ പഠിപ്പിച്ചാലല്ലേ നമുക്ക് ജോലി പഠിക്കാൻ പറ്റൂ. അങ്ങനെ പഠിപ്പിക്കാൻ ആരും ഇല്ല അവിടെ. നമ്മൾ കണ്ടും കേട്ടും പഠിക്കേണ്ട കാര്യമാണ്. അപ്പോൾ അദ്ദേഹം പിന്നെ എന്നെ ഡ്യൂട്ടിക്ക് വിളിക്കാതെയായി. 1 ആഴ്ച 2 ആഴ്ച ആയപ്പോഴത്തേക്ക് എനിക്ക് ടെൻഷനായി. കാരണം അവിടെ നിൽക്കണമെങ്കിൽ അവിടെ വാടക കൊടുക്കണം. നമ്മുടെ നാട്ടിലെ പോലെയല്ല, നല്ല ഭീമമായിട്ടുള്ള വാടകയാണ്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ജോലി കിട്ടിയെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. ഫുഡ് കാര്യങ്ങൾ, വീട്ടിൽ നമ്മുടെ ഉണ്ടായിരുന്ന ഗോൾഡും കാര്യങ്ങളും ഒക്കെ നമ്മൾ പണയം വെച്ചിട്ട് ആണ് വന്നത്. അപ്പോൾ ബാങ്കിലെ കാര്യങ്ങളുണ്ട്, പേഴ്സണൽ ലോണുണ്ട്. ഹസ്ബൻഡ് പെട്ടെന്ന് കയറി വരാമെന്നുള്ള രീതിയിൽ ഹസ്ബൻഡിൻ്റെ ജോലിയും കളഞ്ഞിട്ട് നിൽക്കുവാണ്. അപ്പോൾ എനിക്ക് വേറെ ആശ്രയം കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ എനിക്ക് ജോലി വേണം. അപ്പോൾ ഞാൻ കരയാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ 2 ആഴ്ച സത്യം പറഞ്ഞാൽ UK ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചില്ല, ഞാൻ മറന്നു മാതാവിനെ. അപ്പോൾ വീണ്ടും ഞാൻ മാതാവിനെ വിളിച്ചിട്ട് പറഞ്ഞു, മാതാവേ നീ പറഞ്ഞിട്ടല്ലേ ഞാനിവിടെ വന്നത്, അപ്പോൾ പിന്നെ എന്താ എനിക്ക് ജോലിയൊന്നും കിട്ടാത്തത്? എനിക്കിവിടെ പഠിപ്പിക്കാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. പറ്റും, ഇപ്പോഴല്ല, കുറച്ച് കഴിയുമ്പോൾ. അപ്പോൾ ഞാൻ സ്റ്റുഡൻ്റാണ്, ഞാൻ കോളേജിൽ പോകുന്നുണ്ട്, വരുന്നുണ്ട്. ഒരു ദിവസം കോളേജിൽ പോയിട്ട് വരണമെങ്കിൽ തന്നെ എനിക്ക് 12,000-15,000 രൂപ ഒരു ദിവസമാണ്. 3-3.5 മണിക്കൂർ ഞാൻ ട്രെയിനിൽ പോകണം. അപ്പോൾ അങ്ങനെയൊക്കെ കയ്യിലുണ്ടായിരുന്ന പൈസ, ജോലി കുറച്ച് ദിവസം ചെയ്ത പൈസയൊക്കെ അങ്ങനെ പോവുകയാണ്. വാടക കൊടുക്കാറായി, എൻ്റെ കയ്യിൽ പൈസ ഇല്ല. അപ്പോൾ മാതാവ് ശക്തമായിട്ട് എന്നോട് തോന്നിപ്പിക്കുകയാണ് ഈ മാനേജറെ ഒന്നും കൂടെ വിളിക്കാൻ. ഞാൻ വിളിച്ചു. അപ്പോൾ അദ്ദേഹം വലിയ നല്ല മനുഷ്യനാണ്, ജിജോ എന്നാണ് പേര്, നല്ല മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹം പക്ഷേ ആദ്യം താല്പര്യമില്ലാതെ പറഞ്ഞു, ഡ്യൂട്ടി ഉണ്ട്, പക്ഷേ നിന്നെ എങ്ങനെയാണ് വിടുന്നേ? എല്ലായിടത്തും കംപ്ലൈൻ്റ് അല്ല, ഇപ്പോൾ എന്താ ചെയ്യുന്നേ? പിന്നെ അത്യാവശ്യമാണെങ്കിൽ ദൂരെയാണ്, വളരെ ദൂരെയാണ്. അദ്ദേഹത്തിന് അറിയാം ഞാൻ ട്രാവൽ ചെയ്യില്ല, കാറിൽ ഇരിക്കുമ്പോൾ ഒക്കെ ഛർദ്ദിച്ചാണ് പോകുന്നത്. 2-3 കവറൊക്കെ ആയിട്ടാണ് UK ഞാൻ ജോലിക്ക് പോകുന്നത്. അതിൽ ഛർദ്ദിക്കും, എവിടെയെങ്കിലും കൊണ്ടുപോയി കളയും, എങ്ങനെയാണ്. അപ്പോൾ ഇദ്ദേഹത്തിനറിയാം ഞാൻ പോയില്ല, അത്രയും ദൂരെ ആയതുകൊണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ദൂരെയാണ്, നിനക്ക് തനിയെ പോകാമെങ്കിൽ പൊയ്ക്കോ, ഞാൻ ടാക്സി ഒന്നും വിടില്ല,
സ്വന്തം കാശിൽ പോകണം, അത് ഹാഫ് ഡേ ആണെന്ന് പറഞ്ഞു. ഹാഫ് ഡേ എന്ന് പറഞ്ഞാൽ രാവിലെ 8 മണി തൊട്ട് ഉച്ചയ്ക്ക് 2 മണി വരെ. എൻ്റെ കയ്യിൽ കാശില്ല ടാക്സിക്ക് കൊടുക്കാൻ. പക്ഷെ ഞാൻ പറഞ്ഞു ഞാൻ പോകാമെന്ന് പറഞ്ഞു. പൈസ ഇല്ല, ഡ്രൈവർക്ക് എങ്ങനെ കാശ് കൊടുക്കുമെന്ന് എനിക്ക് അറിയത്തില്ല, ഞാൻ പോകാമെന്ന് പറഞ്ഞു. മാതാവ് പറഞ്ഞു നീ പോകുമെന്ന് പറയുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഞാൻ പ്രാർത്ഥിച്ചു, പ്രത്യക്ഷീകരണ പ്രാർത്ഥന കുത്തി ചൊല്ലി ഫ്രഷായിട്ട് വന്നപ്പോഴത്തേക്ക് ടാക്സി വന്നു. ഞാൻ കയറി. അപ്പോൾ ഇദ്ദേഹം മലയാളിയാണ്, ഇദ്ദേഹവും ക്രിസ്ത്യാനിയാണ്. ഇവിടെ വന്ന കാര്യങ്ങളും മാതാവിനോടുള്ള പ്രാർത്ഥനയും കാര്യങ്ങളും അദ്ദേഹം പറയുന്നുണ്ട്. പോകുന്ന വഴിക്ക് മാതാവിൻ്റെ ഒരു ഗ്രോട്ടോ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അവിടെ ഇറങ്ങണം, എനിക്കവിടെ മുട്ട് കുത്തണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ മുള്ളിലോ ഈ കല്ലിലോ നീ ഇവിടെയാണോ മുട്ട് കുത്താൻ പോകുന്നത്? ഞാൻ പറഞ്ഞു സാരമില്ല, എനിക്കവിടെ മുട്ട് കുത്തണം എന്ന് പറഞ്ഞു. ഞാനവിടെ മുട്ട് കുത്തി പോയി. കുറച്ച് ദൂരെ, നല്ല ദൂരമുണ്ട്, ഒരു 30-35 മിനിറ്റ് കാറിൽ പോയി. അവിടെ ഞാൻ ഡ്യൂട്ടി ചെയ്യുകയാണ്. എനിക്കറിയാം ഇവിടെ സംഭവിക്കാൻ പോകുന്നത് മറ്റുള്ള കെയർ ഹോമിലൊക്കെ സംഭവിച്ചതുപോലെ തന്നെയാണ്. ഞാൻ ഒന്നും ചെയ്യാൻ പോകുന്നില്ല, എനിക്കറിയാം. ഞാനവിടെ പോയി. പക്ഷേ എന്തോ എന്നെക്കൊണ്ട് ആരോ ചെയ്യിപ്പിക്കുന്നത് പോലെ ഞാൻ എന്തൊക്കെയോ ചെയ്തു. അവിടെയുള്ള ഇംഗ്ലീഷുകാരെ കാണിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഞാൻ ജോലി ചെയ്തു. ഭയങ്കര എനിക്കെല്ലാം അറിയാമെന്നുള്ള രീതിയിൽ ഞാൻ നിന്നു. ഹാഫ് ഡേ ആണ്. ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെയുള്ള ആൾക്കാരൊക്കെ വന്നിട്ട് എന്നോട് സംസാരിക്കാൻ തുടങ്ങി, പരിചയപ്പെടാൻ തുടങ്ങി. എന്നിട്ട് അവിടുത്തെ ഡെപ്യൂട്ടി മാനേജർ എന്നോട് ചോദിച്ചു ഹാഫ് ഡേ ആണ് വിളിച്ചത്, ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ലോങ് ഡേ നിൽക്കാമോ എന്ന് ചോദിച്ചു. അതായത് രാവിലെ 8 മണി തൊട്ട് രാത്രി 8 മണി വരെ. ഞാൻ വളരെ സന്തോഷത്തോടെ പറ്റും എന്ന് പറഞ്ഞു. അപ്പോൾ ടാക്സി ഉച്ചയ്ക്ക് വരും, അദ്ദേഹത്തിന് കാശ് കൊടുക്കണം, എൻ്റെ കാശില്ല. അദ്ദേഹത്തിന് ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു ചേട്ടാ രാത്രി 8 മണി വരെയാണ് ഡ്യൂട്ടി, 8:15 ആകുമ്പോഴത്തേക്ക് വരാമോ, അപ്പോഴത്തേക്ക് ഞാൻ പൈസ തരാമെന്ന് പറഞ്ഞു. ഇവിടെ നമുക്ക് കെയർ ഹോമിൽ വീക്ക്ലിയാണ് ശമ്പളം, ആ ദിവസം കിട്ടില്ല. പക്ഷേ രാത്രി എങ്ങനെ പൈസ കൊടുക്കുമെന്ന് എനിക്കറിയില്ല. അദ്ദേഹം വരാമെന്ന് പറഞ്ഞു. ഒരു 6 മണിയായപ്പോൾ അവിടുത്തെ ഡെപ്യൂട്ടി മാനേജർ വീണ്ടും വന്നിട്ട് ചോദിച്ചു നിനക്ക് നാളെയും കൂടി വരാൻ പറ്റുമോ, നിൻ്റെ ഏജൻസിയിൽ നിന്ന് വേറെ ആരെയും വേണ്ട, നീ തന്നെ മതി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് തിരിച്ചു പോകാൻ പറ്റത്തില്ല, എൻ്റെ അവസ്ഥ ഇതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. എനിക്ക് ഡ്രസ്സും കാര്യങ്ങളൊന്നും ഇല്ല, പക്ഷേ എനിക്ക് ഇരിക്കാനൊരു കസേരയും, ഞാൻ അവിടെ ഇരുന്ന് ഉറങ്ങിക്കോളാം, എനിക്കൊരു കോർണർ തന്നാൽ എനിക്കൊന്ന് മുട്ട് കുത്താൻ കുറച്ച് സ്ഥലം തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഡെപ്യൂട്ടി മാനേജർ ഇംഗ്ലീഷുകാരിയാണ്. അവരെന്നെ നോക്കിയിട്ട് 2 മിനിറ്റ് ഇങ്ങനെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു, 2 ആഴ്ച മുമ്പ് ഞാൻ സ്വപ്നം കണ്ടിരുന്നു ഒരു സ്ത്രീ എൻ്റെ അടുത്ത് വരുന്നതായിട്ടും എനിക്കെന്തോ തരുന്നതായിട്ടും ഞാൻ സ്വപ്നം കണ്ടിരുന്നു. അതെന്താണെന്ന് എനിക്ക് അപ്പം ഞാൻ മറന്നു വരുന്നു. അപ്പം എനിക്ക് പെട്ടെന്ന് എന്തോ സംഭവിക്കാൻ പോവാണെന്ന് തോന്നി. ഇവർ പോയി തിരിച്ചൊരു 10 മിനിറ്റ് കഴിഞ്ഞ് വന്നിട്ട് എൻ്റെ കയ്യിലൊരു കീ കൊണ്ട് തന്നിട്ട് പറഞ്ഞു ഇത് നിൻ്റെ റൂമിൻ്റെ കീ ആണ്, ഇവിടെ നിനക്ക് നിൽക്കാം, ഇവിടെ നിന്ന് നിനക്ക് ജോലി ചെയ്യാമെന്ന് പറഞ്ഞു. എനിക്കത് എങ്ങനെയാണ് പറയേണ്ടതെന്ന് അറിയത്തില്ല. ജോലി ഇല്ലാതിരുന്ന ഞാൻ ഹാഫ് ഡേ തെണ്ടി പിടിച്ച ഷിഫ്റ്റ്, ആ ഹാഫ് ഡേ പിന്നെ ഫുൾ ഡേ ആയി, അടുത്ത ദിവസത്തേക്കുള്ള ഷിഫ്റ്റായി. ഇപ്പം വേണ്ട അവിടെ നിന്ന് ജോലി ചെയ്യാം എന്നുള്ള രീതിയിൽ എനിക്ക് ഒരു കീ കൊണ്ട് തരുവാണ്, എല്ലാ സൗകര്യങ്ങളോടും കൂടി, ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ നിന്നു. ഞാൻ ഒരു ദിവസം പോലും ഷിഫ്റ്റ് ഇല്ലാത്ത ഞാൻ അവിടെ നിന്ന് അവരെന്നെ പഠിപ്പിക്കാൻ തുടങ്ങി ഓരോ കാര്യങ്ങൾ, ഹോയിസ്റ്റ് ചെയ്യുന്നത്. അവർക്കതൊന്നും എന്നെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പോഴത്തേക്ക് എനിക്ക് വെക്കേഷനായി. അപ്പോൾ എനിക്ക് 4 ദിവസം ജോലി ചെയ്യാം. ഇവർക്ക് അറിയില്ല ഞാൻ സ്റ്റുഡൻ്റ് ആണെന്ന് അറിയില്ല. കാരണം അവിടുത്തെ റൂൾ അനുസരിച്ച് സ്റ്റുഡൻസിന് 20 മണിക്കൂർ മാത്രമേ ജോലി ചെയ്യാൻ പറ്റൂ. വെക്കേഷൻ ആണെങ്കിൽ 4 ദിവസവും ഞാൻ ജോലി ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എപ്പോഴും ഒരു സാഹചര്യത്തിൽ എനിക്ക് ഞാൻ എന്നോട് അമ്മ പറയുകയാണ് നീ അവരോട് പറയും നീ സ്റ്റുഡൻ്റ് ആണെന്ന് എന്ന് പറയുകയാണ്. അപ്പോൾ എൻ്റെ കെയർ ഹോമിലെ ആൾക്കാരൊക്കെ പറയുന്നുണ്ട് നീ പറയരുത്, നീ സ്റ്റുഡൻ്റ് ആണെന്ന് പറയരുത്, കാരണം പറഞ്ഞു കഴിഞ്ഞാൽ പോലീസിൽ ഏൽപ്പിക്കും, നീ പോകും, പിടിയിലാവും, നിനക്ക് നാട്ടിൽ പോകേണ്ടി വരും എന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. പക്ഷേ എന്തോ ഞാൻ ഒരു ദിവസം രാത്രിയിൽ ഈ ഡെപ്യൂട്ടി മാനേജറെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് പോകാൻ നേരത്തെ ഇവരുടെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു എനിക്ക് നിങ്ങളോട് സംസാരിക്കണം. എന്താണെന്ന് ചോദിച്ചു. വന്നിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ സ്റ്റുഡൻ്റ് ആണ് എന്ന് പറഞ്ഞപ്പോൾ ഇവരുടെ മുഖം മൊത്തത്തിൽ മാറി. നീ പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞു ഞാൻ കള്ളം പറഞ്ഞതല്ല, എനിക്ക് വെക്കേഷനാണ്, അപ്പോൾ എനിക്ക് 4 ദിവസം ജോലി ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ 4 ദിവസം അല്ല ജോലി ചെയ്യുന്നത്, അതിൽ കൂടുതലും ഉള്ള ഷിഫ്റ്റല്ല എടുക്കാം. അങ്ങനെയാണ്, കാരണം എനിക്ക് ജോലി പഠിക്കണം, എനിക്ക് അവിടെ നിൽക്കണം. അതിനിടയ്ക്ക് എൻ്റെ ഹസ്ബൻഡ് വന്നിട്ട് ഞങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് താമസമൊക്കെ മാറി. അതൊക്കെ പെട്ടെന്ന് ഇതിൻ്റെ ഇടയ്ക്ക് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ശരിയെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് മാതാവ് പറയാണ് ഈ ഉള്ളിലിരുന്ന് നീ വിസ ചോദിക്കുക. അപ്പം ഞാൻ മാതാവിനോട് പറയാണ് ഞാൻ സ്റ്റുഡൻ്റ് അല്ലേ, ഞാൻ എങ്ങനെയാണ് ഇവരോട് വിസ ചോദിക്കുന്നത്? ഞാൻ വന്നിട്ട് 3 മാസം പോലും ആയില്ല, ഞാൻ എങ്ങനെയാണ് ഇവരോട് വിസ ചോദിക്കുന്നത്? അപ്പോൾ മാതാവ് പറയണം നീ ചോദിക്കുക. അപ്പോൾ ഇവർ ചോദിച്ചു എന്തെങ്കിലും പറയാനുണ്ടോ? ഞാൻ പറഞ്ഞു ഇവിടെ എനിക്ക് വിസ കിട്ടാൻ വല്ല വഴിയുണ്ടോ? അപ്പോൾ ഇവർ ഒന്നാമത് സ്റ്റുഡൻറ്റ് കള്ളം പറഞ്ഞിട്ട് ഇവിടെ കള്ളം പറഞ്ഞതല്ല, അവരോട് പറയാതെ ഇവിടെ ജോലി ചെയ്യുകയാണ്. എന്നിട്ടിപ്പോൾ അത് പറഞ്ഞിട്ട് ഇനി ഞാൻ വിസയും കൂടി തരണം എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഇവർ പറഞ്ഞു എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നാളെ മാനേജർ വരുമ്പോൾ ഞാൻ സംസാരിക്കാമെന്ന് പറഞ്ഞു. മാനേജർ വന്നു, ഇവർ സംസാരിച്ചു. അപ്പോൾ ഞാൻ ഇവരുടെ പുറത്ത് നടക്കുകയാണ്, എന്തായി. അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ
മാനേജർ എന്നെ കണ്ടിട്ട് പറഞ്ഞു പറ്റില്ല, കാരണം ഓൾറെഡി 45 പേര് വെയിറ്റിംഗ് ലിസ്റ്റിലാണ്, അതുകൊണ്ട് നിനക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ നീ സ്റ്റുഡൻ്റ് അല്ലേ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ മാതാവിനോട് തിരിഞ്ഞ് നിന്നിട്ട് ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഞാൻ തിരിച്ച് നിന്നിട്ട് പറഞ്ഞു, സംസാരിക്കുകയാണ് മാതാവിനോട്, നീ പറഞ്ഞിട്ടല്ലേ ഞാൻ അവരോട് വിസ ചോദിച്ചത്, ഞാൻ വിസ ആഗ്രഹിച്ചിട്ടില്ല, ഞാൻ ജസ്റ്റ് കഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ജോലി മാത്രമേ ആഗ്രഹിച്ചുള്ളൂ. എൻ്റെ കോഴ്സ് കഴിഞ്ഞിട്ട് എനിക്ക് ഏതെങ്കിലും സ്കൂളിൽ കയറണം എന്നാണ് വിചാരിച്ചത്, നീ പറഞ്ഞിട്ടല്ലേ ഞാൻ ഈ വിസ ചോദിച്ചേ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. ഞാനങ്ങ് പോയി. അപ്പോൾ ഡെപ്യൂട്ടി മാനേജർ തിരിച്ചു വന്നിട്ട് പറഞ്ഞു, അയാൾ അങ്ങനെയൊക്കെ പറയും, പക്ഷേ എനിക്ക് നിന്നെ വേണം, ഞാൻ അതുകൊണ്ട് നിനക്ക് വേണ്ടിയിട്ട് മെയിൽ അയക്കാൻ പോവാണെന്ന്. അപ്പോൾ എനിക്കത് വിശ്വസിക്കാൻ പറ്റിയില്ല. ഒന്നുമല്ലാത്ത എന്നെ, വെറും പൂജ്യമായിട്ടുള്ള എന്നെ വേറെ ആർക്കൊക്കെയോ വേണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് വേണ്ടിയിട്ട് ഇവർ റെക്കമെൻഡ് ചെയ്യാൻ പോവാണെന്ന്. അത് മാതാവ് എനിക്ക് വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്യിപ്പിക്കുന്ന പോലെ അങ്ങനെ ഇവർ മെയിൽ അയക്കാൻ തുടങ്ങി. പക്ഷേ മാനേജറും എനിക്ക് വേണ്ടിയിട്ട് മെയിൽ അയക്കാൻ തുടങ്ങി. 1 മാസം കഴിഞ്ഞപ്പോൾ മാനേജർ വിളിച്ചിട്ട് പറഞ്ഞു, നിന്നെ അറസ്റ്റ് ചെയ്യാൻ ഇപ്പോൾ പോലീസ് വരികയാണെന്ന്. ഞാൻ പേടിച്ചു. ഞാൻ എന്താ തെറ്റ് ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, വെറുതെ പറഞ്ഞാണ്, നിൻ്റെ വിസ അപ്രൂവ് ആയിട്ടുണ്ട്, നിനക്ക് വിസ തരാൻ ഇവിടെ ഉള്ള ഞങ്ങളുടെ ഉന്നത ഉദ്യോഗസ്ഥർ റെഡിയാണ്, എങ്ങനെ സംഭവിച്ചു എന്നറിയില്ല, പക്ഷേ അവർ ഓക്കെ പറഞ്ഞു എന്ന് പറഞ്ഞു. എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. ഞാൻ ഈ സമയങ്ങളൊക്കെയും ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുന്നുണ്ട്, മുട്ടുകുത്തുന്നുണ്ട്. എൻ്റെ ഞങ്ങൾ ഹിന്ദുക്കളാണ്, പക്ഷേ ഞാൻ 5 വർഷം ഞാൻ ക്രിസ്ത്യൻ സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ എനിക്ക് ആ ഒരു സ്പാർക്ക് അവിടെ നിന്നേ കിട്ടിയതാണ്, എൻ്റെ 1ാം ക്ലാസ് തൊട്ട് കിട്ടിയതാണ്. ഞാൻ പള്ളിയിൽ പോകും, മുട്ടുകുത്തും. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിനും എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒന്നും ഒരു പ്രശ്നമില്ല. കല്യാണം കഴിച്ചതിന് ശേഷം ഞാൻ ഈ മെഴുകുതിരിയും പ്രാർത്ഥനയൊക്കെ ആയിട്ടിരിക്കുമ്പോൾ ഹസ്ബൻഡിനെ വിളിച്ചിട്ട്, ഹസ്ബൻഡിനെ ഇഷ്ടമാണ് പ്രാർത്ഥിക്കാൻ, ഞങ്ങൾ 2 പേരും കൂടിയാണ് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ എന്താ പറ്റിയെന്ന് ചോദിച്ചാൽ അവർ പറഞ്ഞു അടുത്ത ദിവസം ഇൻ്റർവ്യൂവിന് വരാൻ പറഞ്ഞു. ശരി പറഞ്ഞു. ഞാൻ വീട്ടിൽ പോവാണ്. അപ്പോൾ പോകാൻ നേരത്ത് ഡെപ്യൂട്ടി മാനേജർ കുറച്ച് പേപ്പർ കൊണ്ട് തന്നിട്ട് പറഞ്ഞു, ഈ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നാളെ ചോദിക്കുന്നത്, ഇത് മാത്രം പഠിച്ചിട്ട് വന്നാൽ മതിയെന്ന്. ഞാൻ പറഞ്ഞു, ചീറ്റിംഗ് അല്ലേ, എനിക്ക് ഇങ്ങനെ പഠിക്കേണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഒരു ചീറ്റിങ്ങും ഇല്ല, ഇത് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്, നിനക്ക് ഫ്രീ വിസയാണ് കിട്ടാൻ പോകുന്നത്. സത്യമാണ്, എൻ്റെ കൂടെയുള്ള ആൾക്കാരും എനിക്ക് പരിചയമുള്ള ആൾക്കാരും അല്ലേ 12-15 ലക്ഷം കൊടുത്ത് എടുത്ത വിസയാണ് എനിക്ക് ഫ്രീ ആയിട്ട് മാതാവ് കയ്യിൽ വെച്ച് തരാൻ പോകുന്നത്. എനിക്ക് 15 ലക്ഷമൊന്നും എനിക്ക് സ്വപ്നം കാണാൻ പോലും പറ്റില്ല. 15 ലക്ഷം കൊടുത്തിട്ടൊരു വിസ വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റില്ല. ഓൾറെഡി ഞാൻ സ്റ്റുഡൻ്റായിട്ട് പോയപ്പോൾ ഒരു 25 ലക്ഷം രൂപ ആയിട്ടുണ്ട് മൊത്തത്തിൽ എല്ലാം കൂടി, ഹസ്ബൻഡ് വന്നതും. ഇനി ഒരു 15 ലക്ഷം കൂടി ഞാൻ താങ്ങൂല. ആ സമയത്താണ് ഈ ഫ്രീ വിസ എനിക്ക് കിട്ടുന്നത്. അപ്പോൾ ശരി, ഞാനത് കാണാപ്പാടം പഠിച്ചു. അടുത്ത ദിവസം ഞാൻ പറഞ്ഞു, ഹസ്ബൻഡിനോട് പറഞ്ഞു, എൻ്റെ കൂടെ വരാമോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, നീ പോയാൽ പോരെ, നിനക്കല്ലേ വിസ. ഞാൻ പറഞ്ഞു, പറ്റില്ല, നീയും കൂടി വാ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടി പോയപ്പോൾ എനിക്കറിയാം ഈ ചോദ്യങ്ങളൊക്കെയാണ് എന്നോട് ചോദിക്കാൻ പോകുന്നത്. ഓക്കെ, ഞാൻ കോൺഫിഡൻ്റ് ആണ്. ഞാൻ അകത്തോട്ട് പോയി, ഹരി പുറത്തിരിക്കുവാണ്. അപ്പോൾ എന്നോട് അവർ ആദ്യം ചോദിച്ചത്, നീ ഫുഡ് കഴിച്ചോ? ഞാൻ പറഞ്ഞു, കഴിച്ചു. നിനക്ക് ഈ ജോലി ചെയ്യാൻ ഇഷ്ടമാണോ? ഇഷ്ടമാണ്. നിനക്ക് ഈ ജോലിയെ പറ്റിയിട്ട് എന്താ അഭിപ്രായം? നീ ടീച്ചറല്ലേ, ഇതെങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞു, ഇതൊരു ന്യൂ എക്സ്പീരിയൻസ് ആണ്, ഇത് എനിക്ക് എൻ്റെ അപ്പനെയും അമ്മയും നോക്കാൻ കിട്ടുന്ന ഒരു സാഹചര്യം പോലെയാണ്, എനിക്ക് അത്ര ഇഷ്ടമാണ് ഇവിടെ ഉള്ള ആൾക്കാരെ എന്ന് പറഞ്ഞപ്പം അദ്ദേഹം പറഞ്ഞു, ഇവിടെ ഉള്ള ആൾക്കാർക്കും നിന്നെ ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ നിന്നെ എടുക്കുന്നതെന്ന് പറഞ്ഞു. നീ ഒരു ക്വസ്റ്റ്യൻ പോലും എന്നോട് ചോദിച്ചില്ല, നീ സെലക്റ്റഡ് ആണെന്ന് പറഞ്ഞു. എന്നിട്ട് എന്നോട് ചോദിച്ചു, പുറത്തിരിക്കുന്ന ആരാ? ഞാൻ പറഞ്ഞു, എൻ്റെ ഹസ്ബൻഡ് ആണെന്ന് പറഞ്ഞു. അദ്ദേഹം പുറത്ത് വന്ന് നോക്കി, ഹരി അകത്തേക്ക് വിളിച്ചു. എന്നിട്ട് എന്താ പേര്, എന്താ ചെയ്യുന്നത്? അപ്പോൾ ഹരി പറഞ്ഞു, ഞാൻ ബാങ്കിലാണ് ജോലി ചെയ്തിരുന്നത്, ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇവിടെ ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല, ഒരു പെട്രോൾ ഷെല്ലിൽ പോകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ചോദിക്കുവാണ്, വെറുതെ എൻ്റെ കൂടെ ഇൻ്റർവ്യൂ ജസ്റ്റ് എനിക്ക് കൂടെ വന്ന് എൻ്റെ ഹസ്ബൻഡിനോട് ചോദിക്കുവാണ്, നിനക്കും കൂടി ഈ ജോലി തരട്ടെ എന്ന്. അപ്പോൾ വീണ്ടും ഒരു വർക്ക് വിസ ചോദിച്ച എനിക്ക് വീണ്ടും 2ാമത്തെ വർക്ക് വിസ. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, വലിയ താല്പര്യമില്ലാത്ത പോലെ ഇരുന്നപ്പോൾ ഞാനിങ്ങനെ തലയാട്ടി, അപ്പോൾ 2 പേർക്ക് വർക്ക് വിസ കിട്ടില്ലേ, അപ്പോൾ അത്രയും പൈസ കിട്ടില്ലേ എന്ന് വിചാരിച്ചപ്പോൾ അദ്ദേഹം മാനേജർ പറഞ്ഞു, നിന്നോടല്ല ഇവനോടാണ് ചോദിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ ഹരി പറഞ്ഞു, എനിക്ക് ഇഷ്ടമാണെന്ന്. അങ്ങനെ വിസ കിട്ടി. അപ്പം ഞാൻ പറഞ്ഞു, ആർക്കെങ്കിലും ഒരാൾക്ക് വർക്ക് വിസ മതി, അപ്പോൾ ഒരാൾക്ക് ഡിപ്പെൻഡൻ്റ് ആവാം. അപ്പോൾ എൻ്റെ അത്യാഗ്രഹം ഹരിക്ക് വർക്ക് വിസ കിട്ടിയിട്ട് ഞാൻ വീണ്ടും പഠിക്കാം, ഞാൻ ടീച്ചറാവാം. അപ്പം പറഞ്ഞു, നിനക്ക് വർക്ക് വിസ കിട്ടാൻ വേണ്ടിയിട്ടാണ്, നീ ഇവിടുന്ന് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിൻ്റെ ഭർത്താവിന് ഞങ്ങൾ വർക്ക് വിസ കൊടുക്കുന്നത്. അങ്ങനെ ഞങ്ങൾ 2 പേരും വർക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്തു. കൂടെയുള്ള ഒരു സുഹൃത്ത് ഒരു 12 ലക്ഷം കൊടുത്ത് വിസ എടുത്തു. അവൾക്ക് 2 ആഴ്ചയ്ക്കുള്ളിൽ വിസ കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, അവർക്ക് 2 ആഴ്ചയ്ക്കുള്ളിൽ കിട്ടിയില്ലേ, നമുക്കും പെട്ടെന്ന് കിട്ടും എന്ന് പറഞ്ഞിട്ട് വിസയ്ക്ക് അപ്ലൈ ചെയ്തു. അപ്പോൾ ഞാൻ കോളേജിൽ പോകുന്നത് സ്റ്റോപ്പ് ചെയ്തു, കാരണം വിസയ്ക്ക് അപ്ലൈ ചെയ്തു, 2 ആഴ്ചയ്ക്കുള്ളിൽ വിസ വരും. 1 മാസം കഴിഞ്ഞു, 2 മാസം കഴിഞ്ഞു, 3 മാസം കഴിഞ്ഞു, 4 മാസം കഴിഞ്ഞു, വരുന്നില്ല, വിസ വരുന്നില്ല, ഭയങ്കര തടസ്സം. ഞാൻ പ്രാർത്ഥിക്കുന്നതിൽ എവിടെയോ ഞാനൊന്ന് ഡൗൺ ആയി എന്ന് എനിക്ക് മനസ്സിലായി.
വചനങ്ങളൊക്കെ എഴുതി ഒട്ടിക്കുമായിരുന്നു. അതൊന്നും ഞാൻ ജസ്റ്റ് ഇങ്ങനെ സമയമില്ല, അതാണ് മെയിൻ. രാവിലെ 8 മണി തൊട്ട് രാത്രി 8 മണി വരെ ക്ഷീണം വന്നിട്ട് കുളിക്കും, ജസ്റ്റ് എന്തെങ്കിലും ഉണ്ടാക്കും, പ്രാർത്ഥിക്കും, കിടക്കും, അത്രയേ ഉള്ളൂ. എനിക്ക് ബൈബിൾ വായിക്കുന്നതൊക്കെ ഞാൻ ആ സമയത്ത് ഞാൻ നിർത്തി. അപ്പോഴത്തേക്ക് വരുന്നില്ല, 4 മാസമായപ്പോഴത്തേക്ക് വരുന്നില്ല. കോളേജിൽ നിന്ന് മെയിൽ വന്നു, ഓൾറെഡി ഒരു മെയിൽ വന്നു, നീ കോഴ്സ് പാസ്സായി, ഇനി ഡെസർട്ടേഷനും കൂടി വെച്ചാൽ ഗ്രാജുവേഷൻ നമുക്ക് സെറമണിയാണ് എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഫീസ് കംപ്ലീറ്റ് ചെയ്യണം, അപ്പോൾ എനിക്കിനി ബാക്കിയൊരു 8 ലക്ഷം രൂപ ഫീസും കൂടി അടയ്ക്കണം. അപ്പോൾ കോളേജുകാർക്ക് മനസ്സിലായി ഞാൻ കോഴ്സ് ഡ്രോപ്പ് ചെയ്തു എന്ന് മനസ്സിലായി. അപ്പോൾ എനിക്ക് മെയിൽ വന്നു. ലാസ്റ്റ് മെയിൽ വന്നത് ഇങ്ങനെയാണ്, ഞാൻ അവിടെ IELTS എഴുതി, അതും നല്ല സ്കോർ ഉണ്ടായിരുന്നു. അപ്പോൾ മെയിൽ വന്നത് ഇങ്ങനെയാണ്, നീ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് കയറിപ്പോണം, കാരണം ഇവിടെ ഇനി നിനക്ക് നിൽക്കാൻ പറ്റില്ല, എത്രയും പെട്ടെന്ന് റിട്ടേൺ ടിക്കറ്റ് എടുത്തിട്ട് ഞങ്ങൾക്ക് അയച്ചു തരണം, അല്ലെങ്കിൽ ഞങ്ങൾ എംബസിയെ അറിയിക്കുമെന്ന് പറഞ്ഞിട്ട് ഒരു മെയിൽ വന്നു. അപ്പോൾ പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാലും ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി എക്സാം എഴുതി, IELTS എക്സാം എഴുതിയപ്പോൾ ഞങ്ങൾ രണ്ടുപേരും എഴുതിയത് ജനറലാണ്. അപ്പോൾ ഹരിക്ക് വിസ വേണ്ടാത്തത് കൊണ്ട് ഹരി പറഞ്ഞു ഞാൻ തനിയെ വയ്ക്കാം, നീ ഒരു സോളിസിറ്ററെ വെച്ചിട്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ വക്കീൽ വഴി ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ IELTS അല്ല എഴുതേണ്ടത്, നീ എഴുതിയ IELTS മാറിപ്പോയി, വീണ്ടും IELTS എഴുതാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ അക്കാഡമിക് എഴുതി. അപ്പോൾ ഹരി എഴുതിയില്ല. ഹരി എഴുതാത്തത് കാരണം വിസ വേണ്ട, ഇത് തനിയെ റിജക്റ്റ് ആവുമെന്ന് വിചാരിച്ചിട്ട് ഹരി എഴുതിയില്ല. പക്ഷേ ഈ മാനേജറെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് തനിയെ വിസ വെച്ചു, ഞാനും വിസയ്ക്ക് വെച്ചു. ഞങ്ങൾ രണ്ടുപേരും വെയിറ്റ് ചെയ്യണം. അപ്പോൾ അതിന് ഒരാഴ്ച മുമ്പ് ഹരിയുടെ എംബസിയിൽ നിന്ന് മെയിൽ വരുവാണ്, ഹരിയുടെ വിസ എഴുതിയ എക്സാം മാറിപ്പോയി, ഇതല്ല 10 ദിവസത്തിനുള്ളിൽ പുതിയ IELTS എഴുതിയിട്ട് വെച്ചില്ല എന്നുണ്ടെങ്കിൽ ഹരിയുടെ വിസ കിട്ടില്ല എന്ന് പറഞ്ഞിട്ടൊരു മെയിൽ വന്നു. അപ്പോൾ അതിൻ്റെയോടൊപ്പം തന്നെ എൻ്റെയും മെയിൽ വന്നു കോളേജിൽ നിന്ന്, അതായത് എനിക്ക് കോളേജിൽ ഇനി പഠിക്കാൻ പറ്റില്ല, UK നിൽക്കാൻ പറ്റില്ല, പോകണം. അപ്പോൾ ഹരിക്ക് വിസ ഇല്ല, കാരണം എക്സാം എഴുതിയിട്ടില്ല. 10 ദിവസത്തിനുള്ളിൽ എക്സാം എഴുതി റിസൾട്ട് സബ്മിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ പോസിബിളായിട്ടുള്ള കാര്യമേ അല്ല. അപ്പം ഞാൻ പെട്ടെന്ന് മാതാവിനൊരു ലെറ്റർ എഴുതി. ഞാൻ ഇങ്ങനെ സാക്ഷ്യം കേട്ടപ്പോൾ എവിടെയോ കേട്ടു മാതാവിന് ആരൊക്കെയോ ലെറ്റർ എഴുതിയെന്ന്. ഞാനും ലെറ്റർ എഴുതി, കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് ലെറ്റർ എഴുതിയിട്ട് പറഞ്ഞു പാപങ്ങളെല്ലാം ഇവിടെ ക്രിസ്ത്യൻസ് കുമ്പസരിക്കുമല്ലോ, അപ്പം ഞാൻ എങ്ങനെയാണ് കുമ്പസരിക്കുന്നതെന്ന് വെച്ചാൽ എല്ലാ ആഴ്ചയും ഞാനൊരു പേപ്പർ എടുത്തിട്ട് ഞാൻ മനസ്സിൽ ആലോചിച്ച്, അല്ലെങ്കിൽ ഇപ്പോൾ ആരെങ്കിലും പോകുമ്പോൾ ഒരു ചെറിയ ഷോർട്ട് ഡ്രസ് ഇട്ടുകൊണ്ട് പോകുമ്പോൾ ഇവർക്ക് നാണമില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്, അതൊക്കെ ഒരു പാപമാണ്, എനിക്കറിയാം അതൊക്കെ പാപമാണെന്ന്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചിന്തിക്കുന്ന കാര്യങ്ങളെല്ലാം, ആ മോശമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ എഴുതി അത് മാതാവിൻ്റെ മുമ്പിൽ വെച്ചിട്ട് അടുത്ത ദിവസം ഞാൻ കത്തിച്ച് കളയുക ചെയ്യുന്നത്. അതാണ് എൻ്റെ കുമ്പസാരം. അങ്ങനെയായിരുന്നു. അപ്പോൾ അത് ഞാൻ എൻ്റെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ എഴുതി, ഞാൻ വീണ്ടും കുമ്പസരിച്ചു, വിശുദ്ധീകരിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് കൃപാസനത്തിൽ വന്നിട്ട് സാക്ഷ്യം പറയുന്നതല്ല, അതിനുമൊക്കെ അപ്പുറം കാണുന്ന ആൾക്കാരോടെല്ലാം ജീവിതകാലം മുഴുവൻ എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റണം, നിന്നെ മഹത്വപ്പെടുത്താൻ പറ്റണം. ഇവിടെ വന്നിട്ട് കുറച്ച് ആൾക്കാരുടെ മുമ്പിൽ പറയുന്നതല്ല, എല്ലാവരുടെയും മുമ്പിൽ, ലോകത്തിൻ്റെ മുമ്പിൽ എനിക്ക് വിളിച്ച് പറയാൻ പറ്റണം, നീ കാരണമാണ് എനിക്ക് ഈ പൊസിഷനിൽ എത്താൻ പറ്റിയത് എന്നുള്ള രീതിയിൽ എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റണം, എന്നെ അങ്ങനെ ഉയർത്തണം എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. എനിക്ക് 8-ാം തീയതി 8 എന്ന് പറയുന്ന ഒരു തീയതിയിൽ എനിക്ക് വിസ വരണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. എന്നിട്ട് എൻ്റെ ഹസ്ബൻഡ് വിശ്വസിക്കാൻ വേണ്ടിയിട്ട് 2 ആഴ്ച മുമ്പാണ് ഞാൻ ലെറ്റർ എഴുതിയത്. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ 8 എന്നുള്ള ഒരു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുവാണ്, ഉറപ്പായിട്ടും വരും. അപ്പോൾ ഹരി പറഞ്ഞു എന്നാൽ ഞാൻ വിശ്വസിക്കാം. ഞാൻ ഈ ലെറ്റർ എഴുതി മടക്കി കൃപാസനം പത്രത്തിൽ വെച്ചിട്ട് മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങി. 8-ാം തീയതി ആയി, രാവിലെ ആയി, വിസ വന്നിട്ടില്ല. അപ്പോൾ എനിക്ക് തിരിച്ച് വരേണ്ടി വരുന്ന ഒരവസ്ഥയാണ്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അങ്ങനെ ഹരി പോയി. അപ്പം ഞാൻ ജോലിയുടെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞു 101 വട്ടം ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയേക്കാം. ഇന്ന് വൈകിട്ട് 5 മണിക്ക് മുമ്പ് 101 വട്ടം പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഞാൻ ചൊല്ലാം. അതിന് മുമ്പ് എനിക്ക് ഈ 8 എന്നുള്ള തീയതി കഴിയുന്നതിന് മുമ്പ് എനിക്ക് വിസ വരണം എന്ന് പറഞ്ഞു. ഞാൻ 3 വട്ടം ചൊല്ലിയതേ ഉള്ളൂ, 3 വട്ടം. ഞാൻ താഴത്തെ ഫ്ലോറിലും എൻ്റെ ഹസ്ബൻഡ് മേളത്തെ ഫ്ലോറിലുമാണ്. ഞങ്ങൾക്ക് പരസ്പരം കാണാൻ പറ്റില്ല, ബ്രേക്ക് കഴിയാതെ അല്ലെങ്കിൽ ഡ്യൂട്ടി കഴിയാതെ കാണാൻ പറ്റില്ല. പക്ഷേ അപ്രതീക്ഷിതമായിട്ട് എൻ്റെ ഹസ്ബൻഡ് താഴേക്ക് വരുവാണ്, ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് വരുവാണ്. ഞാൻ ചോദിച്ചു എന്താ? അപ്പോൾ പറഞ്ഞു നിൻ്റെ വിസ അപ്രൂവ് ആയി, ഇതേണ്ട മെയിൽ വന്നു എന്ന്. ഞാൻ കരയുമായിരുന്നു. ഞാൻ അവിടെ മുട്ടുകുത്തി ഞാൻ അലറി നിലവിളിച്ചു. അവിടുത്തെ ഇംഗ്ലീഷുകാർ നോക്കുമായിരിക്കും ഇവളെന്തായി ചെയ്യുന്നതെന്ന്. കാരണം അവർക്കറിയില്ല ഈ വിസ എന്ന് പറയുന്നത് എനിക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് അവർക്കറിയില്ല. ഇത് മാതാവിൻ്റെ വിസയാണ്. അപ്പോൾ ഇനി ഹരിക്ക് വിസ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഹരിക്ക് ഓൾറെഡി മെയിൽ വന്നു, 10 ദിവസത്തിനുള്ളിൽ ഹരി എക്സാം സബ്മിറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഹരിക്ക് ആ വിസ ക്യാൻസലാകും. അപ്പോൾ ക്യാൻസൽ ആയിക്കോട്ടെ, കുഴപ്പമില്ല എന്നുള്ള രീതിയിലിരുന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഹരിക്ക് മെയിൽ വന്നു, ഹരി തെറ്റിച്ചെഴുതിയ എക്സാം റിജക്റ്റായി എന്ന് പറഞ്ഞ് മെയിൽ വന്ന വിസ അപ്രൂവായി എന്ന് പറഞ്ഞിട്ട്
ഹരിക്ക് വിസ വന്നു. അത് ഭയങ്കര ഒരു അത്ഭുതമാണ്. ഒരിക്കലും UK എംബസിയിൽ വിസ റിജക്റ്റായി എന്ന് പറഞ്ഞ് വന്ന ഒരു മെയിൽ, എക്സാം തെറ്റായിട്ട് എഴുതി എന്ന് പറയുന്ന ഒരു എക്സാം, ഒരിക്കലും വിസ കിട്ടില്ല. പക്ഷെ വിസ കിട്ടി. ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ഇവിടെ വർക്ക് ചെയ്യുകയാണ്. അവിടെ ഒരു കുഴപ്പമില്ല, നല്ല ശമ്പളമുണ്ട്. ഞങ്ങൾ ചോദിക്കുന്നത് പോലെയാണ് ഡ്യൂട്ടി. ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത അത്രയും ബുദ്ധിമുട്ടേ ഉള്ളൂ. നല്ല ഡ്യൂട്ടി, ഒരു കുഴപ്പമില്ല, ഫ്ലെക്സിബിളാണ് എല്ലാ കാര്യങ്ങളും. ഞങ്ങൾ എല്ലാ കാര്യങ്ങളും പഠിച്ചു. ഇപ്പോൾ എൻ്റെ ഏജൻസിയിലുള്ള ആൾക്കാർ ഞാൻ ട്രെയിൻ ചെയ്യുവാണ്. എന്നെ ട്രെയിൻ ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല. പക്ഷേ എനിക്കിപ്പോൾ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും, ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട്. എനിക്കവിടെ ഒരു നല്ല സ്ഥാനം ദൈവം തന്നു, മാതാവ് തന്നു. എന്നിട്ട് ഇനി അടുത്ത കടമ്പ ഞങ്ങൾക്കൊരു വീട് വേണം. അത് ഞങ്ങൾക്ക് കാറൊന്നുമില്ല. അപ്പോൾ ഇപ്പം തൽക്കാലം കാറൊന്നും എടുക്കേണ്ടെന്നുള്ള ഒരു രീതിയിലിരുന്നു. അപ്പം ഞാൻ വീണ്ടും ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. 8 എന്ന് പറയുന്ന ഡേറ്റ്. അപ്പോൾ ഈ അച്ഛൻ ഒരു ടോക്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ 2/8 എന്നുള്ളൊരു തീയതി കാണുന്നുണ്ട്. അത് 2 ആണോ 8 ആണോ 28 ആണോ എന്ന് എനിക്കറിയില്ല എന്ന്. അപ്പോൾ ഈ ലെറ്റർ ഞാൻ മാതാവിന് എഴുതിയപ്പോൾ ഞാൻ 7 എന്നുള്ള ഡേറ്റാണ് ഫസ്റ്റ് ഇട്ടത്. അത് ഞാൻ അച്ഛൻ്റെ ടോക്ക് ഇട്ടിട്ട് ഞാൻ മാതാവെ അത് 7 എന്ന് തിരുത്തി ഞാൻ 8 ആക്കിയതാണ് കേട്ടോ. ആ 8 എന്നുള്ള തീയതി തന്നെ എനിക്ക് തന്നു. അടുത്ത ടാസ്ക് എനിക്കൊരു വീട് വേണം എന്നുള്ളതായിരുന്നു. അപ്പോൾ UK ഇപ്പോൾ ഇവിടെ ആരെങ്കിലുമൊക്കെ പോകുന്നുണ്ടെങ്കിൽ അറിയാം, നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കാൻ പോകുന്നത് ഒരു വീട് കിട്ടുക എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. വീട് കിട്ടില്ല, വലിയ ബുദ്ധിമുട്ടാണ്. ഒരു റൂം പോലും കിട്ടില്ല, അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ്. പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചു, വിശ്വസിച്ചു, ഞാൻ പ്രാർത്ഥിച്ചു, മുട്ടുകുത്തി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി 33 ദിവസം മുടങ്ങാതെ 33 വട്ടം പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലാമെന്ന് ഞാൻ മാതാവിനോട് നേർന്നു. ഞാൻ ഈ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് അത്രയ്ക്കും നമ്മൾ ടയേർഡായിരിക്കും. എന്നിട്ടും പക്ഷെ ഞാനത് മുടങ്ങാതെ ഞാൻ ചൊല്ലി. എനിക്കെന്താ പറ്റിയെന്ന് വെച്ചാൽ 8 എന്നുള്ള തീയതിക്ക് ഒരു ഏജൻസി മുഖാന്തരം എനിക്ക് വീടിൻ്റെ താക്കോല് കിട്ടി. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തിന് വെറും 7 മിനിറ്റ് നടക്കാവുന്ന ദൂരത്തിൽ എനിക്കൊരു ഫ്ലാറ്റ് കിട്ടി. അത് അത്ഭുതമാണ്. കാരണം എൻ്റെ കൂടെയുള്ള ആൾക്കാരൊക്കെ വീട് നോക്കുകയാണ്, ഫ്ലാറ്റ് നോക്കുകയാണ്, ആർക്കും കിട്ടുന്നില്ല. പക്ഷേ എനിക്ക് കിട്ടി. അവിടെയുള്ള നേഴ്സുമാർ ചോദിക്കുകയാണ്, നിനക്ക് എങ്ങനെ കിട്ടി? ഞാൻ പറഞ്ഞു, ഇത് എൻ്റെ മിടുക്കൊണ്ടൊന്നുമല്ല, എൻ്റെ മാതാവിൻ്റെ അനുഗ്രഹം കാരണം മാത്രമാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവരോട് മാതാവിനെ പറ്റിയിട്ട് പറയാൻ തുടങ്ങി. അവിടുത്തെ ഇംഗ്ലീഷുകാരോട്, സിംബാബ്വേക്കാരോട്, ആഫ്രിക്കക്കാരോട്, ഈജിപ്തിൽ നിന്നൊക്കെ വന്ന ആൾക്കാരോട് ഞാൻ മാതാവിനെ പറ്റിയിട്ട് പറയുകയാണ്. അങ്ങനെ അപ്പോൾ അവർ പറഞ്ഞു, എന്നാൽ നീ പ്രാർത്ഥിക്കുന്ന മാതാവിനോട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ. ഞാൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കാം, പക്ഷെ നിങ്ങളും കൂടി പ്രാർത്ഥിക്കുക. അങ്ങനെ എനിക്ക് 8-ാം തീയതി തന്നെ എനിക്ക് വീട് കിട്ടി. 2ാമത്തെ അനുഗ്രഹം. 3ാമത്തെ ദിനം എൻ്റെ മക്കളെ കൊണ്ടുവരണം. എനിക്ക് 2 മക്കളാണ്. മോൾക്ക് 6 വയസ്സ്, മോന് 2 വയസ്സ്. അതും അതുപോലെ തന്നെ പ്രാർത്ഥിച്ച ഡേറ്റിൽ എനിക്ക് 2 പേർക്കും വിസ കിട്ടി. ഇനി ഞാൻ മെനഞ്ഞാന്ന് UK വന്നതേ ഉള്ളൂ, 2 ദിവസമായതേ ഉള്ളൂ UK വന്നിട്ട്. ഇനി ഞാൻ ഈ സൺഡേ പോവുകയാണ്, എൻ്റെ മക്കളെ കൊണ്ടുപോവാണ്. എൻ്റെ മോള് ഇവിടെ UKGയിലാണ് പഠിക്കുന്നത്. അപ്പോൾ അവൾക്ക് ഈ മിഡിൽ സ്കൂളിൽ അവിടെ അഡ്മിഷൻ കിട്ടില്ല. പക്ഷെ ഞാൻ മാതാവ് എനിക്ക് കാണിച്ചു തന്നിരുന്നു. എൻ്റെ ഈ വിസയൊക്കെ കിട്ടുന്നതിന് മുമ്പ് ജോസഫ് അച്ഛൻ എൻ്റെ സ്വപ്നത്തിൽ വന്നിട്ട് ഇങ്ങനെ എൻ്റെ തലയ്ക്ക് പിടിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ വിസ കിട്ടുന്നതിൻ്റെ 2 ദിവസം മുമ്പാണ് ജോസഫ് അച്ഛൻ എൻ്റെ ഡ്രീമിൽ വന്നതും എൻ്റെ തലയ്ക്ക് പിടിക്കുന്നതൊക്കെ. അപ്പം ഞാൻ ഹരിയോട് പറഞ്ഞു, ദേ വിസ കിട്ടാൻ പോവാണ്, 8-ാം തീയതി തന്നെ വിസ കിട്ടും എന്നിട്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. പിന്നെ ഞാനിങ്ങനെ സാക്ഷ്യങ്ങൾ മാത്രം സ്റ്റാറ്റസ് ആക്കാൻ നോക്കിയപ്പോൾ അച്ഛൻ വന്നിട്ട് എന്നോട് പറയാണ്, നീ ഇങ്ങനെ സ്റ്റാറ്റസ് സ്വപ്നത്തിലാണ് അച്ഛൻ വന്നിട്ട് പറയാണ്, നീ ഇങ്ങനെ സ്റ്റാറ്റസ് ഇട്ടത് കൊണ്ട് മാത്രമൊന്നും കാര്യമില്ല, എന്തെങ്കിലുമൊക്കെ പുണ്യപ്രവർത്തികളും കൂടി ചെയ്യാൻ. അങ്ങനെ പിന്നെ അവിടെ വീടിനടുത്തുള്ള അനാഥാലയത്തിൽ എനിക്കൊന്നും അവിടെ പോയി ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നാട്ടിൽ അനാഥാലയത്തിൽ അവിടെ വയസ്സ് ചെയ്യുന്ന അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഒക്കെ താമസിക്കുന്ന സ്ഥലത്ത് ഫുഡ് ഒരു ദിവസം, എല്ലാ ദിവസവും അല്ല, ഏതെങ്കിലും ഒരു ദിവസം അങ്ങനെ എനിക്ക് ഫുഡ് കൊടുക്കാൻ പറ്റി. പിന്നെ എൻ്റെ മോളുടെ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ അച്ഛന് കിഡ്നി ഫെയിലിയർ ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് പൈസയൊക്കെ കൊടുക്കാൻ മാതാവിനെ അങ്ങനെ ഒരുപാട് അനുഗ്രഹിച്ചു. എൻ്റെ മോൾക്ക് അവിടെ 2nd സ്റ്റാൻഡേർഡിൽ അഡ്മിഷൻ കിട്ടുമെന്നാണ് പറഞ്ഞത്. UKGയിൽ പഠിക്കുന്ന ഒരു കുഞ്ഞ് പെട്ടെന്ന് UK ചെന്നിട്ട് 2nd സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ എനിക്കത് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നില്ല. അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു എൻ്റെ കുഞ്ഞിന് 1st സ്റ്റാൻഡേർഡിൽ അഡ്മിഷൻ കിട്ടാൻ. അത് നടക്കുന്ന കാര്യമായിരുന്നില്ല, പക്ഷേ അത് കിട്ടി. എൻ്റെ മോൾക്ക് വളരെ അത്ഭുതകരമായിട്ട് വീടിന് 2 മിനിറ്റ്, എൻ്റെ വീടിൻ്റെ 2 മിനിറ്റ് ദൂരത്തിൽ ഒരു സ്കൂളുണ്ട്, അവിടെ 1st സ്റ്റാൻഡേർഡിൽ തന്നെ അഡ്മിഷൻ കിട്ടി. എൻ്റെ മോള് ഇപ്പോൾ ഞങ്ങൾ പോവാണ്, എന്നിട്ട് 22-ാം തീയതി അവൾക്ക് സ്കൂളിൽ അഡ്മിഷനാണ്. ഒരുപാട് അനുഗ്രഹങ്ങളാണ്. പൂജ്യമായിട്ട് നിന്ന എന്നെ ഇപ്പോഴും ഒന്നുമല്ല, പക്ഷേ മാതാവ് ഒത്തിരി ഉയർത്തി. ഇവിടെയൊക്കെ എന്നെ സഹായിച്ചൊരു വചനമുണ്ട്.
ഏഷ്യ 45:2-3. ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും. നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യധനശേഖരവും ഞാൻ നിനക്ക് നൽകും. എല്ലാ ദിവസവും ഞാനിത് 33 വട്ടം ചൊല്ലിയിട്ടാണ് പോകുന്നത്. 33 വട്ടമൊന്നുമല്ല, എപ്പോഴും ചൊല്ലും. ഈ ഒരു വചനത്തിൻ്റെ ശക്തി. പിന്നെ സങ്കീർത്തനങ്ങൾ 91, പിന്നെ മത്തായി, അങ്ങനെ എല്ലാം. ബൈബിള് എന്ന് പറയുന്നത്, ഞാൻ ജോലി ചെയ്യുമ്പോൾ എൻ്റെ ബാഗിൽ ചോറുവെട്ടിയല്ല, ബൈബിളാണ് കൂടെ ഉള്ളത്. അത് ഓക്കെ. അപ്പോൾ ഒത്തിരി അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ മാതാവിന്, എൻ്റെ യേശുവിന് 1,000 1 കോടി നന്ദി. എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. പ്രൈസ് ദി ലോർഡ്. ആവേ മറിയ. അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപയ്ക്കുമേൽ കൃപ. ശ്രീരഞ്ജിനി ഹരിദേവ് ഇവിടെ അനുഭവ സാക്ഷ്യം വിവരിച്ചപ്പോൾ ആ മകൾ പറഞ്ഞു, ഞാനൊരു സീറോയിൽ നിൽക്കുന്ന വ്യക്തിയാണ്. ഇവിടെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലൂടെ ദൈവം എന്നിൽ ചൊരിഞ്ഞ കൃപകൾ ഒത്തിരിയാണ് എന്ന്. തൻ്റെ വിസയ്ക്ക് വേണ്ടിയിട്ട്, അതുപോലെ UK പോകണം എന്നുള്ള ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടൊക്കെ ഈ മകളുടെ കൂടെ എങ്ങനെയാണ് ദൈവം പ്രവർത്തിച്ചത്, ഏതൊക്കെ വഴികളാണ് ഈ മകൾക്ക് മുൻപിൽ തുറന്നിട്ടത്. അതായത് ശ്രീരഞ്ജിനി എന്ന് പറയുന്ന മകൾ ജ്ഞാനസ്നാനത്തിലൂടെ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്ന മകളല്ല. ഈശോയെ അറിഞ്ഞ് ഈശോയെ സ്നേഹിക്കാൻ തയ്യാറായി വന്ന ഒരു മകളാണ്. അങ്ങനെയുള്ള ഈ മകൾ അവളുടെ ജീവിതത്തിലെ ഓരോ സന്ദർഭങ്ങളിലും എങ്ങനെയൊക്കെയാണ് ദൈവം ഇടപെട്ടതെന്ന് ഇവിടെ വളരെ വ്യക്തമായി വിവരിക്കുകയുണ്ടായി. അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപയ്ക്കുമേൽ കൃപ എന്നാണ് തിരുവചനം സാക്ഷ്യപ്പെടുത്തുക. അവിടെ ദൈവം അളവില്ലാതെ നിറച്ചളന്ന് കൊടുക്കുകയാണ്, മടിയിലേക്ക് ഇട്ടുകൊടുക്കുകയാണ്. ഒരു സ്റ്റുഡൻറ്റ് വിസയ്ക്ക് വേണ്ടി സ്റ്റുഡൻറ്റ് വിസയിൽ പോയ ആൾക്ക് വർക്കിംഗ് വിസ, അതും ഒരിക്കലും ചിന്തിക്കാത്ത രീതികളിലെല്ലാം കൊടുക്കുകയാണ്. ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുമ്പോൾ ആ ഡേറ്റിനനുസരിച്ച് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഈ മകൾക്ക് മനസ്സിലാവുകയാണ്. ഈ മകൾ ഓൺലൈൻ ഉടമ്പടി ചെയ്ത് ജീവിതത്തിൽ എന്താണ് ഈ മകൾ ചെയ്തത്? അതായത് തിരുവചനം ആഴമായി വായിക്കുന്നതിനും ധ്യാനിക്കുന്നതിനും ഈ മകൾ സമയം കണ്ടെത്തി. സ്കൂളിൽ പോയിരുന്നപ്പോൾ, കുട്ടികളെ ഇവിടെ പഠിപ്പിച്ചു കൊണ്ടിരുന്നപ്പോൾ ആ സന്ദർഭങ്ങളിലെല്ലാം തനിക്ക് ആകുന്നത് പോലെ വചനങ്ങൾ എവിടെയും ഈ മകൾ എഴുതി വയ്ക്കുമായിരുന്നു എന്ന് പറഞ്ഞു. അതുപോലെ ഏത് സമയം കിട്ടിയാലും ഫ്രീ ടൈമൊക്കെ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി സമയമെടുത്തു എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഉടമ്പടി ജീവിതം എന്ന് പറയുന്നത് അത് ഉടനടി നമുക്ക് പ്രതിഫലം തരുന്ന ഒരു ജീവിതമാണ്. എന്നാൽ ഉടമ്പടി ജീവിതത്തോട് നാം കാണിക്കേണ്ട പ്രതിബദ്ധത അതൊന്ന് മാത്രമാണ് ദൈവം ഇവിടെ ആഗ്രഹിക്കുക. വിശുദ്ധ കുമ്പസാരത്തെക്കുറിച്ച് ഈ മകൾ കേട്ടിട്ടുണ്ട്. വളരെ ചെറുപ്പം മുതൽ ക്രിസ്ത്യൻ സ്കൂളുകളിൽ പഠിച്ചതുകൊണ്ട്, ക്രിസ്ത്യൻ കൂട്ടുകാരുള്ളതുകൊണ്ട് ഈ മകൾക്ക് അതെല്ലാം നന്നായി അറിയാം. എന്നാൽ വിശുദ്ധ കുമ്പസാരം ഈ മകളോട് ആരും ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ തൻ്റെ തന്നെ ബോധ്യത്തിൽ നിന്ന് ഈ മകൾ വിശുദ്ധ കുമ്പസാരം എങ്ങനെയാണ് നടത്തിക്കൊണ്ടിരുന്നതെന്ന് ഇവിടെ പറഞ്ഞു. താൻ ഏതെങ്കിലുമൊക്കെ ചെയ്യേണ്ടതല്ലാത്ത അല്ലെങ്കിൽ പറയേണ്ടതല്ലാത്ത വാക്കുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഒരു പേപ്പറിൽ കുറിച്ച് വെച്ച് അത് മാതാവിൻ്റെ തിരുനടയിൽ അർപ്പിച്ച് വീണ്ടും അത് കത്തിച്ചു കളയുകയാണ് ചെയ്യുക. എത്രയോ ബോധ്യങ്ങളാണ് ഈ മകൾക്ക് കിട്ടിയിരിക്കുക. അപ്പോൾ ഇത്രയേറെ കൃപകൾ നൽകി അവരുടെ കുടുംബ ജീവിതത്തെ ഒത്തിരിയേറെ അനുഗ്രഹിച്ച് ഇന്ന് UK സന്തോഷത്തോടെ താമസിക്കുവാനായിട്ടുള്ള ഒരിടം ഒരുക്കിക്കൊടുത്ത, അവിടെ എടുക്കുന്ന ജോലി ഏറ്റവും വിശ്വസ്തയോടെ ചെയ്യുവാനായിട്ടും ഏറ്റവും അർപ്പണബോധത്തോടെ ചെയ്യുവാനുമായിട്ടാണ് ഈ മകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അത് ആ മകളുടെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ്. ഇത്രയേറെ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞ് ഈ കുടുംബത്തെ അനുഗ്രഹിച്ച ഈ മകളെയും കുടുംബത്തെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. കരങ്ങൾ അടിച്ച് ദൈവത്തിന് നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി.